അണ്ണ രണ്ടവണ അടിച്ചു പോയി. എടാ PL 10 കേട്ടോ. ഇങ്ങനെ എനിക്ക് അഞ്ചുള്ളല്ലോ. അത് പേടിക്കണ്ട, ജസ്റ്റ് ക്ലോസ് ഒന്നും കൂടെ കണക്ട് ചെയ്താൽ റെഡി ആയിക്കോളും. അത് ഡൗൺലോഡ് ആയതിനു ശേഷമുള്ള ഒരു ഇഷ്യൂ. ഓ പറച്ചെടുത്തിട്ടാ ഫൈറ്റുകളൊക്കെ എങ്ങനെ ഉണ്ട്? വീട്ടിലെ കളയാൻ വേണ്ടി തട്ടുമ്പുറത്ത് കുറച്ച് പിസ്ത വെച്ചിരുന്നു കേട്ടാ. ഒരു ബ്രാവോയൊക്കെ പ്രായമുള്ള പിസ്തയാണത് എന്ന് പറയുമ്പോ ഭയങ്കര പണ്ട് മേടിച്ചത്. അപ്പൊ ബ്രാവോയ്ക്ക് വിശന്നിരുന്നപ്പോ ബ്രാവോ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നൈസായിട്ട് ആരോടും പറയാതെ അത് എടുത്തു പോയി തിന്നു. മനസ്സിലായ? ഇപ്പൊ കക്കൂസിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല, ക്ലോസറ്റിൽ സെറ്റ് ചെയ്തിരിക്കുക PC. ഇപ്പൊ പിസ്തക്കൊക്കെ ഡേറ്റ് ഉണ്ടോ? അതൊക്കെ മരത്തിന്ന് ഉണ്ടാവുന്നല്ലേ? എടാ പോട്ടാ, പിസ്തക്ക് പിന്നെ ഡേറ്റ് ഇല്ലാതെ മരത്തിന്നുണ്ടാവുന്നത്. മാങ്ങ മരത്തിന്നുണ്ടാവുന്നല്ലേ? പഴുത്തു കഴിഞ്ഞാൽ എത്ര ദിവസം നിൽക്കും? കൊറേ ദിവസം നിൽക്കും, ഒത്തിരി ദിവസം നിൽക്കും അല്ലേ? ഈകളെ എടാ നീ കേറാൻ നോക്കണേ. ഒത്തിരി ദിവസം നിൽക്കും, ഒത്തിരി ദിവസം നിൽക്കും. ഫ്രിഡ്ജ് ഒക്കെ പറയി നിൽക്കും. പോ കണ്ണാപ്പിയും ഫ്രിഡ്ജ് വെച്ചാ കൊറേ നേരം ഒക്കെ നിൽക്കും. ഫ്രിഡ്ജ് വെച്ചാ പറയി നിൽക്കുമെന്ന് ഇവ എന്താണ് പറയണത്? ഫ്രിഡ്ജ് മന്ദാര നീ ഇപ്പൊ സഹിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളല്ലേ ഉള്ളൂ. നമ്മൾ 6 വർഷമായിട്ട് സഹിക്കുക. മന്ദാര ജോക്കി ഇന്നലെ ഒക്കെ ഉണ്ടല്ലോ ജോക്കി, കിടന്ന് ഉറങ്ങുന്നവരുടെ അടുത്ത് പോയിട്ടേ ജോക്കി ഉറങ്ങി കിടക്കുന്നവനെ വിളിച്ച് എണ്ണീപ്പിച്ചിട്ട് പറയുവാൻ ഞാൻ തങ്കനാടാന്ന്. ഞാൻ ഓർത്ത് ആ ബാലം കൈ വെച്ചെന്ന് ഇവനെ ഇന്നലെ. അന്നേരം എന്നെ കാണാൻ വിളിച്ചെണ്ണീപ്പിച്ച ജോക്കി അടിച്ചേനെ. ഞാൻ ഉറങ്ങില്ല, ഞാൻ ഉറങ്ങാതെ കിടക്കും. ഞാൻ ഉറക്കത്തിൽ നിന്ന് കാണാൻ എന്നെ വിളിച്ചിട്ട് ഞാൻ തങ്കനാടാന്ന് വല്ല പറഞ്ഞ മോന്തടിച്ചാ പൊട്ടിച്ചേനെ, മോന്തടിച്ച്. എന്നിട്ട് അതിന്റെ ഇടയില് എല്ലാവരുടെയും വീഡിയോ എടുത്തിട്ട് റീലും അങ്ങ് ആക്കി. സത്യം ഉറങ്ങി കിടക്കുന്നതിനൊക്കെ ഞാൻ ആരാന്നറിയാവോടാ, ഞാൻ തങ്കനാടാ എന്നൊക്കെ പറഞ്ഞു വെച്ച് ഇങ്ങനെ ഇരിക്കുവാ രാത്രി ഒരു കാര്യമില്ലാതെ. ഞാൻ ഇപ്പൊ ബ്ലാക്ക് മെയിലിംഗ് ആണ് കണ്ണാപ്പിനെ. എടാ അത് കാണിക്കണോടാ ലൈവില്, പക്ഷെ ചാനല് പോടാ. ഞാൻ പറയട്ടെ, മന്ദാരൊക്കെ ഉറങ്ങി കിടക്കുന്ന സമയത്ത് മന്ദാര ഉറക്കത്തിൽ തട്ടിട്ടപ്പം ഒരു തുണി ഇല്ലാതെ ഒരാളിങ്ങനെ നടന്നു പോണ്. ഞാനിവിടെ കുളിക്കാൻ പോകണ രാത്രി, കുളിക്കാൻ പോയിട്ട് ഡ്രസ് എടുക്കാൻ നടന്നു പോകുമ്പോഴത്തേക്ക് ഇവ ക്യാമറ പൊക്കി പിടിച്ചോണ്ട് വന്നത്. ഞാൻ വിചാരിച്ചു ഇൻസ്റ്റാഗ്രാം ലൈവ് എന്തോന്ന് വിചാരിച്ചു, പുറത്തായിരുന്നു. ഇൻസ്റ്റാഗ്രാം ലൈവായിരുന്നു. ഇൻസ്റ്റാഗ്രാം ലൈവ് കാണാറുണ്ട്. നിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയാ കണ്ടാ മൂഞ്ചി പോയനെ. അതെ, നമ്മള് വാട്സപ്പിൽ ഒരു സ്റ്റിക്കർ ഇല്ലേ ബാക്ക് പൊത്തി പിടിച്ച് ഓടുന്നത്, ഒരു സ്റ്റിക്കർ അല്ലേ വാട്സപ്പില്, കറക്റ്റ് അതായിരുന്നു. എന്തൊക്കെ കാണോന്നറിയോ ദൈവമേ. സിറ്റി കയറാൻ പറ്റത്തില്ല. മണി ടോക്സ് ആയിരുന്നു ശരിക്കുള്ള മണി. പോടാ ശരിക്കും ഫോട്ടോ ഉണ്ടോ? വീഡിയോ ഉണ്ട്, വീഡിയോ എടുത്ത് എന്തൊരു പയ്യനൊക്കെയാ. രാത്രി എനിക്കാണെങ്കിൽ രാത്രി കുളിച്ചില്ലെങ്കിൽ അവിടെ മൊത്തം ചെളിയായിരുന്നു. ആദ്യമായിട്ടാണ് ഇന്നലെ എനിക്ക് കുളിച്ചില്ലേ ഇറിറ്റേഷൻ ചേർത്തേട്ടാ, കിടന്നുറങ്ങാൻ പറ്റില്ല. അങ്ങനെ പോയി കുളിച്ചതാ. ഞാൻ എന്റെ റൂമില് സ്വസ്ഥമായിട്ടിരുന്ന് കുളിച്ചിട്ട് ഞാൻ ബാത്റൂമിൽ നിന്ന് തുണി എടുക്കാൻ വന്നയാ. അപ്പോഴത്തേക്ക് ഇവ ക്യാമറ പൊക്കി പിടിച്ചോണ്ട് വന്നത് പുണ്ടച്ചവൻ. ഞാൻ കേറിപ്പോ കാണുന്നത് ഇതാ ചേർത്തേട്ടാ. കാണിക്കൂ. ഇല്ല ഫ്രണ്ടിൽ തുണിയുണ്ട്. ഫ്രണ്ട് ഒന്നും കണ്ടിട്ടില്ല, ബാക്ക് ആയിട്ടുള്ളത്. ഷഡ്ഡി പൊത്തി പിടിച്ച് ഓടുന്നുള്ളായിരുന്നു. അതിനകത്ത് ക്ലിയർ ഒന്നുമല്ല, വെട്ടമില്ലാത്തോണ്ടേ. ഒരു മിന്നായം പോലെ കണ്ടത്. അണ്ണനെ പോയി ഉള്ളാൻ പോയോ? ഇനി ഈകളുടെ കഥ പറ. ഇത് ഇല്ല പറ. എടാ രാത്രി വിളിച്ചിട്ടുണ്ടല്ലോ അവനെ ഒരുമാതിരി കാണോണെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നു. ഇതൊന്നുമല്ല ശരത്തേട്ടാ, ബോബ് ഇന്നലെ രാത്രി സാറേ വാസുണ്ണ മൊത്തം സാറേ ഈ കാണുന്ന പുഴയാണ് എന്റെ അച്ഛൻ എന്ന് പറഞ്ഞ നേരെ ആറ്റിലോട്ട് എടുത്തിട്ട് ഒറ്റ ചാട്ടം ബോബ്. എന്നിട്ട് അവിടെ നിന്ന് വാസുണ്ണ മോട്ടിവേഷൻ, ഈ അടി വരെ ഇറങ്ങുവാണെങ്കിൽ ഞാൻ നിന്നെ രക്ഷിക്കും, അതിനപ്പുറം രാത്രി കാര്യം ചാടി നോക്കിയവൻ.
ഈ പുഴയുടെ അച്ഛനാന്ന് പറഞ്ഞ കായലിച്ചാണ്ടി അടിയിൽ കായലില്. റിസോർട്ടിന്റെ front ഒരു കായല്. റിസോർട്ടിന്റെ തൊട്ട് താഴെ അഹങ്കാരം അല്ലേ അതൊക്കെ അഹങ്കാരം. ഇല്ലില്ല ജോഗി അങ്ങനല്ല ജോഗി, അവിടെ ഒരു തിട്ട കെട്ടിയിട്ടുണ്ട്, ആ തിട്ടയ്ക്ക് അപ്പുറത്തോട്ടാ കായൽ, അതിനകത്താ ചാടിയത്, വെളിയിലല്ല. എന്നിട്ട് വല്ല ഇടിക്കുകയും ചെയ്താ. അല്ല, അതിനൊഴുകി പോയി കഴിഞ്ഞാൽ ഇവിടെ കൊച്ചി എത്തും. എടാ ഞാൻ സിറ്റിയിലോട്ട് കയറാം, സിറ്റിയിൽ എല്ലാവരും സിറ്റി വാ. എന്നെ ഒന്ന് ഡിസ്കൗണ്ട് അടിക്കോ? ഓക്കെ ഓക്കെ. ഗോകു നിനക്ക് വരാൻ കേട്ടോ ഗോകു. ഞാൻ അളി അവിടെ ഡൗൺലോഡ് ചെയ്തോണ്ടിരിക്കുക. ഗെയിമാ? അല്ല ഇത് ആസെറ്റ്. ഓ ഓക്കെ. അപ്പൊ ഡിസ്കൗണ്ട് അല്ല വാട്സപ്പ് നോക്കണേ. മാമൻ വഴിയിൽ നിൽക്കുവോ? അല്ല ഇവര് എന്നാ ഇവിടെ കണ്ടിട്ടുള്ളത്? നീ തുള്ളും മധുവല്ലേ. ആ ഹലോ കേക്കാടാ? ഓ വെൽക്കം താങ്ക് യു. അണ്ണാ ഒന്ന് ഹെൽത്ത് അടിച്ചേക്കേ. ഒരു സെക്കൻഡ്, എനിക്ക് ഞാനൊന്ന് ഡിസ്പ്ലേ ക്യാപ്ചർ ആ കൈസ് എനിക്ക് കിടക്കണം. ഒരു മിനിറ്റ് ഒന്ന് മാറ്റിക്കോട്ടെ. എനിക്ക് ഡിസ്പ്ലേ ക്യാപ്ചർ അല്ല കിടക്കുന്നത്. വാ എല്ലാരും എത്തിയോ? എന്താ പരിപാടി? എനിക്കെന്ത് പരിപാടിയാ ലോല ലോല, എനിക്ക് നിന്റെ ഫാൻസ് കുറെ പേര് മെസ്സേജ് ചേട്ടാ ഇന്നലെ. നിന്നെ വാർലൈനപ്പിൽ ഇടാത്തതിന് നിനക്ക് വിഷമമായിരുന്നു. ഇന്നലെ 2 പിക്കൊക്കെ എടുത്തു. ഇന്നലെ 2 പിക്ക് എടുത്താ നീ? കേക്കുന്നില്ല? കിട്ടിയല്ലേ? ആ എടാ, ഞാൻ ഈ നമ്മളെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ വരുമ്പോ നമ്മള് മറ്റേ മാറ്റി ഇടാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, നിനക്ക് അറിയാലോ. അതിനനുസരിച്ച് എല്ലാരും കളിപ്പിക്കുക എന്നുള്ള ഒരു രീതിയാ. അതാണ് നീ, അല്ലാതെ വേറെ അതൊന്നും മൈൻഡ് ഫക്ക് ഒന്നും ആവരുത് കേട്ടോ ആ കാര്യത്തില്. ഓക്കെ ഓക്കെ. ജോഗി എന്ത് പറ്റി ജോഗി? അയ്യോ ജോഗി AFK ആണെന്നല്ലേ ഞാൻ വിചാരിച്ചേ. അവിടെ കുത്തിയിരിക്കുവായിരുന്നു ജോഗി. എടാ ചന്ദ്രൻ വന്നേടാ. എന്താടാ കേട്ടില്ല? ഇനി അതും കൂടെ അല്ല കോപ്പി അടിക്കുള്ളൂ. എന്റെ ഷഡ്ഡി അതേപോലെ ഇട്, ഷഡ്ഡി ഇട്ടിട്ട് എന്റെ ഷൂ ഇട്, എന്നിട്ട് മുടി എന്റെ പോലെ വെട്ട്, അന്നേരം എന്നെ പോലെ തന്നെ ഇരിക്കും. സൂപ്പർ. കെവിനാ? രാജുഭായ് അല്ലല്ല ജോഗി കുറച്ച് പേഴ്സണൽ ഇല്ല പേഴ്സണൽ ഒന്നുമില്ല. ജോഗി നിന്നോട്ടെ. ജോഗി വെക്കാൻ പറ്റാത്ത പേഴ്സണൽ കാര്യങ്ങളൊന്നും ഇല്ല എനിക്ക്. അപ്പൊ എന്തായിരുന്നു പറഞ്ഞു വന്നത്? എന്താ പറയാ? എടാ ഞാനൊരു കാര്യം പറയട്ടെ ജോക്കി, ഇവനിപ്പൊ തീരെ റെസ്പോൺസിബിൾ അല്ല. അളിയാ ഞാനൊരു കാര്യം പറയാം, നീ ഗ്യാങ്ങിന്റെ കാര്യങ്ങൾക്കൊന്നും നിന്നെ ഈയിടെയായിട്ട് കാണുന്നില്ല. ആരൊക്കെ നിക്കുന്നത് നോക്ക്, ഒക്കെ എന്താ ജോക്കി കേട്ടില്ല? അവനെ ഇതിനകത്ത് അരച്ചു കളിക്ക് രാപ്പകലില്ലാതെ ഇതിൽ തന്നെ ഇരിക്കുന്ന ജോക്കി. അവൻ എല്ലാം അറിയാം ഇതിന്റെ, മനസ്സിലായ? ഫേസ് ക്യാം കുറച്ച് താക്കണം. ഞാൻ ഭയങ്കര കുനിഞ്ഞു പോകുന്നുണ്ടോ ജോക്കി? ഒറ്റ സെക്കൻഡ് ഫേസ് ക്യാം കുറച്ച് താക്കണോ? കാണിക്കണം പ്രവർത്തനത്തിനും എല്ലാത്തിനും ചുക്കാൻ പിടിച്ച. ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ നോക്കിയേ, ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെ അല്ലേ? നോക്കിയേ, പ്രവർത്തനങ്ങൾ നിർത്തി വെച്ചിരിക്കുന്നു. സെറ്റ് ഓക്കെ. ജോക്കി ഞാനൊരു കാര്യം പറയാം. ചന്ദ്രനും ജോഗിക്കും ഇന്ന് ഞാൻ തരുന്ന റെസ്പോൺസിബിലിറ്റി എന്താന്ന് വെച്ചാൽ, കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കണം ഗ്യാങ് മെമ്പേഴ്സിന്റെ അടുത്ത്. അതായത് തമാശ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ഇന്ന് വിടണം.
ഇന്ന് നിങ്ങൾ രണ്ടുപേരും ഒരു റൂഡായിട്ടുള്ള ഒരു കുറച്ച് എന്താ പറയാ ഒരു ഗാംഭീര്യമുള്ള രീതിയിൽ സംസാരിക്കണം മീറ്റിംഗ്. എന്തിനെ കുറിച്ചൊക്കെ സംസാരിക്കണ്ടേ? സിറ്റുവേഷൻ ആക്റ്റീവ് ആവുന്നതും പിന്നെ നമ്മുടെ കുറച്ചുപേര് പുറത്തിരിപ്പുണ്ടല്ലോ ജോഗി. അപ്പം വീക്ക്ലി ഓരോരുത്തരെ മാറ്റിയിടാൻ പോവാ. കാരണം എല്ലാവർക്കും ഈ പറയണത് പോലെ ഇപ്പം ഈ സ്ട്രീമിംഗ് അതും ഇതും എല്ലാം ഉണ്ടല്ലോ. എടാ ഇപ്പൊ ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാരും മാറ്റിയിടുമ്പോ ഇവന്മാർക്ക് ഈ മറ്റേ പേഴ്സണലി ഫീൽ ബാഡ് ആവാനും ഹേർട്ട് ആവാനും പാടില്ല. അതൊരു റൂട്ടീൻ പോലെ കീപ്പ് ചെയ്യണം. മീൻസ് അത് കാരണം കഴിഞ്ഞ ആഴ്ച നമ്മൾ കീരിയെ എടുത്ത് മാറ്റിയിട്ട് കീരിയെ തിരിച്ചിടാൻ പറ്റില്ല. ഈ ആഴ്ച ഞാൻ പുറത്തു പോയി കീരിയെ ഇടാൻ പറ്റില്ല. അവൻ ഇനി ഇടുവോന്ന് ചോദിച്ച മെസ്സേജ് ഞാൻ അത് കഴിഞ്ഞപ്പോഴാണ് കണ്ടത്. അപ്പോ എല്ലാവർക്കും മാറി മാറി കളിച്ചേ പറ്റുള്ളൂ ജോഗി. അപ്പൊ ആക്റ്റീവ്നെസ് അനുസരിച്ച് മാറ്റി നമുക്ക് ഇട്ടേ പറ്റത്തുള്ളൂ. മനസ്സിലായ? പിന്നെ വേറെന്തോ ഇല്ല ഇങ്ങനത്തെ കാര്യങ്ങളും പിന്നെ വാറിനും പ്രീ വാറിനും ഒക്കെ വരുന്ന ടൈമിൽ നമ്മളൊരു സിറ്റുവേഷൻ സിറ്റിയിൽ ട്രിഗർ ആയി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വിളിച്ചു കയറ്റാനൊന്നും പറ്റത്തില്ല. കറക്റ്റ് സമയത്ത് കയറി വന്നിരിക്കണം. അത് ചന്ദ്ര നീ സീരിയസ് ആയിട്ട് സംസാരിക്കണം ചന്ദ്ര. ഇതാണോ സീരിയസ് ടോൺ ആണ് ഇത്? എടാ എല്ലാരും റേഡിയോ 83 കണക്ട് ചെയ്തോ. 83 എടാ 83 കണക്ട് ചെയ്തോ. നമ്മുടെ ബാക്കിയുള്ള ആൾക്കാർ അവിടെ ഉണ്ടല്ലോ. ജോഗിക്ക് പൃഥ്വിരാജിന്റെ അതേ സൗണ്ട് ഉണ്ട് കേട്ടോ. സൗണ്ട് വയറിലൊക്കെ വേണം എനിക്ക്. എന്തേലും മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം വേണം. ഒളിച്ചും പാത്ത് സംസാരിക്കണേ. ഇത് അർദ്ധനാരിയിലെ മനോജ് ഗേജൻ തങ്കനും എന്നൊക്കെ പറഞ്ഞിട്ടിരുന്ന അടിച്ചാൽ തിരിക്കുക കണ്ണാപ്പിയെ. ഉള്ള കാര്യം പറഞ്ഞേക്കാവേ. ബോബ് സാർ ജീവനുണ്ടോ? ബോബ് നക്ഷത്രം. ഓക്കെ ഓൾ ഗുഡ്. പറയടാ സക്കീറേ. എടാ നിന്നെയല്ലടാ ഞാൻ കാണാത്തത്. നിന്നെയല്ലേ കാണാത്തത്. നമ്മളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. നീ അവിടെ ഞാൻ ഇവിടെ താഴെ ലോഗോടെ അവിടെ ഉണ്ടറാ. ലോഗോ ഇല്ലേ ടിവിയുടെ ലോഗോ. ടിവിയുടെ ലോഗോട് ഇങ്ങോട്ട് വാ. ഇവിടെ വന്നിട്ട് സംസാരിച്ചിട്ട് കഴ കഴിഞ്ഞ മറ്റവന്റെ കഴ കഴിഞ്ഞ ക്രാഷ്. ഹലോ ബർത്ത്ഡേ ആണോ? ഹാപ്പി ബർത്ത്ഡേ വല്ലവനെ. അല്ലണ്ണാ ഇപ്പൊ വന്നില്ല. ഇപ്പൊ വന്നോളാം. പിന്നെ ഡ്രസ് മാറിട്ടോ പെട്ടെന്നാട്ടോ. അല്ലല്ല ഒരു കാര്യം അണ്ണന് ദർശനെ ഇപ്പൊ കണ്ട്. ദർശന എന്റെ അടുത്ത് അണ്ണന്ന് പോയി. ഞാൻ ഡ്രസ് മാറിട്ടോ. ഇത്രയും ഒരു പൂച്ചാണ്ടി ഒന്ന് പറയിക്കണേ. അല്ലല്ല ഇത്രയും ഇറസ്പോൺസിബിൾ ആയിട്ടൊരു കോഹ് ലീഡറിനെ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല. സീരിയസ്നെസ് ഇല്ല. നമ്മുടെ ചരിത്രത്തിൽ പല കോഹ് ലീഡേഴ്സും പലരും വന്നിട്ട് ഇത്രയും കുട്ടിക്കളിയും കളിച്ച് ഈ ഒരു കണക്കുമില്ല ഒന്നുമില്ല. അത് 24 മണിക്കൂറും ആ അലീനയുടെയും കൊച്ചിന്റെയും പുറകെ ഇങ്ങനെ മണപ്പിച്ച് നടക്കുന്ന ഒരുത്തിനെ ഒന്നും കോഹ് ലീഡറായിട്ട് വെക്കേണ്ട. സ്വന്തം ഭാര്യയല്ലേ ജോക്കി? അത് സ്വന്തം ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് ഒരു പരിധിയില്ല സ്വന്തം ഭാര്യയോട് നടക്കുന്നതിന്. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഫാമിലിയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണമല്ലോ. വേറൊരു കാര്യം പറയട്ടെ, ദർശനെ നാളെ ഒന്ന് കാണുന്നുണ്ട് ഞാൻ. എന്തിനാണ് ജോക്കി? അതൊക്കെ ഉണ്ട്, വഴിയെ പറയാം. പക്ഷെ ഇത് കുറച്ച് സീരിയസ് ആയിട്ട് പറയണം കേട്ടോ ചന്ദ്രന്റെ കാര്യം. ചന്ദ്രന്റെ സീരിയസ് ആയിട്ട് പറയാം ജോക്കി. അതല്ല പറയണേ, ഇത്തിയിൽ ഒരു 3 കോഹ് ലീഡറിനെ ആക്കാൻ പറ്റുമോ? ജോക്കിയെ ഞാൻ ഇപ്പൊ കോഹ് ലീഡർ ആക്കിയേനെ. വേണ്ട മോനെ, ഞാൻ ഇവിടെ ഇരുന്നോളാം, ഇത് ഉള്ള പോലെ ഇരുന്നോളാം. അല്ലെങ്കിൽ ഒറ്റ വഴിയുള്ള ചന്ദ്രനെ കോഹ് ലീഡറിൽ നിന്ന് മാറ്റണം. വേണ്ട 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 വേണ്ട, നീ ആ പ്രാക്കും കൂടെ എടുത്ത് എന്റെ തലയിൽ കൊണ്ടുവെക്കാൻ. അവനുണ്ടല്ലോ, അവനൊക്കെ ഉണ്ടല്ലോ, അവനൊക്കെ പ്രാഗുന്ന ടൈപ്പാണ്. വിശ്വസിക്കാൻ പറ്റത്തില്ല. പിന്നെ അല്ല, ചാറ്റിനകത്ത് പറ്റുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതെ അതെ, ഞാൻ ക്യാമറ താത്ത് വെച്ചാൽ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതാ പറ്റും പറ്റും പറ്റും. കഴിവേറി
താങ്കളുടെ ആദ്യത്തെ കാണാൻ പറ്റുമെന്ന് അവര് പറഞ്ഞതാ നോക്കി. എന്നെ എനിക്ക് അറിഞ്ഞൂടാ. കുശുമ്പിന് മരുന്നില്ല. ഏത് കുശുമ്പ്? അളിയ ഗോഗു എന്ത് പറ്റിയടാ? അല്ല ഞാൻ കുശുമ്പിന് മരുന്നില്ലെന്ന് ഇങ്ങനെ രായരുടെ അടുത്ത് പറഞ്ഞാണേ. ആണല്ലേ? അതെ അല്ല നിന്റെ അടുത്ത് മാറിപ്പോ പറഞ്ഞത് വിഷമമായോ ജോക്കി അങ്ങനെ പറഞ്ഞത്? വിഷമാടാ. ഒരു മിനിറ്റ്, ഒരു കോള്. എനിക്ക് എന്ത് വിഷമം? ഹലോ സ്റ്റീവ് പറ. അണ്ണ ഒരു ചെറിയൊരു കാര്യം പറയാനായിരുന്നു. ഓക്കേടാ പറഞ്ഞോടാ, എന്താണ് ചെറിയ കാര്യം? അണ്ണ ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ അന്ന് അണ്ണന് ഞാനൊരു വണ്ടി ഇറക്കുമെന്ന് പറഞ്ഞ് ഓർമ്മയുണ്ടോ? അതൊരു ദുർബല നിമിഷത്തിൽ അതൊന്ന് ഇറക്കേണ്ടി വന്നു, റിവീലായി പോയി. വണ്ടി റിവീലായ? പിന്നെ ശരത്തേട്ടനോട് ഇറക്കി. പിന്നെ ശരത്തേട്ട ഒരു കാര്യം കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കാണിച്ചാൽ കൊടുത്തു. അയ്യോ സോറി അണ്ണുവിന് ലോഗോടോട്ട് കൊണ്ടുവരുമോ? ടിവിയുടെ ലോഗോടോട്ട് അങ്ങോട്ട് കൊണ്ടുവരുമ്പോ എടാ ആ വണ്ടി ഇറങ്ങി, എന്നിട്ട് എന്റെ വണ്ടി ഇതുവരെ ഇറങ്ങിയില്ല. എടാ ഞാൻ എന്റെ ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങളുടെ അടുത്തൊക്കെ. എന്നെ കൊതിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തർ ഓരോ സാധനം ഒരു ദിവസത്തേക്ക് സർപ്രൈസ് ആയിട്ട് തരും. KVAക്കാർ ഒരു ഡ്രസ്സും വണ്ടിയും കൊണ്ടുവന്നായിരുന്നു, പിന്നെ എനിക്കത് കിട്ടിയിട്ടില്ല. അതിനു മുമ്പ് പല വണ്ടികൾ വന്നു, പല സാധനങ്ങൾ വന്നു, ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ ആകെ ഉള്ളത് ഇപ്പൊ എൻ്റെ ഒരു നല്ല വണ്ടി എന്ന് പറയാം ഹർലിനും മറ്റേ മസ്താഗില്ലേ നമ്മുടെ സാഗുരു തന്നെ. എടാ അത് ഐറ്റം വണ്ടിയാടാ അത്. അത് നോക്കിയാൽ കഴിയുന്ന ഷെയ്ക്കൊക്കെ ഓടിച്ചോണ്ട് നടക്കണം. അവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അത് കിട്ടില്ല. സിറ്റിയിൽ എല്ലാവർക്കും ആ വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. സിറ്റിയിൽ എല്ലാവർക്കും ആ വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. കൊമ്പനുണ്ട്, അതായത് സാഗുരു തന്ന വണ്ടി കൊമ്പനുണ്ട്, നല്ലൊരു വണ്ടി കേട്ടോ. അത് ആ മസ്താഗില്ലേ അതൊരു സാധനമാണ്. അതെല്ലാം സിറ്റിക്കകത്ത് അപ്പാപ്പനോട് കുറെ പേര് വന്ന് ആ വണ്ടി തരുമോ, ആ വണ്ടി കിട്ടുമോ, എത്ര രൂപ വേണേലും പ്രീമിയത്തിൽ തരാന്നൊക്കെ പറഞ്ഞ് കുറെ പേര് വന്നായിരുന്നു. ആ ബ്രോങ്കോ ഉണ്ട്. ബ്രോങ്കോ പിന്നെ ഈ ബ്രോങ്കോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലടാ. ഈ ബ്രോങ്കോ ജിംനിക്കും ബ്രോങ്കോയ്ക്കും ക്രോസ് ആയിപ്പോയി ഈ ബ്രോങ്കോ. അപ്പാപ്പൻ അപ്പാപ്പ സിറ്റി കത്തിയോ അപ്പാപ്പ? 20 PL എന്റെയൊക്കെ ഇപ്പഴാ കത്തി, നിങ്ങളെ നേരത്തെ കത്തിയല്ലേ? ഇല്ല ഞാൻ ഇറങ്ങിയപ്പോ എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നതാ. വരുമോ നിങ്ങൾ? ക്ലിയറോ? ബ്രാവോ ഉണ്ടോ ഇവിടെ? കത്തനെന്നാണ് പറഞ്ഞാട്ടാ ബ്രാവോ. അല്ലെ നീ ഒന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ നമുക്ക് 5 ഒന്ന് അന്വേഷിച്ചാൽ നമുക്ക് കളിക്കായിരുന്നു. പറയല്ലേ അളിയാ ഇങ്ങനെ. എനിക്ക് മാനസികമായി ഞാൻ തളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അളിയാ ഞാൻ പിന്നെ ബാർക്ക് സ്ട്രെയിൻ ചെയ്യൂലേ. അണ്ണാ ഒരു ഗ്യാപ്പ് എടുക്കണ്ട, അണ്ണാ ഹാപ്പി ആയിട്ടൊക്കെ വന്നാൽ മതി. കാര്യം പറയട്ടെ, നീ 6 മാസത്തെ ഗ്യാപ്പ് എടുത്തിട്ട് നീ എന്റെ അടുത്തത് പറയണ ബാല. എല്ലാവരുടെ മനസ്സിലിപ്പൊക്കെ കണ്ടല്ലോ. ലേഡീസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അണ്ണു നോക്കിയോളാം. എടാ നിങ്ങളെ കുറച്ചു ദിവസമൊക്കെ അല്ല 3-6 കൊടൈക്കനാലോ നിനക്ക് വേണ്ടേ ഒരു വേണ്ടടാ, ഒരു റിലാക്സേഷൻ റിലാക്സേഷൻ ഒക്കെ വേണ്ടേ, അല്ലെങ്കിൽ ഇത്ര നാളും വെളിയുള്ളവരെ പറഞ്ഞോളൂ, ഇപ്പൊ കൂടെ ഉള്ളവര് പറഞ്ഞു തുടങ്ങിട്ടോ. ആൾക്കാർ പറയുന്ന അങ്ങനല്ല. ഓഹോ ഉണ്ടച്ച വന്ന് പറയില്ലല്ലോ നിനെപ്പല്ല. അപ്പാപ്പനെന്ന് വിളിച്ചാ നമുക്ക് ടെറസർവറിൽ ഗ്യാങ് ഹൗസ് ഉണ്ടോ? എന്നാ വാ നമ്മള് മീറ്റിംഗ് നമ്മൾ മാത്രമല്ലോ ടെറസർവർ കയറാൻ വാ. ലോഡ് വെക്കാൻ വേണ്ടി എടുത്ത് കളയൂലേ? അല്ല ഗ്യാങ് ഹൗസ് ഉണ്ടല്ലോ. ഗ്യാങ് ഹൗസ് ഒക്കെ ഉണ്ട്. ഇല്ലെങ്കിൽ അവിടെ ഇറങ്ങിയിട്ട് ഇരിക്കാം, കുഴപ്പമില്ല.
വണ്ടിക്കാരനെ അപ്പാക്കി തരാം. എടാ ഈ ടർസറിന്റെ ഐ പി ഒന്ന് പറയാം. റെഗുലർ ആയി വന്നില്ലെങ്കിൽ ആ, ഇങ്ങനെയൊക്കെ ഐ പി Regular ആയിട്ട് വന്നാലും കാണിക്കില്ല. ഇങ്ങനെ ഞാൻ regular അല്ല ആയിട്ട് എനിക്ക് വന്നാൽ അയച്ചു തന്നാ മതി, ആരാധിക്കുന്നു. എനിക്ക് അയച്ചു തന്നാ മതി. നിക്ക് അപ്പാപ്പനോട് ചോദിക്കട്ടെ അവിടെ കയറി ചെയ്യാൻ പറ്റുമെന്ന്. നിങ്ങൾക്ക് പിന്നെ നമ്മളോട് മെയിൻ സെർവർ വാങ്ങിച്ചിട്ട് ഇത് വാങ്ങിച്ചില്ലേ? സിറ്റി അപ്പ എന്നാണ് ഞാൻ ഇത് കേട്ട് നോക്കട്ടെ. അത് വീണ്ടും പോകും. അല്ല അപ്പാപ്പനോട് ചോദിക്കാം അവിടെ കയറാൻ പറ്റുമെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ അങ്ങ് ചെയ്ത് തീർത്തിട്ട് ഇറങ്ങാം. അല്ലെങ്കിൽ ആ ഫ്ലോ പോയിക്കൊണ്ടിരിക്കും. അവിടെ കയറി നോക്കിയല്ലേ അപ്പൊ? കണക്ട് ചെയ്തു ഏതിനകത്ത്? അപ്പാപ്പ ടെർസർവർ കയറിക്കോട്ടെ. ടർസറോ ആ ടെർസറിൽ ചെയ്യാം നമുക്ക്. നമ്മള് മാത്രല്ലേ ഉള്ളൂ. ആണോ? ആ അങ്ങനെ നമുക്ക് ടർസറിലോട്ട് കയറാം. സീറ്റ് നമ്മുടെ ഇതുണ്ടല്ലോ, ഗാംഗസ് ഉണ്ടല്ലോ. ഗ്യാങ് ആ okay. ടെർസറിൽ കയറാം. ഇത് ഇതാണോ ഇത്? എല്ലാവരും ഒന്ന് ദയവേത് hide ചെയ്യണം. ദയവേത് hide ചെയ്യണം. നേരത്തെ കേറിയവർക്ക് ഹിസ്റ്ററി കിടപ്പുണ്ടോ? അതില് വൈലിസ്റ്റ് ആണോ? വൈലിസ്റ്റ് ആണോ അതില്? എടാ എനിക്കിവിടെ എടാ, ഈ വൈറ്റ് ലിസ്റ്റ് ഒക്കെ വേണോ? പിന്നെ അണ്ണന്റെ ഹിസ്റ്ററി കാണുന്ന വാസണ്ണ. എന്നെ ഹിസ്റ്ററി വഴി നോക്കി. അല്ലടാ ടർസർ ആണെങ്കിൽ വൈറ്റ് ലിസ്റ്റ് വേണോ? വേണ്ട വേണ്ട വേണ്ട. ഇന്റർവ്യൂ ഉണ്ട് അണ്ണു. അപ്പൊ പോണാ ബോബേ എനിക്ക് വയ്ക്കടാ. എല്ലാരും സ്ക്രീൻ ഹൈഡ് ചെയ്തിട്ട് ചെയ്യാവേ. മറക്കല്ലേ. ഇവിടെ മോനെ എനിക്കൂടെ വയ്ക്കടാ. നീ കണക്ട് ചെയ്യണം. ഒരു മിനിറ്റ്. സ്ക്രീൻ ഹൈഡ് അല്ലേ? ഹിസ്റ്ററിയിൽ ഉണ്ടെങ്കിൽ ഹൈഡ് ചെയ്യണ്ട. ഹിസ്റ്ററിയിൽ ഉണ്ടെങ്കിൽ ഇല്ലാത്തവര് ചേട്ടൻ കഴിച്ചോ ഏട്ടാ ഫുഡ്? കഴിച്ചോടാ എടാ കുണ്ടൻ നിക്കോണേ. നീ ഇനി ഇവിടെ വന്ന് അതിന് എന്തേലും പറഞ്ഞത് ഇനി അടിച്ച് എത്തിരിക്കുവേ. നീ അവന്റെ ഭാര്യയാണല്ലേ? വന്ന് എന്നെ ഊട്ടാനിരിക്കുന്നു. ഓരോന്ന് ലൈവിനകത്ത് പറഞ്ഞിട്ട് കണ്ടന്റ് ആക്കിയിട്ട് വന്നിട്ട് അതിനകത്ത് എന്നെ പോയി മെൻഷൻ ചെയ്തിട്ട് എനിക്ക് അയച്ചു തരുന്നവൻ. അത്രേ ഉള്ളൂ. അതൊന്നും ഇല്ല. നിക്കോൺ കൂറക്കറി കിടന്നോ കല്യാണത്തിന് മുന്നേ. എടാ ഇതെന്ത്? എടാ ടെർസർവർ ഡൗൺ ആ. ഫെയിൽഡ് ടു ഫെച്ച് യുവർ ഡിസ്കോർഡ്. കണക്ട് ചെയ്താ മതി അണ്ണ. അല്ലല്ല അത് അങ്ങനെ വരുടാ. എനിക്കും അങ്ങനെ ഒന്നാമത് തന്നെ അങ്ങനെ തന്നെയാടാ രണ്ടാമത് കണക്ട് ചെയ്തിട്ട്. എനിക്കും അങ്ങനെ തന്നെ അതെന്താണ്? ആ എനിക്ക് കണക്ട് കളിയാണ്. അത് ഡ്രീമർ നിന്റെ മൂഞ്ചിയ പി സി ആയതുകൊണ്ടാണ്. അത് മാറ്റി കേട്ടോ. അത് അളിയാ നീ കയറണ ഞാൻ കയറൂല. ഞാൻ കയറി കഴിഞ്ഞാലേ ഞാൻ ഓൾറെഡി കയറി. മറ്റേ നീ എവിടെ താഴെ ഞാൻ പിക്കാൻ വരാം. ഗരാജില് ഞാനൊരു കാര്യം പറയട്ടെ. എടാ ടെർസർവർ ആണ് എന്ന് പറഞ്ഞു മറ്റേ ലൈവിലിരുന്ന് മെസ്സ് ഒന്നും പറഞ്ഞേക്കല്ലേടാ ദേവി ചന്ദ്ര. മനസ്സിലായോ? കേട്ടാ ഇത്ര കൊണ്ടാവൂല ഇതടിക്കാൻ. അപ്പാപ്പാ വൈലിസ്റ്റ് ഇതാ. ഇതില് പിയല് വിടുന്നു. എനിക്കും ഇല്ല എനിക്ക് കൂടുതൽ സീറോ ആണല്ലോ ബി എൽ. എനിക്ക് എടാ ആരും കാണിക്കുകയും ചെയ്യില്ലടാ ദേവി ഇത്. അപ്പാ വൈലിസ്റ്റ്. അപ്പാപ്പാ വൈലിസ്റ്റ്. വെറുതെ അവിടെ അടിച്ചാവൊന്നും ചെയ്യല്ലേ ദേവി. എവിടോട്ട് വരണേ? ഗ്യാങ് ഹൗസിലോട്ട് വരണേ. ചുമ്മാ അവിടെ പോയി അടിക്കാനും പിടിക്കാനും നിൽക്കല്ലേ. എടാ ഇതെന്തൊരു കോലമാടാ എന്റെ. എങ്ങനെയാടാ താന്ന് പോകുന്നത്? സാധനം താണ് പോണത്. മുപ്പതായില്ലേ? അതിന്റെ ക്ലോസ് 30 ആയില്ലേ? അതിന്റെ ഒരു വയസ്സിന് പ്രായക്കുറവല്ല. ഒരു വയസ്സ് വെറും ഒരു വയസ്സ്. എടാ ഈകളെ നീ ഇവനൊക്കെ മറുപടി പറയുന്ന എന്തിനാടാ? ഇന്ന് കുറച്ച് സമയം എടുക്കീളെ. വാണക്കണ്ടിക്കൊക്കെ മറുപടി വേണ്ടേ? ശരത്തേട്ടൻ രണ്ടി നീ വന്ന് നോക്ക്. പിടിക്കാൻ പിടിക്കാൻ പോലെ ചന്ദ്ര ബിഹേവ് ബിഹേവ്.
പറഞ്ഞിട്ട് വണ്ടിക്കകത്ത് ഒരാളുടെ വരുന്നു, ഓടി വരുന്നു, ലെഫ്റ്റ് സ്നൈപ്പ് ഓടി വരുന്നു. എടാ ഗാംഗ്രസ് എവിടെയാണ് ഇടുന്നത്? ഇവിടെ ബോട്ടം ഒന്ന് നിലത്തോട്ട് ഇറക്കോ വണ്ടി. ഗാംഗ്രസ് ഇല്ലേ? ഉണ്ട്. എടാ നമ്പർ പറഞ്ഞേ. വണ്ടി ഒന്ന് നിലത്തോട്ട് ഇറക്കടാ. ജാക്കറ്റ് 605. വണ്ടി നിലത്താ. എന്റെ ഇതിന്റെ മണ്ടയിലാ. വേറെ വണ്ടി സ്പോണാക്ക്, വേറെ വണ്ടി എല്ലാം സ്പോണാക്ക്. സിറ്റി വാ. എടാ ഗ്യാങ് അല്ല റേഡിയോ 83 എല്ലാരും 83 കണക്ട് ചെയ്യും. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. പേരില്ലേ? വാട്സ്ആപ്പ് ടി വി ഉണ്ടല്ലോ. ഇത്ര ലേറ്റ് ആയി പോയി. എന്താ നടന്നതെന്ന് പറയോ? ഒന്നും നടന്നില്ല. ഗ്യാങ് മീറ്റിംഗ് നടക്കാൻ പോണതേ ഉള്ളൂ. എല്ലാവർക്കും വെൽക്കം. വ്ളോഗ് എന്തായി? വ്ളോഗ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് അവൻ എഡിറ്റ് ചെയ്യാനുള്ള താമസം. ഇനി എഡിറ്റ് ചെയ്ത ഉടനെ വരും. കെവിയുടെ ഗാങ്സ് ഇല്ല, കെവിയുടെ ഗ്യാങ്സ് ഇല്ല, നമ്മുടെ ഗാങ്സ് ഉണ്ട്. നമ്മുടെ ഉണ്ടാ നമ്മ സെർവർ പിന്നെ അല്ലാതെ ഗ്യാങ് ഫണ്ട് വെക്കും. ഇന്ന് ഗ്യാങ് ഫണ്ട് വെക്കും. കാരണം നമ്മൾ കഴിഞ്ഞ വട്ടം ഗ്യാങ് ഫണ്ട് പറഞ്ഞിട്ട് ഞാനുണ്ടല്ലോ, ഞാൻ ലൈവിൽ വന്നു ഗ്യാങ് ഫണ്ട് മന്ത്ലി കളക്ട് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ പ്ലേയേഴ്സിന് കുറച്ച് പേർക്ക് ഈ പറഞ്ഞതുപോലെ കുറച്ച് അസൗകര്യങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം എനിക്ക് ഇത്ര ആൾക്കാർ മാത്രമായിട്ട് മാറ്റി കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഫുൾ ആൾക്കാരുടെ ലിഫ്റ്റ് ചെയ്ത് കൊടുത്തത്. പക്ഷേ ഈ മാസം എന്തായാലും ഞാനൊരു ഗ്യാങ് ഫണ്ട് കളക്ഷൻ പറയുന്നുണ്ട്. കാരണം നമ്മുടെ ഫണ്ട് ഇല്ല. ഇനി എന്തെങ്കിലും ഇവന്റ് വരുവാണെങ്കിലും നമുക്ക് കുറച്ച് ഫണ്ട് വേണം. അപ്പൊ കുറച്ച് വലിയ ടാർഗറ്റ് ഒന്നും അല്ല, കുറച്ച്. കേവേ തന്നില്ല ന്യൂ ജീപ്പ് എനിക്ക് കിട്ടിയില്ലടാ. എടാ എല്ലാരും കേറിയോ? ബാക്കിയുള്ളവരൊക്കെ വരും. വന്നോ? ഞാൻ 1 2 3 4 5 6 7 8 9 11 12 13 14 15 16 17 18 പേര്. റേഡിയോയിൽ എത്ര പേരുണ്ട്? 13 പേര്. ഓരോന്നൊക്കെ എടുക്കുമ്പോ നോക്കി എടുക്കണേ. എടാ ഞാൻ ഇത് റിവീൽ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോടാ? അപ്പാപ്പനാണ് ഇപ്പൊ വിളിച്ചേ? ആരോ വിളിച്ചു. നീയാണോ വിളിച്ചാ? ഉമ്മെന്നോ? എടാ അതല്ലടാ, ടർഫിന്റെ IP റിവീൽ ആക്കും തോന്നുന്നുണ്ടോന്ന്. ഞാൻ അവൻ F8 ഒക്കെ എടുക്കുമ്പോ നോക്കണോന്ന് പറഞ്ഞതാണ്. മനസ്സിലായ? F8 എടുക്കുമ്പോ നോക്കണോന്ന് പറഞ്ഞാ. നിങ്ങൾക്ക് എന്താടാ, നിങ്ങൾ എന്താ പറയണേ? F8 എടുക്കുമ്പോഴേ ഓരോന്നൊക്കെ എടുക്കുമ്പോ റിവീൽ ആവാതെ നോക്കണോന്ന് പറഞ്ഞാണ്. കാരണം ഇവിടുത്തെ PL അടിച്ചു കയറ്റി കഴിഞ്ഞാൽ ഇവിടുത്തെ ടർഫ് സെർവറിന് വേറെ IP-യാ. അന്ന് വേറെ ഏതോ ജാക്കറ്റ് ഒക്കെ ഇട്ട് വരണം. അണ്ണന്റെ ജാക്കറ്റ് എന്ത് ഇട്ട് വരണുണ്ടോ? ഇത് എന്റെ ഉടുപ്പാ. വേറൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് അങ്ങ് എടുത്തിട്ടുണ്ടോ? നിന്റെ ഉടുപ്പ് എന്റെ ഉടുപ്പെന്നൊക്കെ ഉണ്ടോ? ഇത് ടിവിയുടെ ഗാങ്ക്രസ് അല്ല. എടാ എനിക്ക് അറിയാന്ന് ടിവിയുടെ ഗാങ്ക്രസ് ഇടാൻ പറ്റിയില്ല. അതിന് മുന്നേ ഇത് കിട്ടിയിട്ട് ഞാൻ ടപ്പെന്ന് പറഞ്ഞ് ഇറങ്ങിയില്ലേ. ഞാനവിടുന്ന് KVP-യുടെ ഗാങ്ക്രസ് ഇട്ട് വന്നത് കേട്ടോ. ബാക്കിൽ പരുന്ത് വാസു. ഇത് KVP-ക്കാർ എനിക്ക് തന്നതാ. പായും എയും 6 മാത്രമേ ഉള്ളൂ, പിന്നെ വാസുവാ. ഇവിടെ എന്റെ ചെറിയ ലുക്കിൽ കഫേയുടെ ഫ്രണ്ട് വഴി പോയത്. ഞാനുണ്ടല്ലോ ചന്ദ്രനെതിരെ നല്ല രീതിയിൽ പ്രതിഷേധിക്കും കേട്ടോ. കൂടെ പിടിച്ചോണേ. അതത്രേ ഉള്ളൂ ചോക്കി, അത്രേ ഉള്ളൂ. എവിടെ ചന്ദ്രന്റെ ഇടയാണോ? വെയിറ്റ് ചെയ്യാൻ വരാം. വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഹലോ
ജോക്കി പറ ജോക്കി പറ ജോക്കി പറ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗണ്ണിന്റെ കേസ് പിന്നെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഗണ്ണിന്റെ കേസ് ജോക്കി ഉണ്ടല്ലോ, എനിക്കൊരു നല്ല ഡൗട്ട് ഉണ്ട് ജോക്കി. അതായത് ഇവനെ ഇടക്കിടക്ക് വന്ന് ഗ്യാങ്ങുകളെ ഹെൽപ്പ് ചെയ്യാനാന്ന് പറഞ്ഞ് ഗണ്ണ് ചോദിക്കുന്നു. നമുക്ക് തൽക്കാലം വെറുതെ ഇരിക്കുവല്ല. ഇല്ലല്ല ഞാൻ കൊടുത്തില്ല. കറക്റ്റ് എണ്ണം കയ്യിലുണ്ടോ? പിന്നില്ലാതെ. പാക്കറ്റ് കൊള്ളാം കേട്ടാ. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, മറ്റേ ചന്ദ്രബോസ് ഇല്ലടാ നമ്മുടെ ആ ബുദ്ധിയില്ലാത്ത കോ ലീഡർ, മെയിൻ സിറ്റി കയറി 83 റേഡിയോ കണക്ട് ചെയ്തിരിപ്പുണ്ട് കേട്ടാ. ആരും വരുന്നില്ലെന്നൊക്കെ പറഞ്ഞ അവിടെ മെസ്സേജ് അടിച്ചിരിക്കണം അവിടെ. ഇത്രയും ബുദ്ധിയില്ലാത്ത ഒരുത്തിനെ ഞാൻ എങ്ങനെ എടുത്ത് വെച്ചിരുന്നത്? നിനക്ക് ഉറക്കൊന്നുമില്ല. ഞാൻ ഇന്നലെ നിങ്ങളുടെ അടുത്ത് വന്നത് എന്നിട്ട് ഉറങ്ങാതെ മൂങ്ങയെ പോലെ രാവിലെ 7 മണിക്ക് എണ്ണീറ്റ് ഇടിയപ്പം കടലക്കറിയും കഴിച്ചിട്ട് ഞാനും പിറ്റാച്ചിയും വണ്ടി ഓടിച്ച് എന്റെ വീട്ടിൽ വന്നു. എന്നിട്ട് കിടന്നുറങ്ങി ഇപ്പോഴേ എണ്ണീറ്റത്. എല്ലാം റീസെറ്റ് ആയി എല്ലാം. ഇപ്പം ഞാൻ പറയുമ്പോ പകൽ, ഞാൻ പറയുമ്പോ രാത്രി. മനസ്സിലായോ? എണ്ണിക്കുന്നത് രാത്രിയില്, ഉറങ്ങണത് പകലും. ജീവിതം വെറുത്തറ. ഞാൻ ഒരു 5 ദിവസമായിട്ട് എനിക്ക് ഉറങ്ങാൻ എന്തെങ്കിലും കലക്കി തരണേ. ഇന്ന് ഉറക്കില്ലാണ്ടിരിക്കണ അങ്ങനെ പറ്റില്ല. ഉച്ചയാകുമ്പോഴത്തേനും ഞാൻ ഉറങ്ങി പോവാ. 16 പേരേ ഉള്ളൂ. 17 വരായാലോ ഇപ്പൊ നമ്മള് സിറ്റിയിലെത്തും. അവരെല്ലാം വരുന്നേ ഉള്ളൂ. വൈറ്റ് ലിസ്റ്റ് കിട്ടിയുള്ളൂ എല്ലാവർക്കും. കുറച്ച് പേർക്ക് വൈറ്റ് ലിസ്റ്റ് കിട്ടാറുണ്ട്. ഒരു 5 മിനിറ്റ് എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണം. ഒരു 5 മിനിറ്റ് നമുക്കൊരു 10:55 56 ആകുമ്പോഴത്തേനും തുടങ്ങും. ഹൗസ് ദേവൂട്ടൻ കുഴപ്പമില്ല ബ്രോ, കുഴപ്പമില്ല, ഓക്കെയാണ്. ഇപ്പൊ റിയൽ ബാറ്റ്മാൻ ആയോ? സത്യടാ, ഇത് എനിക്ക് ഇങ്ങനെ പോയ എന്തെങ്കിലും വരും കോപ്പ് പണ്ടാരം. ഉറക്കം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കൈസ്, ഉറക്കം. അത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു പകല് കുറച്ചൊരു 10-11 മണിക്കെങ്കിലും എണ്ണീക്കാൻ നോക്കണം. ഞാൻ വിചാരിക്കുന്ന റൂട്ടീൻ എന്ന് പറഞ്ഞാൽ ഒരു 3 മണിക്ക് ഉറങ്ങിയിട്ട് 11 മണിയാകുമ്പോൾ എണ്ണീക്കുക. അതാണ് എന്റെ ടാർഗറ്റ്. പക്ഷെ അത് നടക്കുന്നില്ല എനിക്ക്. അത് നടക്കുന്നേ ഇല്ല ഒരാഴ്ചയായിട്ട്. 24 hours ലൈവ് ഇവിടെ സെറ്റ് ആവുന്നു. വേണ്ട വേണ്ട, കത്തു പോവും. അണ്ണാ ആ ഡ്രസ് ഇട്ട് പോകുന്നു. എടാ അല്ല ജോക്കി ഇട്ടേക്കടാ, ജോക്കി ഇട്ടേ. പ്രീ വർക്കൗട്ട് നിന്ന് ഉറക്കം വരുമെന്ന്. ഉറക്കം വരും. പക്ഷെ അത് പ്രീ വർക്കൗട്ട് നിന്നിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയാൽ ചിലപ്പോഴേ കിഡ്നി ഒക്കെ അങ്ങ് പോകും. മനസ്സിലായ? എന്താ പരിപാടി ഒന്നുമില്ല. ചുമ്മാ ഇങ്ങനെ ചാടി വണ്ടിയുടെ ഉണ്ടെങ്കിൽ കയറി, പിന്നെ അവിടെ നിന്ന് നിരക്കി താഴെ ഇറങ്ങി ഇപ്പുറത്തെ വണ്ടിയിലൊക്കെ കയറി, പിന്നെ 3ാമതൊരു വണ്ടി ഉണ്ടെങ്കിൽ അതിലും കയറി ഇനി ചുമ്മാ ഇരിക്കുക. ഉറക്കി എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം ഉണ്ടോ? എന്റെ ലൈവിൽ തന്നെ പേടിച്ചിരിക്കും ഗൈസ്. ഇന്ത്യ ലൈവിൽ തന്നെ പേടിച്ചിരിക്കും. ഹൗ ഇസ് ലൈഫൊക്കെ അടിപൊളിയാ. പക്ഷെ എന്തൊക്കെ ഒരു ഈ ഉറക്കമൊന്നും ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. മെന്റലി പോയിരിക്കുകയാണത്. ഞാൻ അതുകൊണ്ടല്ലേടാ ഇപ്പൊ വേറെ പ്രശ്നങ്ങളിലൊന്നും ഇടപെടാതെ. എന്റെ പ്രശ്നം തന്നെ എനിക്ക് അധികമാണ്. ഹൈനയുടെ അപ്ഡേറ്റ്. ഹൈനയുടെ പണിയെല്ലാം കഴിഞ്ഞ് കഴിച്ച് അവന് ലോഞ്ച് ഇവന്റ് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഫൈനൽ നമ്മുടെ ലിവറിയിൽ നമുക്ക് 3 കളർ ആഡ് ചെയ്യണമല്ലോ. ഹൈനയിൽ നമുക്ക് 2 കളറെല്ലാം ഉള്ളായിരുന്നു. 3ാമത്തെ കളർ ആഡ് ചെയ്യണ്ടേ? ലിവറിയുടെ പണിയോടെ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഒരു ഡിഫറെന്റ് കോൺസെപ്റ്റ് ഉണ്ട് ആ വണ്ടിക്ക്. ഹൈനയ്ക്ക്, അതായത് നിങ്ങൾക്ക് കണ്ട ഹൈന അല്ല എന്ന് ഒരിക്കലും തോന്നില്ല. ഹൈനയാണ്, പക്ഷേ ബട്ട് സംതിങ് ഡിഫറെന്റ് ഹൈന. ഇങ്ങനെ പോയാൽ പെട്ടെന്ന് തീരും. അതെനിക്കറിയാം. ഇങ്ങനെ പോയാൽ പെട്ടെന്ന് തീരും. ഉറക്കമില്ലാതെ ഇങ്ങനെ പോയാൽ പെട്ടെന്ന് തീരും. ഡെവലപ്പർ അപ്ഡേറ്റ്. ഡെവലപ്പറെ നമ്മൾ ഓൾറെഡി ഹയർ ചെയ്ത് ബ്രോ. നമ്മളൊരു പുതിയ വൈ മാപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതൊരു RP ചെയ്യാനുള്ള ഒരു വൈ മാപ്പ് TVക്ക് വേണ്ടിയിട്ട്. നമ്മൾ മിക്കവാറും അങ്ങനത്തെ എല്ലാം ഈ ടെർസറോറിലേ ചെയ്യുള്ളൂ. കാരണം ഇനി അങ്ങനത്തെ ഒരു ഇവന്റ് പണ്ടത്തെ പോലെ നമ്മൾ പ്ലാൻഡ് RP അല്ല, പ്ലാൻഡ് ഇവന്റ്സ് ഉണ്ടല്ലോ, നമ്മൾ ഇവന്റ് ആയിട്ട് കൊണ്ടുവരുന്ന മൊത്തം ഞങ്ങൾ ഇവിടെ ചെയ്യുന്നുള്ളൂ. ആർക്കെങ്കിലും വേറെ നമുക്കിപ്പോൾ ബ്ലാക്ക് മാഫിയോ അങ്ങനെ എല്ലാവർക്കും ഇൻവോൾവ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ കൊടുത്തിട്ട് ഇവിടെ കയറ്റി ചെയ്യുക. അതാണ് നല്ലത്. എല്ലായിടത്തും പെട്ടെന്ന് വരാൻ പറഞ്ഞാ ഡിലേ ആക്കില്ലടാ. സെയിം ബട്ട് ഡിഫറെന്റ്. അതെ.
നീ ഈ തുള്ളി കളിച്ച് നടന്നല്ലടാ നീ ക്രാഷ് ആവുന്നത്. നീ അനാവശ്യ പ്രോപ്പിലൊക്കെ പോയി ഇടിച്ച് നീ ഈ മൂഞ്ചിത്തരെല്ലാം കാണിച്ചാണ് നീ ക്രാഷ് ആവുന്നത്. നീ അടങ്ങി ഒരിടത്ത് നിന്നാ നീ ക്രാഷ് ആവൂല. നിനക്ക് ശരിയാട്ടാ നല്ല രസമല്ലേ സത്യം. കൊള്ളാം. ഇന്ന് ഫോറസ്റ്റ് ഉണ്ടോ ബ്രോ? MRC-യിലുള്ളവരെല്ലാം ഇവിടെ എറണാകുളത്തുണ്ട്. അവരപ്പോ ഇന്ന് തന്നെ കാണാൻ വരാന്ന് പറഞ്ഞപ്പം ഞാൻ ഒത്തിരി നേരം ഉണ്ടാവില്ല. ഫോറസ്റ്റ് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ആപ്പ് കഴിഞ്ഞിട്ട് ഞാൻ FPS ഡ്രോപ്പ് ആവുന്നുണ്ട്. ടെറർ സെർവറിൽ ബ്രോ പ്രോപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് FPS ഇങ്ങനെ ഒഴുകും, ഫ്ലക്ച്വേറ്റ് ആവും നല്ലതുപോലെ. അതുകൊണ്ടാണ് വൈ ഡെവലപ്പർ എന്ന് പറഞ്ഞാൽ ബ്രോ വരെ വൈ ഡെവലപ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇതിനകത്ത് ഭയങ്കര നോർമലി ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ കഴിഞ്ഞു. അതായത് ഇതിനകത്തുള്ള സാധനങ്ങൾ നമ്മൾക്ക് യൂസ് ചെയ്യേണ്ട പ്രോപ്പുകളൊക്കെ വെച്ച് ചെയ്യുന്ന RP-കളുടെ ഒക്കെ ഒരു സമയം കഴിഞ്ഞു. കാരണം TV അത് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. വേറെ ഗാങ്സിന്റെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ. TV അത് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. അത് ഓഡിയൻസിനാണെങ്കിലും ആൾക്കാർക്ക് അറിയാം. ഇനി നമുക്ക് എന്തെങ്കിലും കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ പുതിയ വൈമാപ്പുകളും അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും നമുക്കൊരു കോൺസെപ്റ്റ് കിട്ടിയാൽ മതി. വർക്ക് ചെയ്യാനും സംസാരിക്കാനും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇവിടെ. അപ്പൊ ഒരു ആൾക്ക് സംസാരിക്കാൻ ഒരു സ്പേസ് കിട്ടണം. സ്പേസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വൈമാപ്പിന്റെ കാര്യമൊക്കെ നോക്കുന്നത്. ജസ്റ്റ് വിളിച്ച് താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് വരാന്ന് പറഞ്ഞു. ജോക്കി എല്ലാരും എത്തിയോ? 17 വരെ എത്തിയിട്ടുള്ളൂ. IR-ല് ഹോസ്റ്റേജ് എടുക്കാണ്. 25 പേരുണ്ട് നമ്മള്. ഇതാരാ? 25 പേരുണ്ട്. മോന്റെ പേരെന്താ? മോന്റെ പേരെന്താ കേക്കട്ടെ? ഞാൻ അപ്പൊ ഇതാണ് എന്റെ പോയിന്റ്. അതാ മോന്റെ പേരെന്താ ചോദിച്ചേ? പിറക്കാസ്. പിറക്കാസ്. പിറക്കാസാ? സൂപ്പർ. ആകാശാണോ? പിറക്കാസ്. തന്തേ വേണ്ട മോനെ വേണ്ട തൽക്കാലം. രണ്ടും ഇറങ്ങിക്കോ. നിനക്ക് ജനിക്കാതെ പോയ അപ്പനാടാ ഞാൻ. കുഴപ്പമില്ല, എനിക്ക് അപ്പൂപ്പ വേണ്ട. തന്തയില്ല എനിക്ക്, പിന്നാണല്ലേ അപ്പൂപ്പൻ. തന്തില്ലാത്തയാണെന്നല്ലേ? തന്തയാണെന്ന് അറിയത്തില്ല, പിന്നെ എനിക്ക് അപ്പൂപ്പനെ കിട്ടിയിട്ട് അതായിട്ടോ. വേഗം പറഞ്ഞേ. എല്ലാരും വരുന്നു. അപ്പൊ അത് ഓൾഡ് ഗോകു. അതെ ശരിയല്ലേ? ഇന്ന് MRC എല്ലാരും വന്നില്ല, ഓർച്ച എടുത്തോണ്ട് പോവോ? ലൈവ് ഒന്നുമില്ലെങ്കിൽ ഷെയ്ക്കിന്റെ ലൈവിൽ പോയി പറയണം കേട്ടാ. ഷെയ്ക്കാടന്റെ തല്ലിക്കൊന്ന് കൺഫേം ചെയ്താൽ മതി. അപ്പോഴത്തേക്കിന് എനിക്ക് താല്പര്യമില്ല. എന്താ രസം നിനക്ക്? ഒരു കൂട്ടില്ലാതെ പറഞ്ഞതിന്റെ പേരിൽ അവൻ പെണ്ണാവാൻ പോവാന്ന് അയ്യേ അപ്പാ നിങ്ങൾ കൊണ്ടുപോയാ മതി. ഇവനൊക്കെ എങ്ങനെ നടന്നതാ നോക്കിയ ഇപ്പൊ നടക്കുന്നുണ്ടാ കണ്ടാ? കണ്ട് എല്ലാവർക്കും എന്തൊരു മാറ്റം വന്നിരിക്കുന്നത്. അല്ല എന്റെ അടുത്ത് കഴിവെന്ന് വന്ന് ചോദിക്കുന്നേ, ഞാൻ വാസുവിന്റെ ക്യാരക്ടർ യൂസ് ചെയ്യുന്നുണ്ടേ. യൂസ് ചെയ്തു എന്തോ അവരാൻ ചെയ്യാൻ ഞാൻ അത് എനിക്ക് ഉറപ്പാ. എന്തോ അവരാൻ ചെയ്യാൻ വാസവനൊന്നും പറഞ്ഞില്ല കേട്ടോ. ഒന്ന് മാറ്റി മീറ്റിംഗ് റൂം 25 പേരെത്തി. കുറച്ച് നമ്മളെല്ലാം പുറകെ കിടക്കാം. ഡ്രീമറിനൊക്കെ അസൂയ തോന്നും കേട്ടോ. അല്ല ചന്ദ്രനൊക്കെ അസൂയ തോന്നേ. നമ്മളിപ്പോ 3 പേരുണ്ടല്ലോ. അത് കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. ജട്ടി മാറ്റർ ആദ്യമേ. ജെറ്റി ഇതാ എന്റെ ഡ്രസ്. ജെട്ടിപ്പുറത്ത് മാസ്ക് കാണിക്കണേ. അത് കുഴപ്പമില്ല. എത്ര ആൾക്കാരെ ജെട്ടിട്ട് മാസാക്കിനി. എന്താ സ്ലോ മോഷൻ എടുക്കും. ഓടല്ലേ അവിടെ വരെ. ലവ് ഫ്രം MRC. താങ്ക് യു സോ മച്ച് ബ്രോ. മീൻസ്
നമസ്കാരം ഇരിക്ക്, എല്ലാരും ഇരിക്ക്, എല്ലാരും ഇരിക്ക്, എല്ലാരും ഇരിക്ക്. കേക്കുന്നില്ലെങ്കിൽ അടുത്തോട്ട് വരിക. റേഡിയോയില് പറഞ്ഞാൽ മതി അണ്ണാ. അപ്പാപ്പൻ എന്തി? അപ്പാപ്പൻ വന്നില്ല. അപ്പാപ്പ അപ്പാപ്പനല്ല. അപ്പാപ്പൻ വെളിയിരിപ്പുണ്ടായിരുന്നു. അപ്പിടാൻ പോയി കാണൂ. കക്കൂസി കയറി തോന്നേട്ടാ. എടാ എല്ലാരും റേഡിയോയിലൊന്ന് പേര് മാറ്റിയടാ. യൂസർ 15 17 ഒക്കെ ആരാടാ മടിയന്മാര്? ഞാനാ. ജോക്കി ഒന്ന് പേര് മാറ്റി ജോക്കി. 15 ആരായിരിക്കും അപ്പം? അപ്പാപ്പനായിരിക്കും. അപ്പാപ്പ കേക്കോ? അപ്പാപ്പന ലവ് ഫ്രം ടി വി. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഡ്രാഗ് മീ അണ്ടർ വാട്ടർ കണ്ണാപ്പി. ഇവനൊക്കെ അങ്ങനെ സാധനം വേണ്ട. കണ്ണാപ്പി വേണം. ഇത് എന്തോടെ ബാക്കിലോട്ട് പിന്നെ മുട്ട ജോണി ഈ ചെയർ ഞാൻ തല്ലിപ്പൊട്ടിക്കുവേ. ഈ ചെയർ ഞാൻ തല്ലിപ്പൊട്ടിക്കും. കൊറേ വർഷമായി ഇവൻ എന്നെ മൂഞ്ചിക്കാൻ തുടങ്ങിയിട്ട്. മുട്ടയടിച്ച് പളനി പോയി വന്നേക്കോ. ഇതിൽ ഇമ്മോട്ടില്ലേ? അപ്പാപ്പൻ എന്തി? അപ്പാപ്പൻ ഈ അപ്പാപ്പൻ എവിടെ പോണ്? ഹലോ ടണലിന്റെ അടുത്ത് നിന്റെ നീ വരണ്ട. ഇത് നമ്മള് ഗ്യാങ്ങിൽ അത് നീയാണ് അറിയിക്കാൻ വേണ്ട. വേറെ അയ്യോ അപ്പനായി പോയേ. വൈ യു ഹിറ്റ് മൈ റെഡ് കാർ? പക്ഷെ അത് കൊള്ളാർന്ന. ഞാൻ പറഞ്ഞു തുണ്ടു സിനിമ ഇടുന്ന മറ്റേ ആ സാധനം ഊരി കളയാൻ. വില്ലുമോനെ എടാ ഞാൻ വാർത്താറ്റില് അപ്പാപ്പൻ ഇട്ടത് അപ്പൻ ആയിപ്പോയി. ആരെങ്കിലും അപ്പാപ്പൻ കമ്മിറ്റി അപ്പാപ്പ വാർത്താറ്റില് അപ്പനായി പോയി കേട്ടാ. എന്നാലും ഞാൻ എന്റെ അച്ഛന്റെ സ്ഥാനത്താണ് അപ്പാപ്പനെ കാണണത്. അറിയാലോ അപ്പാപ്പനെ. വാസുവിനെ എന്നെ അപ്പാന്ന് വിളിക്കാത്ത എന്താ ഇത്രയും കാലം ഞാൻ ആലോചിച്ചിട്ടിരിക്കുന്നു. വാസു ഇപ്പം അതൊക്കെ ശീലമാക്കിക്കോ. അപ്പാപ്പ കുറച്ച് സീരിയസ് ആയിട്ട് വേണം ഇന്ന് സംസാരിക്കാൻ. ഞാൻ ഓൾറെഡി ജോക്കി എടുത്തു പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സ്ലോട്ടിന്റെ കാര്യം അതൊക്കെ അറിയാലോ. മാറ്റി മാറ്റി ഇടുന്നതിൽ ഉമ്മാർക്ക് ഫീൽ ബാഡ് ആവാൻ പാടില്ല. ഇനി അത് വിത്തൗട്ട് നമ്മള് ഒരു ഇതില്ലാതെ നമ്മൾ ഇടുന്നുള്ള കാര്യമൊക്കെ സീരിയസ് ആയിട്ട് പറയണം. കുറച്ച് ഇന്ന് ടഫ് AP ആയിരിക്കണം ഇന്ന്. പഴയ KVIP ഇറക്കണോ? അത് വേണ്ട. അത്രയും ടഫ് വേണ്ട. അത്രയും വേണ്ടല്ലേ? അത് ഭയമായ TVIP ഇറക്കാം. എന്ത് പറയുന്നത്? എന്തോ ഈ വാസുതൊക്കെ ഇട്ടോണ്ട് നടക്കുന്നത്? ജോതം പറഞ്ഞ 28 പേരുണ്ട്. 28 പേര്. നിങ്ങൾ പറഞ്ഞ സത്യം കേട്ടോ. ഈ മീറ്റിംഗിന്റെ ഓറ വേറെ. പറഞ്ഞോ. സോ ഗൈസ് എല്ലാവർക്കും വെൽക്കം. സൈലന്റ് പ്ലീസ്. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു അനദർ ഗ്യാങ് മീറ്റിംഗ്. നമ്മൾ കുറച്ച് നാളായി 10-28 പേരായിട്ടുള്ള ഒരു മീറ്റിംഗ് ഒക്കെ കൂടിയിട്ട്. എല്ലാരും വന്നതിൽ സന്തോഷം. നമുക്ക് ഇനിയും ഒരു 7 പേരൂടെ അപ്പൊ മെയിൻ സ്ലോട്ടിൽ വരാറുള്ളൂ. 7 പേരിൽ കുറച്ച് പേരൊന്നും അവൈലബിൾ അല്ല. ഓൾറെഡി പറഞ്ഞായിരുന്നു. പിന്നെ ഇറ്റാച്ചിയൊക്കെ നാട്ടിലാണ്. അപ്പൊ മോബി അങ്ങനെ കുറച്ച് പേരില്ല. അപ്പൊ എന്തായാലും എല്ലാരും വന്നതിൽ ഫസ്റ്റ് ഓഫ് ഓൾ സന്തോഷം. നമുക്ക് ഇന്ന് കുറച്ച് സീരിയസ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. അതായത് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരു പോസിറ്റീവ് സെൻസിൽ മാത്രം എടുക്കുക. അതായത് നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ എടുക്കരുത്. ആദ്യത്തെ കാര്യം, ഫസ്റ്റ് കാര്യം പറയാം. കഴിഞ്ഞ വട്ടം നമ്മൾ ഗ്യാങ് ടാർഗറ്റ് തന്നായിരുന്നു, ഫണ്ടിന്റെ ടാർഗറ്റ് തന്നായിരുന്നു. അപ്പൊ ഇനി തൊട്ട് എല്ലാ മന്ത്ലിയും നമ്മളിത് കളക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. എടാ കണ്ണാപ്പി എത്തിയില്ല. അപ്പൊ കണ്ണാപ്പി ഒന്ന് ഡ്രാഗ് ചെയ്യാൻ പറ്റും ഇങ്ങോട്ട്. ടെർ സെർവർ ആണ്, അതുകൊണ്ട് പവർ യൂസ് ചെയ്യുന്നതൊന്നും പറയില്ല. ടെർ സെർവർ ആയതുകൊണ്ട് അപ്പാപ്പൻ ഇവിടുത്തെ അഡ്മിൻ അല്ലേ. ഡ്രസ് എന്തിയടാ?
ഡ്രസ് മാറാൻ പൊക്കോണ്ടിരിക്കുമ്പോഴല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എടാ നീ ഷർട്ട് മാത്രം ഇട്ടേ, അപ്പൊ മറ്റേ ഒന്ന് ഇട്ട് കൊടുക്കുക പാപ്പ. ഇട്ട് കൊടുക്കാം. കാരണം ബാക്കിലോട്ട് നിന്നു, ബാക്കിലോട്ട് നിന്നിട്ട് ആ ഷർട്ട് മാത്രം ഇട്ട് വന്നേ. എന്തോ വെറ്റുണ്ടോ സീനൊക്കെ അല്ലേ അത്. എടാ ഇവൻ വല്ല ലോറിയിലോ ബസ്സിലോ വല്ല ആയിരുന്നെങ്കിലോ. അയ്യോ നമ്മളെല്ലാം ചത്തേനെ ഇവിടെ. സത്യം. ഒരു ജനത. 29 പേരുണ്ട്. ആ അതില് ഒന്നുകൂടി എടുത്ത് പറയണം, ഇത് ടെസ്റ്റ് സെർവറാണെന്ന് എടുത്ത് പറഞ്ഞേക്കണേ. പറഞ്ഞു ഓൾറെഡി പറഞ്ഞു എല്ലാവരും പറഞ്ഞു. ടെസ്റ്റ് സെർവർ ആയതുകൊണ്ടാണ് അത് ചെയ്തത്, അല്ലാതെ ഒരു മിനിറ്റ് എനിക്ക് അതൊന്നും തുറന്നു കൊടുത്തോട്ടെ. യൂ ചെവിക്കകത്ത് പോയടാ എന്റെ. കണ്ടാ ഇരിക്കുന്നു കണ്ടാ ഇതാണ് പ്രശ്നം. ഇപ്പോഴത്തെ പുതിയ പ്രശ്നം എന്റെ അതാണ്. ഇത് ചെവിക്കകത്ത് പോയ ഇത് ഊരി വരില്ല. 3 വട്ടം പറഞ്ഞു. 4 അടിച്ചാൽ കൊല്ലണോ? ഞാൻ ആലോചിക്കാം ചന്ദ്രേ. ഇവിടെ കൊന്ന പിന്നെ അപ്പാപ്പ പൊക്കിക്കോളും. അപ്പൊ ഒരു മിനിറ്റ്. ആ പിന്നെന്താ ഒരു സെക്കൻഡ്. കട്ടുറുമ്പിന് കല്യാണം. ഹലോ, കരിയോയിൽ തേച്ചാള് ഇവരെ കാണാത്തോണ്ട് പിന്നെ കുഴപ്പമില്ല. എടാ ഞാൻ കാര്യം പറയട്ടെ വാസു, ഇവിടെ ഇല്ലേ? ഉണ്ടോ? എന്തോ വേറൊരു കാര്യത്തില്ല ചോക്കി കല്യാണം അത് ജോക്കി കേക്കോ, ഞാൻ AFK ആയിരുന്നു. ആ വന്നു ഓക്കെ അല്ലേ വാസുവിനെ? ആ ഓക്കെയാണ്. ചെവിക്കകത്ത് മറ്റേ ബഡ് പോയി. അപ്പൊ പറഞ്ഞു വന്ന എല്ലാം കേട്ടല്ലോ അല്ലേ? അപ്പൊ പറഞ്ഞു വന്നെന്ന് പറഞ്ഞാ നമ്മള് കഴിഞ്ഞ വട്ടത്തെ വീണ് എവിടെ നിന്റെ ആരണ്ടര അടിയന്തരത്തിന് പോലും ഒരുങ്ങണ നീ. അങ്ങോട്ട് എന്താണ് തങ്ങാടാ ഞാൻ തക്കനല്ലേ. അതാര് പറഞ്ഞിപ്പോ? അപ്പൊ പറഞ്ഞു വന്നെന്ന് പറഞ്ഞാ ഈ പറയണത് പോലെ കുറച്ച് പേർക്ക് ഗ്രൈൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് പേഴ്സണലി വന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും കുറച്ച് പേർക്ക് എക്സാം അങ്ങനത്തെ കുറെ പേഴ്സണൽ കമ്മിറ്റ്മെന്റ് കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഗ്യാങ് ഫണ്ട് എന്ന് പറയുന്ന പരിപാടി നമ്മൾ ഒഴിവാക്കിയത്. അത് ഞാനിപ്പോൾ കുറച്ച് പേരെ മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്നത് എനിക്ക് അത്രയ്ക്ക് നല്ല വെടിപ്പായിട്ടുള്ള പരിപാടിയായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ആണ് എല്ലാവരുടെയും കേസിൽ മൊത്തത്തിൽ അത് ഒഴിവാക്കിയത്. പക്ഷേ ഈ വട്ടം കാരണം നമുക്ക് ഇനി ഗോകു ഇവിടെ വന്നിരി. ഗോകു വാ. എന്നിട്ട് അപ്പൊ അതിന്റെ അപ്പുറത്തോട്ട് ഈ പറയണത് പോലെ നിങ്ങൾ കുറച്ച് പേർക്ക് മാത്രം ടാർഗറ്റ് ഒഴിവാക്കി തരുന്നത് നല്ല പരിപാടിയായിട്ട് തോന്നിയില്ല. പക്ഷെ ഈ വട്ടം നമുക്ക് 83 അപ്പൊ ഈ വട്ടം ഇത് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കുകയാണ്. നിങ്ങൾക്ക് ഒരു റിക്രൂട്ട്മെന്റ് ഗ്രൈൻഡിങ് ടാർഗറ്റ് തരികയാണ്. ഗ്രൈൻഡിങ് ടാർഗറ്റ് എന്ന് പറയുമ്പോ എടാ എത്ര ഡേറ്റ് അപ്പൊ ഒരു ഡേറ്റ് പറഞ്ഞേ ചന്ദ്ര, ഒരു ഡേറ്റ് പറഞ്ഞേ, ഒരു ഐഡിയൽ ഡേറ്റ് പറഞ്ഞേ. ജൂലൈ ഐഡിയൽ ഡേറ്റ് ഇന്ന് എത്ര ഡേറ്റ്? ഇന്ന് എത്ര ഡേറ്റ്? 8 15-ാം തീയതി. അല്ല 7 ദിവസം വേണ്ട, കുറച്ചുകൂടെ കൂട്ടി കൊടുത്തോ. അയ്യോ അല്ല, ഇത് കഴിഞ്ഞ 2-2.5 മാസമായിട്ട് നമ്മള് വാങ്ങുമെന്ന് പറഞ്ഞിട്ട് വാങ്ങാത്ത പൈസയാ. അങ്ങനല്ല ഞാൻ പറയണ. അത് വേണ്ട, അത് കാരണം ആരും ചെയ്തിട്ടില്ല പാപ്പ, ആരും ചെയ്തിട്ടില്ല. കുറെ പേർക്ക് ചെയ്യാനുണ്ട്. എന്നാൽ അപ്പാപ്പൻ ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു എമൗണ്ടും ഒരു ഇതും പറഞ്ഞോ. പ്രശ്നങ്ങളുണ്ട് കുറെ പേർക്ക് പറ്റില്ലേ, സ്റ്റേബിൾ അല്ലല്ലോ. അന്ന് ജോലിയും വേണം. നിങ്ങളൊരു ഐഡിയൽ ആയിട്ടുള്ള എമൗണ്ട് പറ. എമൗണ്ട് അപ്പാപ്പ ഞാൻ പറയാം. ജൂൺ 25 ഗ്രൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് പറ. ഒത്തിരി ഹാർഡ് കോർ ആവാനും പാടില്ല, ഒത്തിരി ഇതാവാനും പാടില്ല. 5 കോടി നിന്റെ ഞാൻ തരാം നിനക്ക്. 17 ദിവസമുണ്ട്, 18 ദിവസമുണ്ട്. 18 ദിവസം ഒരു 34 കോടി പറ വാസുവിനെ. 35 കോടി
എടാ അതിനനുസരിച്ചുള്ള ജോലി വേണ്ടടാ ഇവിടെ. ജോലിയില്ല ഹണി ജോബ് കളഞ്ഞ് ആകപ്പാടെ ഹണി അപ്പൊ 34 കോടി ഗ്രൈൻഡ് ചെയ്യാൻ പറ്റുമോ? കളഞ്ഞോ 2 മണിക്കൂർ വെച്ച് ജോലി ഒരു ദിവസം എടുക്കുവാണെങ്കിൽ ഒരു ദിവസം 2 മണിക്കൂറേ ഉള്ളോ? 2 മണിക്കൂർ ഞാൻ കണക്ക് കൂട്ടിയിട്ടുള്ളു. അപ്പൊ ഒരു ദിവസം 2 മണിക്കൂർ ഗ്രൈൻഡിങ്ങേ ഉള്ളൂ, അതിൽ കൂടുതലില്ല. 2 മണിക്കൂർ ഗ്രൈൻഡിങ്. 35 കോടി ചെറിയ എമൗണ്ടാ. ഞാൻ ഒരു കാര്യം പറയാം, കഴിഞ്ഞ വട്ടത്തെ പോലെ ആയിരിക്കത്തില്ലടാ. കടം മേടിച്ചു കൊണ്ടുതരുന്ന പരിപാടിക്ക് ഞാൻ ഉറപ്പായിട്ട് ഞാൻ ഇത് തരത്തില്ല. സ്വന്തമായിട്ട് ഗ്രൈൻഡ് ചെയ്യണം, ലോഗ് ചെക്ക് ചെയ്യും. ഈ വട്ടം ലോഗ് ചെക്ക് ചെയ്തിട്ടേ നമ്മൾ ഇതാക്കത്തുള്ളൂ. കഴിഞ്ഞ വട്ടം ആ ഡേറ്റ പോയതാണ്, സെർവർ വേറെ ഹോസ്റ്റലിലോട്ട് മാറ്റിയപ്പം നമുക്ക് പോയ ഒരു സംഭവമാണ്. അതുകൊണ്ട് ഈ വട്ടം അതുണ്ടാവില്ല. എമൗണ്ട് ആരൊക്കെ ഗ്രൈൻഡ് ചെയ്തെന്നുള്ളത് ഹോസ്റ്റൽ നമ്മൾ ഇതിൽ ബാക്ക് എൻഡിൽ ചെക്ക് ചെയ്യും. അല്ലാതെ കടം മേടിച്ചു കൊണ്ടുതരുന്ന ലാസ്റ്റ് മിനിറ്റിൽ ആൾക്കാരെ മേടിച്ചുകൊണ്ട് തരുന്ന പരിപാടി നടക്കത്തില്ല. ഒരു ഡൗട്ട് വെച്ചോട്ടെ. ആ പറഞ്ഞു. നിങ്ങൾക്ക് ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് ആണെങ്കിൽ 20 കോടി മതി, 25 കോടി. ആ ബ്ലാക്ക് അല്ല, ഞാൻ പറയട്ടെ, ബ്ലാക്ക് വേണ്ട, വൈറ്റ് മതി. ബ്ലാക്ക് വേണോ? ആ ബ്ലാക്കും വേണം, ശരിയല്ല. ആ എന്നാ ബ്ലാക്ക് ആണെങ്കിൽ 20 കോടിയും വൈറ്റ് ആണെങ്കിൽ 34 കോടിയും. ബ്ലാക്കിന്റെ ചേർത്തി ഡൗട്ട് ചോദിക്കാണ്. അതിന്റെ ഡൗട്ട് എന്ന് വെച്ചാൽ ഇവിടെ ചിലവരുടെ 300-400 കോടിയൊക്കെ ഉണ്ട് ഈ കോച്ചിന്റെ ഇല്ലില്ല, ഞാൻ പറയണത് അതല്ല. അങ്ങനെ പൈസ വേണ്ട. മെമ്പേഴ്സ് ഗ്രൈൻഡ് ചെയ്തിരിക്കണം. ഗ്രൈൻഡിങ് മണിയാണ് എനിക്ക് വേണ്ടുന്നത്. മെമ്പേഴ്സ് ഗ്രൈൻഡ് ചെയ്തിരിക്കണം. ആ ഗ്രൈൻഡ് ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാ മെമ്പേഴ്സിന്റെയും ബാങ്ക് അക്കൗണ്ട് 0 ആക്കിപ്പിക്കാം. അങ്ങനാണെങ്കിൽ നിങ്ങളല്ല, നിങ്ങളുടെ കയ്യിലുള്ള ഓരോരുത്തരുടെ എമൗണ്ട് എന്റെ കൈ കൊണ്ടുത്താ. ഗാങ്ങിന്റെ ഇതിൽ ഞാൻ കണക്ക് കീപ്പ് ചെയ്തിട്ട് നമ്മൾ ഇതാക്കി തരാം. നിങ്ങൾ എമൗണ്ട് തരുമ്പോൾ നിങ്ങളുടെ ഇപ്പൊ ഉള്ള ഫണ്ട് തിരിച്ചു തരാം. അതെ, എല്ലാരും 1 കോടി വെച്ച് കൈ വെച്ചോട്ടെ ജീവിത ചെലവിന് വേണ്ടിട്ട്. അല്ല, ജീവിത ചെലവിന് വേണ്ടിയിട്ടുള്ള പൈസ കയ്യിൽ വെക്കാം. അത് ചോകോടാ. അതാ 1 കോടി രൂപ മതി വാസവരെ, ധാരാളമാ. ലോഗ് നോക്കി മനസ്സിലാക്കാൻ പറ്റൂലേ ഗ്രൈൻഡ് മറ്റു വാസവനെ. പക്ഷെ ഞാൻ പറയുന്നത് എല്ലാവർക്കും ഒരു ഫെയർ ഗെയിം എന്നുള്ള രീതിയിൽ എല്ലാവരുടെയും ബാങ്ക് ബാലൻസ് നടക്കൂല. അത് ശരിയാവില്ല. ഞാൻ പറയാം, വേണ്ട, ഗ്രൈൻഡ് ചെയ്താൽ മതി. നിങ്ങൾ ഇന്നോട്ട് ഗ്രൈൻഡ് ചെയ്താൽ നിങ്ങളുടെ കയ്യിലുള്ള പൈസ ഓക്കെ ഗ്യാങ് ഫണ്ട് ആയിട്ട് നിങ്ങൾക്ക് തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ തരാം. പക്ഷെ ഈ 34 CR നിങ്ങൾ ഗ്രൈൻഡ് ചെയ്യണം. ഞാൻ പറഞ്ഞ 100 കോടിയും കൊടുത്താണ്ടല്ലോ. ഇല്ല ഇപ്പൊ വേണ്ട. അത് ഒരെണ്ണം കഴിയണ്ട ഇപ്പൊ വേണ്ട. ഇല്ലെങ്കിൽ വേറെ വഴിയുണ്ട് വാസവനെ, തത്സമയത്ത് ഗ്രൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ മതി. അതെ അല്ലല്ല, നമുക്കറിയാലോ എല്ലാവരും തത്സമയം ഇടത്തില്ല. അപ്പൊ അതാണ് വേറൊരു പ്രശ്നം. ഓക്കെ, ഇല്ല നോ മോർ ഡിസ്കഷൻ. 34 കോടി ജൂൺ 25-ാം തീയതി. ഒരു മാറ്റവും ഇല്ല. ഗ്രൈൻഡ് 34 CR ഗ്രൈൻഡ് ചെയ്തിരിക്കണം മെമ്പേഴ്സ്. നിങ്ങൾക്ക് വേറെ ഇത് ഒരു പ്രഷറും ഇല്ലാത്ത ടാർഗറ്റ് ആണ്, ഈസി ആയിട്ട് ചെയ്യാം. അപ്പൊ ചെയ്ത് കൊണ്ടുതരണം. ഫസ്റ്റ് കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്ലോട്ടിൽ ആക്റ്റീവ് ആയിട്ടുള്ള കുറെ മെമ്പേഴ്സ് വെളിയിലിരിക്കുകയാണ്. അതായത് ഗോഗു, ബോബ്, സക്കീർ ഇവരെല്ലാം തിരിച്ചു വന്നിട്ടുണ്ട്. സക്കീർ പിന്നെ കുറച്ച് ദിവസങ്ങൾ ആക്റ്റീവ് ആയിട്ട്, പക്ഷേ കുറച്ച് അതിന് മുമ്പേ ആക്റ്റീവ് ആയിട്ടാണ് വാറ്റും ഇവരൊക്കെ. അപ്പം അതിനനുസരിച്ചായിരിക്കും പ്രയോറിറ്റി ഞാൻ ഇടാൻ പോണത്. പിന്നെ കറന്റ് ഞാനിപ്പം ബാലനെ ഇട്ടപ്പം കീരി എടുത്ത് മാറ്റിയിട്ടാണ് ഞാൻ കളിപ്പിച്ചിരിക്കുന്നത്. എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇനി അങ്ങോട്ട് ഓരോ വീക്കിലും ഞാൻ ഓരോ പ്ലേയേഴ്സിനെ മാറ്റിയിടും. ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഫീൽ ബാഡ് എന്ന് പറയുന്ന ഒരു സാധനം ആവരുത്. നമുക്ക് അവൈലബിലിറ്റി അനുസരിച്ച് ഒരു കാര്യം നിങ്ങൾക്ക് വേണേൽ പറയാം. നിങ്ങൾക്ക് ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് നിങ്ങൾ ഉണ്ടാവില്ലെന്നോ അങ്ങനെ എല്ലാം നേരിട്ട് വന്ന് പറഞ്ഞാൽ അങ്ങനെ മാറ്റാം. ഇൻ കേസ് അല്ലെങ്കിൽ ഞാനൊരു വീക്കിലി ഒരു 2-3 പേരെ വെച്ച് മാറ്റിയിടും, റൊട്ടേറ്റ് ചെയ്തു. ഒരാഴ്ച ഗ്യാങ്സിലോട്ടിന് വെളിയിൽ. അങ്ങനെ നിങ്ങൾക്ക് ആർപ്പിയും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടെ ഒരുമിച്ച് ചെയ്യാം. കാരണം ഇപ്പം അങ്ങനെ എത്തി, നമ്മുടെ സിറ്റുവേഷൻസ് അങ്ങനെ എത്തി. ഈ കഴിഞ്ഞ പ്രീ വാറുകളിലും വാറുകളിലാണെങ്കിൽ പോലും വിളിച്ചു കയറ്റിയാണ് ആൾക്കാരെ വരുത്തുന്നത്. എനിക്കത് മാറ്റണം. ഇനി ആക്റ്റീവ്നെസ് അനുസരിച്ച് മാത്രമേ മെയിൻ സ്ലോട്ടിൽ കളിക്കാനുള്ള ഇത് നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അത് ഇപ്പോഴേ പറയാനും. എത്ര ആക്റ്റീവ് ആയവരെ ഞാൻ എടുത്തിടും, അല്ലാത്തവരെ പിന്നെ നമ്മുടെ കൂട്ടത്തിൽ RP ചെയ്യുന്നത് അല്ലാത്ത അങ്ങനെ നിൽക്കുന്ന PvP അല്ലാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരെ PvP കംപ്ലീറ്റ്ലി മാറ്റാൻ എനിക്ക് താല്പര്യമില്ല. ഒരു വീക്ക് നിങ്ങളെ മാറ്റി അടുത്ത വീക്ക് ഞാൻ എന്തായാലും സ്ലോട്ടിലിടും. അല്ലാതെ അടുപ്പിച്ച് 1-2 ആഴ്ച ഈ ആഴ്ച കീരി എനിക്ക് അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് അവൻ്റെ അടുത്ത് എനിക്കത് പറയാനും പറ്റിയില്ല. അത് ഇനി കണ്ടിന്യൂ ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഒരാളെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അടുത്ത ആഴ്ച വീണ്ടും ഇടും. 7 ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി. 7 ദിവസത്തിൽ സർക്കിളിൽ ഇങ്ങനെ ഇതായിട്ട് വരും. ഞാൻ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു നമ്മുടെ ഈഗിൾ ഗെയിമിംഗ് VCയിലോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലോ ഒരു
എല്ലാവർക്കും പബ്ലിക്കിൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ സ്ലോട്ട് മാറ്റുന്നത് ഞാൻ അപ്ഡേറ്റ് ചെയ്യും. അതിനനുസരിച്ച് ഓരോരുത്തരെ മാറ്റിയിടും. അപ്പോൾ അതിനൊരു ഫീൽ ബാഡ് എന്ന് പറയുന്ന സാധനം ആർക്കും വരാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ആക്റ്റീവ്നെസ്സിന് ഒരു കോമ്പറ്റീഷൻ കൊണ്ടുവരാനും പിന്നെ ഗ്യാങ് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകുക, അതാണ് എൻ്റെ ടാർഗറ്റ്. നമ്മൾക്ക് എൻഡ് ഓഫ് ദ ഡേ സിറ്റുവേഷൻ നിങ്ങളൊന്നും വരുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളെല്ലാവരും TVക്ക് വേണ്ടി നല്ലപോലെ കളിക്കുന്നുണ്ട്, പറയാതിരിക്കാൻ വയ്യ. നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു പൊസിഷൻ ഉണ്ട്, ആ പൊസിഷനിലേക്ക് എത്താൻ നിങ്ങളുടെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അതിൽ ഈച്ച് ആൻഡ് എവരി വൺ, RP പ്ലേയേഴ്സ് ആയിക്കോട്ടെ, PVP പ്ലേയേഴ്സ് ആയിക്കോട്ടെ, ഞാൻ അതിൽ ഭയങ്കര പ്രൗഡാണ്. എനിക്ക് പ്രൗഡായിട്ട് പറയാം, ഈ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഗ്യാങ് ആയിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ എല്ലാവരും ഇൻഡിവിജ്വലി ഓരോരുത്തരെടുത്ത ഹാർഡ് വർക്കും അതിൻ്റെ ഇനിഷ്യേറ്റീവ്സും വെച്ചിട്ടാണ് നമ്മൾ അവിടെ വരെ എത്തിയത്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന പൊസിഷൻ ഒരുപാട് ഗ്യാങ്ങുകളുടെ ഡ്രീം പൊസിഷനാണ്, പറയാതിരിക്കാൻ വയ്യ. അതിന് ആരെന്ത് ഒപ്പോസിഷൻ അതിന് പറഞ്ഞാലും അത് ഞാൻ 100% കോൺഫിഡൻസോടെ TVയുടെ ലീഡറായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. അതിലേക്ക് നിങ്ങളുടെ എല്ലാം കോൺട്രിബ്യൂഷൻസിന് വലിയ വാല്യൂ ഉണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ഞാൻ എപ്പോഴും റെസ്പെക്ട് ചെയ്യും. സ്ലോട്ടിൽ നിന്ന് മാറ്റിയിടുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങളോടുള്ള റെസ്പെക്റ്റോ നിങ്ങൾ കളിക്കുന്നില്ല എന്നോ ഉള്ളതല്ല. മേ ബി ചിലപ്പോൾ ഇനാക്ടിവിറ്റി ആയിരിക്കാം, ചിലപ്പോൾ ഇനാക്ടിവിറ്റി ഇല്ലെങ്കിലും ഒന്നും ഇല്ലെങ്കിലും വെളിയിലിരിക്കുന്ന ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കാനാണെന്ന് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. അതിനുവേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു സാധനം ചെയ്യുന്നത്. സോ മെമ്പേഴ്സ് എല്ലാവരും പ്ലീസ് ഡു റെസ്പെക്ട് ദ ഡിസിഷൻ. ആൻഡ് നിങ്ങൾക്ക് ഇൻഡിവിജ്വലി മൈൻഡിൽ അങ്ങനെ ഞാൻ മാറ്റിയിട്ടല്ലോ, അത് മാറ്റിയിട്ടല്ലോ, അല്ലെ ഈ ആഴ്ച ഞാൻ സ്ലോട്ടില്ലല്ലോ, അങ്ങനെ ഒരു സാധനം വരാൻ പാടില്ല. എൻ്റെ അത് റിക്വസ്റ്റ് ആണ്. നിങ്ങളത് ഇതൊരു കമാൻഡ് ആയിട്ടോ അല്ലെങ്കിൽ ഞാൻ പറയണം അങ്ങനത്തെ ഒരു സാധനമായിട്ട് എടുക്കണ്ട. ഞാൻ അതൊരു റിക്വസ്റ്റ് ആയിട്ട് പറയണം. കാരണം എനിക്ക് നിങ്ങളെപ്പോലെ എല്ലാ മെമ്പേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. വെളിയിൽ നിൽക്കുന്നവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഇതിൻ്റെ പുറകിലുള്ളൂ. ഓക്കെ, രണ്ടാമത്തെ കാര്യം ഇത്. ആൻഡ് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പുതിയൊരു ഒരു വെൽക്കം ചെയ്യുവാണ്. സോ ഞാൻ നമ്മുടെ TVയുടെ മൂന്നാമത്തെ കോ ലീഡറായിട്ട് നമ്മുടെ ജോക്കിയെ അങ്ങ് പ്രൊമോട്ട് ചെയ്യുന്നു. ജോക്കി, വെൽക്കം ബാക്ക് ടു കോ ലീഡർ പൊസിഷൻ. അപ്പൊ ഇന്നോട്ട് ജോക്കി ഓൾറെഡി ഗോഡ് ഫാദർ ആണ്. നിങ്ങൾക്ക് കോ ലീഡർ പൊസിഷൻ ഒന്നും വേണ്ട, റെസ്പെക്ട് കൊടുക്കാനെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ജോക്കി ഇന്നോട്ട് കോ ലീഡർ പൊസിഷനിലോട്ട് കുറച്ച് ഉത്തരവാദിത്വം, കാരണം ഇവിടുത്തെ മറ്റ് കോ ലീഡറുകളുടെ ഉത്തരവാദിത്ത കുറവ് മൂലമാണ് ഇങ്ങനെ ഒരു ഡിസിഷനിലേക്ക് ഞാൻ എത്തിപ്പെട്ടത് എന്ന് ഞാൻ പറയാണ്. കാരണം ഉത്തരവാദിത്വത്തിൽ ഭയങ്കര പുറകോട്ടാണ് മറ്റ് കോ ലീഡറുകൾ. സിറ്റിയുടെ കാര്യം നോക്കാൻ അപ്പാപ്പന് മാറിക്കേണ്ട പല സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്, നമുക്കറിയാം. പക്ഷേ ഞാൻ അപ്പാപ്പനെ പറ്റി അല്ല ഉദ്ദേശിച്ചത് പറഞ്ഞു വന്നപ്പോ. എന്തായാലും പോട്ടെ, ആ സബ്ജക്റ്റിനെ പറ്റി നമുക്ക് അധികം സംസാരിക്കണ്ട. ഞാൻ അടുത്തതായി ചന്ദ്രബോസിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മീറ്റിങ്ങിനെ പറ്റിയും ഗ്യാങ്ങിനെ പറ്റിയും പൊതുവായിട്ടും സംസാരിക്കാൻ. ജൂൺ 25 ജൂൺ 25. നീ ഇന്നേ വരെ ഗ്യാങ് ഫണ്ട് തന്ന എന്റെ ഓർമ്മയില്ല സ്റ്റീവേ. ഇതുവരെ എന്റെ ഓർമ്മയില്ല. ആലോചിക്കണ്ടോ അതിനെ പറ്റി? ഇനി ചന്ദ്രബോസ് പറഞ്ഞു. ഞാൻ പറഞ്ഞു തന്ന വള്ളിയുടെ കാര്യം വാസുകൊണ്ടാണ് എന്നെ പറയാൻ ഏൽപ്പിച്ചത്, അതുകൊണ്ട് ഞാൻ പറയാണ്. കണ്ട റെഡ് കാർ, യെല്ലോ കാർ, മഞ്ഞക്കാർ, ഷൂല് തട്ടി, ദേഹത്ത് തട്ടി, ഷർട്ടിൽ തട്ടി എന്നൊക്കെ പറഞ്ഞ് തീട്ട വള്ളികൾ എടുക്കുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട്. അങ്ങനത്തെ വള്ളികൾ വേണ്ട. സീനിയർ മെമ്പേഴ്സ് എന്നുള്ള രീതിയിൽ വില്ലുമോനത്തെ പോലത്തെ അച്ചികൾ എന്നാ അത് എൻകറേജ് ചെയ്യാതെ അവനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാതെ കൂടെ ഒന്ന് പിരിയേറ്റി കൊടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് ഓക്കെ, അത് സിറ്റുവേഷനായി. വീണ്ടും ഞാൻ അത് ശ്രദ്ധിച്ച കാര്യം അവന്റെ അടുത്ത് പോയി കൊണയടിക്കുന്നു. അതിന്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസ് വേണ്ട. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഒഴിവാക്ക്. സിറ്റുവേഷൻ നമുക്ക് വേണം, അത് നമുക്ക് എന്തായാലും വരും. അപ്പോ ചെറിയ ഇങ്ങനത്തെ ഇത് വേണ്ട. ഓക്കെ, ആ പരിപാടിയിലൊന്ന് കുറയ്ക്കണം. അതുപോലെ തന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു വള്ളി എന്ന് പറഞ്ഞാൽ, ഗേൾഫ്രണ്ട് ഉണ്ടെങ്കിൽ ഗേൾഫ്രണ്ടിനെ കൊണ്ട് നടക്കുക, അല്ലാതെ ഗേൾഫ്രണ്ടിന്റെ ബെസ്റ്റിയെ തല്ലാനൊന്നും TVക്ക് വരാൻ പറ്റത്തില്ല. ഇപ്പോഴേ പറഞ്ഞേക്കാം. എന്റെ ഗേൾഫ്രണ്ടിന്റെ പുറകെ നടന്നു, എന്റെ ഗേൾഫ്രണ്ട് രാവിലെ പോയപ്പോ ഷൂള അടിച്ചു, ആ ഷൂള അടിച്ചവനെ TVയെ വെച്ച് തല്ലണം എന്നൊക്കെ ഉദ്ദേശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ TVയുടെ പുറത്ത്. മനസ്സിലായോ? ജോക്കി അതിന്റെ പറഞ്ഞു. ചന്ദ്ര പറഞ്ഞു. ജോക്കിക്ക് ഡീറ്റെയിൽഡ് സ്പീച്ച് ആയിരുന്നു. അല്ല, മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ള ഈ കാര്യം തന്നെയാണ്. ബാക്കി അണ്ണു പറയട്ടെ, ഇടയ്ക്ക് ജോയിൻ ചെയ്തോളാം. ജോക്കി പറയണം. അടുത്തതായി TVയുടെ കോ ലീഡറായ ഗോഡ് ഫാദറായ ജോക്കിയെ ക്ഷണിച്ചുകൊള്ളുന്നു.
ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദം കുറവാ ജോക്കിയുടെ. പിന്നെ ഹലോ 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 ഇപ്പൊ കറക്റ്റ്. എടാ അതെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മള് ഗ്യാങ് വൈസ് കിടിലമായിട്ട് പോകുന്നുണ്ട്. അതിലൊരു സന്തോഷമുണ്ട്, അതിലെല്ലാവർക്കും അഭിമാനിക്കാം. രണ്ടാമത്തെ കാര്യം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വള്ളി എടുക്കുന്ന കേസ് ചന്ദ്രൻ പറഞ്ഞ പോലെ ഈ കാർ ഇടിച്ചു മുട്ടി അതൊക്കെ പോട്ടെ, അതൊക്കെ പിന്നെയും കുറച്ച് സ്റ്റാൻഡേർഡ് സാധനമാണെന്ന് പറയാം. പക്ഷെ ഈ പെൺപിള്ളേരുടെ മറ്റേ എന്തോ പറയുന്ന അതിനു വേണ്ടിയിട്ട് മറ്റേ ഒരു ബെസ്റ്റി വന്നിട്ട് ചോദിച്ചു, അവന്റെ കുടുക്കെ കയറി പിടിച്ച്, പിന്നെ അത് വള്ളിയായി ഇത് വള്ളിയായി, അവനെ അടിച്ചിട്ട് കയറി, അങ്ങനത്തെ കൈൻഡ് ഓഫ് വള്ളി എടുക്കുന്നത് ഭയങ്കര ശോകമാണ്, പോക്കൃത്തരമാണ്. ഈ സ്വന്തമായിട്ട് പെണ്ണുണ്ടെങ്കിൽ ആ പെണ്ണിന്റെ കൂടെ നടക്കുന്നതും ആ പെണ്ണെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് പോയി ചോദിക്കുന്നതും ഇസ് കംപ്ലീറ്റ്ലി ഫൈൻ. പക്ഷെ അതിന്റെ പേരിൽ ഗ്യാങ്ങിനെ ഇൻവോൾവ് ചെയ്യിക്കുക എന്ന് പറയുന്നത് വളരെ ശോകമാണ്. പിന്നെ ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഗേൾ ഫ്രണ്ടിന്റെ കൂടെ നടക്കുകയോ നിങ്ങൾ അർമാദിക്കുകയോ എന്താന്ന് വെച്ചാൽ ചെയ്തോ. പക്ഷെ ഈ ഒരു കേസ് മൈൻഡിൽ വെക്കുക, ദൈവത്തെ ഓർത്ത് മൈൻഡിൽ വെക്കുക. എസ്പെഷ്യലി കണ്ണാപ്പിയുടെ അടുത്താണ് പറയാനുള്ളത്. കണ്ണാപ്പി ചൊറിഞ്ഞ് മറ്റേ ചൊറിഞ്ഞു തുള്ളി നിൽക്കുന്ന സമയത്ത് സംസാരിക്കുന്ന പോലും കേൾക്കത്തില്ല. നിർത്താൻ പറഞ്ഞാൽ നിർത്തത്തില്ല. പിന്നെ എന്തുവാടാന്ന് പറഞ്ഞു കോമാളി പിടിച്ച് പുറത്താക്കൂ. കുറച്ചുകൂടെ മറുപടി പറയണേ. കോമൺ ആയിട്ട് പറയാം കണ്ണാപ്പി, കോമൺ ആയിട്ട് പറയുകയാണ്. അപ്പം പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് എല്ലാവർക്കും കൂടെ നിങ്ങൾ ഈ ഇതിനകത്ത് 4-5 പേര് ഒരുമിച്ച് RP ഒക്കെ ചെയ്യുന്നത് കാണുന്നുണ്ട്. നമ്മൾ ഗ്യാങ് ഇൻവോൾവ് ആയിട്ട് മൊത്തത്തിൽ ഒരു RP കാര്യങ്ങളൊക്കെ ഫ്യൂച്ചറിൽ ചെയ്യണം. അപ്പം അതിനു വേണ്ടിയിട്ട് നിങ്ങളെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് ഊർജ്ജസ്വലരായിട്ട് പ്രവർത്തിക്കണം. പിന്നെ നാലാമത്തെ എന്തുവായിരുന്നടാ, ഈ ഗ്യാങ്ങിലുള്ളവന്മാര് തന്നെ, ഇത് സംശയമാണ്, ഈ ഗ്യാങ്ങിനകത്ത് ഉള്ളവന്മാര് തന്നെ ഗ്യാങ്ങിനെ കേക്കൊക്കെ എപ്പോഴും കൊണ്ടുവരുന്നേ? എന്നാ കൊണ്ടുവരാ കഴിഞ്ഞ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരാല്ലേ? ബോബോയ് അതല്ല, അങ്ങനെ ബർത്ത്ഡേക്ക് കേക്ക് കൊണ്ട് അങ്ങനെ പരിപാടി ഒന്നും ഉണ്ടെങ്കിൽ അത് കൊണ്ട് വരണമെന്ന് പറയണ്ടാ ചോദിച്ചത്, എന്താ പരിപാടി എന്ന് ചോദിച്ചത്. അപ്പൊ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാങ്ങിനകത്തുള്ള എല്ലാരെയും അല്ല ഞാൻ ഈ പറയുന്നത്, ചെയ്യുന്നവന്മാർക്ക് മാത്രം കൊള്ളുക. ഗ്യാങ്ങിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഗ്യാങ്ങിന്റെ അസറ്റ് ഒക്കെ അടിച്ചുകൊണ്ട് പോയി വേറെ പലയിടത്തും വിറ്റിട്ട് മൂഞ്ചിച്ച് ജീവിക്കുന്ന കുറെ എണ്ണത്തിനകത്തുണ്ട്. കുറെ എണ്ണമല്ല, ചില ആൾക്കാരുണ്ട്. പണ്ട് പോലെ അപ്പൊ ഒരാളെ പൊക്കിയായിരുന്നു, പക്ഷെ ഇനി അതുപോലെ സംഭവിക്കുകയാണെങ്കിൽ ഗ്യാങ്ങിന്റെ പുറത്തായിരിക്കും. ദൈവത്തെ ഓർത്ത് അത് ഏതാണെന്നൊന്നും നോക്കത്തില്ല. എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്ന സാധനത്തിൽ നിന്ന് കട്ടും മോട്ടിച്ചും ഓരോരുത്തർക്ക് കൊണ്ടുപോയി വിറ്റും അത് പണയം വെച്ചിട്ടും വേറെ മറ്റേ ഓരോരുത്തന്മാരുമായിട്ട് ഡീലിംഗ് നടത്തുന്നവന്മാരുമായിട്ടൊക്കെ ഇനി എന്തെങ്കിലും ചെയ്തെന്ന് നമ്മൾ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് കടുത്ത നടപടി തന്നെ ഉണ്ടാവും. ഏതാ പൊസിഷൻ എന്ന് പോലും നോക്കത്തില്ല. ദൈവം പേരുകൾ വിളിച്ച് ഓരോ പേരുകൾ വിളിച്ച് പൊതുസഭയിൽ ഒരാളെ അബ്യൂസ് ചെയ്യരുത്. നമുക്ക് അങ്ങനെ ഒരു പേര് വിളിക്കല്ലേ. പിന്നെ വേറെ കാര്യോടെ എടാ, നിങ്ങള് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിൽ നമുക്ക് ഇന്റർഫിയർ ചെയ്യത്തില്ല. പക്ഷെ നിങ്ങൾ ഗ്യാങ് വണ്ടിക്കകത്തും ഗ്യാങ് ഹൗസിലും പെമ്പിള്ളാരെ കയറ്റി കറങ്ങാൻ പാടില്ല. ചന്ദ്രനോടത്ത് കൂടിയാണ് പ്രത്യേകിച്ച് അത് പറയാനാട്ടാ. മറ്റേ നിന്റെ ചില സമയത്ത് ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോ നീയും അലീനയും മറ്റേ കൊച്ചിറക്കും എല്ലാം ഒരുമിച്ച് വണ്ടിക്കകത്ത് വരുന്നത്. ഹെലിക്കകത്തും കേട്ടരുത്. കാര്യമായിട്ട് പറയാണ്, നിങ്ങളുടെ സ്വന്തമായിട്ട് നിങ്ങളുടെ വണ്ടികൾ കാണും, അതിനകത്ത് കയറ്റുക. നമുക്ക് ഇവിടെ ആർക്കും പെണ്ണുങ്ങളോട് എതിർപ്പോ അങ്ങനെ ഒന്നും ഇല്ല. പെണ്ണുങ്ങളെയൊക്കെ ജോക്കിക്കൊക്കെ താല്പര്യമുണ്ട്, അത് പക്ഷെ അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ല. അങ്ങനല്ല പറഞ്ഞ അങ്ങനത്തെ താല്പര്യക്കുറവൊന്നും ഇല്ല നമുക്ക്. പക്ഷെ നമ്മുടെ ഒരു ഗ്യാങ്ങിന്റെ ഒരു റൂളാണ്, മനസ്സിലായ ഒരു റൂളാണ് അത്. ഈ പറയണത് പോലെ നമ്മള് അല്ല, ഞാൻ വേറെ പറയാം നിങ്ങളുടെ നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ആവശ്യത്തിന് നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ടിനെ ഗ്യാങ് ഹൗസിൽ കൊണ്ടുവരിക, അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. സംസാരിക്കാനും ജോക്കിയോട് സംസാരിക്കാനോ എന്നോട് സംസാരിക്കാനോ അല്ല, അങ്ങനെ എന്തെങ്കിലും അഡ്രസ്സുകളൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഇവന്റുകൾ ഇൻവൈറ്റ് ചെയ്യാനോ അങ്ങനത്തെ വരുവാണെങ്കിൽ കൊണ്ടുവരാം.
അല്ലാതെ ഞാൻ പറഞ്ഞത് ഇവിടെ കയറി വന്നിട്ട് മേളിൽ എന്റെ റൂമിൽ പോയി കുറുകാനൊക്കെ നിന്ന് അടിച്ച് മോണിനകത്തിരിക്കും. ഉള്ള കാര്യം ഞാൻ പറയാം കേട്ടാ. അതിന് പിന്നെ ഗ്യാങ് വണ്ടിക്കകത്തും അത് കയറാൻ പാടില്ല. ഓക്കെ പറഞ്ഞു ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ലാസ്റ്റ് ആൻഡ് ഫൈനലാണ് നിങ്ങൾക്ക് ഇതിനകത്തിരിക്കുന്ന ഒരു 30 എണ്ണത്തി വേറൊരു കാര്യം ചെയ്യട്ടെ. ഇതിനകത്ത് റിലേഷൻഷിപ്പ് ഉള്ളവരെല്ലാം ഒന്ന് കൈവെക്കണേ. ഒന്നൊരു കാര്യം നോക്കാനാ കൈവെക്കടാ. എടാ ഞാൻ ഒന്നും പറയത്തില്ലടാ. സന്തോഷപൂർവ്വം എണ്ണിച്ചെന്ന് കൈവെക്ക്. 1 2 3 4 5 6 7 ഉള്ളവരൊക്കെ ഒന്ന് എണ്ണിക്കണേ. മന്ദാരത്തിനുണ്ട്, മന്ദാരത്തിന് കൈപൊക്കിക്കോ, നീലിനൊക്കെ കൈപൊക്കിക്കോ. 9 ഇരുന്നു. എല്ലാരും ഇരുന്നു. അപ്പം കൈയൊക്കെ പൊക്കണ ചുമ്മാ പിള്ളേർ ഷോ. അപ്പം നമ്മള് ഇതിനകത്ത് ഒരു എതിർപ്പും പറയുന്നില്ല. പക്ഷെ ഈ ഗ്യാങ് വണ്ടി കയറ്റുക, ഹെലി കയറ്റുക എന്ന് പറയുന്ന സാധനത്തിനോട് കംപ്ലീറ്റ്ലി നിങ്ങൾ ഒഴിവാക്കി. ഇനി അർജന്റ് കേസസ് മാത്രം എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ മാത്രം അത് കയറ്റുക, അല്ലാത്ത പക്ഷം അത് കയറ്റായിരിക്കുക. പിന്നെ ഇവിടെ ഒരു ആർക്കേലും ഇവിടെ ഒരാളെ കല്യാണം കഴിപ്പിച്ച് വിടണമെന്നോ നമ്മുടെ കുടുംബത്തിൽ ഒരു കല്യാണം കാണണമെന്നോ അങ്ങനെ ആഗ്രഹം ഉണ്ടോ? വൈഫിന്റെ ഡെലിവറി ഉണ്ട് ജോക്കി അടുത്ത ആഴ്ച. ഇനി അത് കൂടെ ഞാൻ എടുക്കാൻ പോവാം. അല്ല പേരെടുക്കണ്ട ജോക്കി, കുഞ്ഞിനെ കാണാൻ വന്നാൽ മതി. ഇത് ഒഫീഷ്യലി കല്യാണത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഒഫീഷ്യലി നമ്മുടെ തക്കുടുവാവ വീട്ടിൽ ഒരു കല്യാണത്തിന്റെ കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. കാര്യത്തെ കുറിച്ചൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ സംസാരിക്കും. ഇത്രേ ഉള്ളൂ. പള്ളിയുടെ കേസിൽ പ്രോപ്പറായിട്ട് എടുക്കുക. ഓക്കെ, അടുത്തതായി ടിവിയെ അപ്പാപ്പനെ ക്ഷണിച്ചുകൊള്ളുന്നു. ടിവി AP പ്ലീസ്. അത് ഇവരെല്ലാരും പറഞ്ഞു കഴിഞ്ഞു. പറയേണ്ട കാര്യങ്ങളെല്ലാം ഓൾറെഡി ഇവരെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ദയവ് ചെയ്ത് കുട്ടിക്കളിയൊക്കെ ഒന്ന് മാറ്റി വെച്ച് കുറച്ചൊക്കെ കാര്യങ്ങളിൽ സീരിയസ്നെസ് കാണിക്കുക. കുട്ടിക്കളിയൊക്കെ നല്ലതാണ്, തമാശയൊക്കെ നല്ലതാണ്. പക്ഷെ സീരിയസ് ആവേണ്ട അടുത്ത് സീരിയസ് ആവുക. കുട്ടികളെ കണ്ടില്ലേ? കുട്ടി വരാറായി. കുഞ്ഞുകളി ഇവനോടൊക്കെയാണ് കുഞ്ഞുകളി എന്ന് പറയണേ. എടാ അതാണോ ആ കൊച്ചു വന്നിട്ട് ഡേറ്റ് തന്നിട്ട് ഒരു മുഹൂർത്തം ഒരു മറ്റേ വീടിന്റെ പാലുകാച്ചിന് പറഞ്ഞ വിളിച്ചിട്ട് പോയേ? അത് കൊച്ചു ജനിക്കുന്നത് കാരണം എല്ലാരും ഇത് വെച്ച് നടത്താൻ. ജുഗ്രുപ്പ വാറിലെ രാരി രാരി ഇതൊക്കെ ഇട്ടാണ് കളിക്കണത്. പിന്നെ ഇപ്പൊ ഓൾറെഡി വാസവൻ പറഞ്ഞായിരുന്നു എല്ലാരോടും, നിങ്ങളുടെ ആക്ടിവിറ്റി ബേസില് ഈ അല്ലേല് ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ പോലും മറ്റുള്ളവർക്ക് അവസരം കൊടുക്കാൻ വേണ്ടി പോലും നിങ്ങളെ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയിട്ട് കളിപ്പിക്കേണ്ടി വരും. ആർക്കും അതിന്റെ പേരിൽ ഒന്ന് വിഷമം തോന്നേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ എഫേർട്ടും എല്ലാം വാസവൻ കാണുന്നുണ്ട് അല്ലേ വാസവനെ? ഉറപ്പായിട്ടും. അപ്പം അതിലും ആർക്കൊരു വിഷമം തോന്നണ്ട. അപ്പൊ എങ്ങനെ വാസവനെ? പറഞ്ഞു. അപ്പം ഒരു കാര്യം കൂടെ, ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, നമുക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു വ്യക്തിനെയും കൂടെ നമുക്ക് വെൽക്കം ചെയ്യാം. അപ്പോ വി ആർ വെൽക്കമിങ് അസൻസിയോ ടു TVA അസൻസിയോ. വെൽക്കം ടു TVA. പറ. ഗ്രൈൻഡ് ചെയ്യരുത്. വെൽക്കം ചെയ്തില്ല പിന്നെ അല്ലാതെ പെട്ടെന്ന് ആവശ്യത്തിന് പറഞ്ഞു അണ്ണൊന്നും പറഞ്ഞു. കുഴപ്പമില്ല, നമ്മളത് മനസ്സിലാവും. ഹലോ അസൻസിയോ. ഹലോ വെൽക്കം ടു TVA. ഓക്കെ, 2 വാക്ക്. ഇവൻ എന്റെ അടുത്ത് റിക്രൂട്ട്മെന്റ് നടത്തിയപ്പോഴും എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒന്നും അവനോട് സംസാരിക്കാൻ പറയരുത് എന്നാണ് പറഞ്ഞത്. പക്ഷെ 2 വാക്ക് സംസാരിച്ചോ. നിനക്ക് ആരുടെ താങ്ക് യു പറയണ താങ്ക് യു പറയാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിച്ചോ. താടിയിൽ എന്ത് പറ്റിയടാ? താങ്ക് യു പറയാനില്ല. കളിച്ച ഡീഫോഴ്സ് തന്നെയാണ്. സമയത്ത് കളി നിർത്താന്ന് വെച്ചിരുന്നത്. പിന്നെ നീലയും ബ്രാവോയും അപ്പം വിളിച്ചുകൊണ്ട് കേറാൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നി.
അതാ വന്ന പിന്നെ കളിച്ച് ഞാൻ ടോർക്കിനോടൊക്കെ താങ്ക് യു. ഓക്കെ എഴുതി വെച്ചത് കറക്റ്റ് ആയിട്ട് വായിക്കടാ പനെ. ഓക്കെ എന്തായാലും വെൽക്കം ടു ടി വി. ഞാൻ പറഞ്ഞില്ലേ എന്തായാലും ഇനിയിപ്പോ ശനിയാഴ്ച ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ലിസ്റ്റിൽ എല്ലാരെയും. അപ്പൊ അതിനനുസരിച്ചായിരിക്കും ഞാൻ ഇതൊക്കെ ഇടുന്നത്. ബാക്കി എല്ലാവരുടെ അടുത്ത് കേട്ടാ എല്ലാരും അതിനനുസരിച്ച് ഈ റൊട്ടേറ്റ് ചെയ്യുന്നത് നമുക്ക് അങ്ങനെ കൊണ്ടുപോകണം. കാരണം കറന്റ് ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. അപ്പൊ എന്തായാലും വെൽക്കം ടു ടി വി ആടാ അസൻസിയോ. നീ അത് തന്നെയാണോ ഇവിടെ പേര് അതോ അസൻസിയോ? നമ്മുടെ കലാപരിപാടി ചോദിച്ചോ. അപ്പൊ മോനെ അസൻസിയോ പറഞ്ഞു. അപ്പം എന്താണ് നിനക്ക് ഇപ്പോൾ ടി വിയിൽ കയറിയ ഈ ഒരു സന്ദർഭത്തിൽ നിന്റെ മനസ്സിൽ എന്താണ് പറയാനുള്ളത്? സന്തോഷം അല്ലേ? അപ്പോ സന്തോഷമില്ലെന്നാണ് നീ പറഞ്ഞു വരുന്നേ? 18 വയസ്സ് പ്രായം 18. ഒരു വർഷം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് എല്ലാരോടും ചോദിക്കുന്നൊരു ചോദ്യം, വേറെ കോഴ്സിനൊന്നും ജോയിൻ ചെയ്തില്ല. പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു വർഷമായി. നിനക്ക് ഈ ഗ്യാങ്ങിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തിയുടെ പേര് പറ. നീല് ഞാൻ പറയട്ടാ വിട്ടേടാ. നിന്റെ അടുത്താണോ ചോദിച്ചത് കണ്ണാപ്പി? ഇഷ്ടമുള്ള പേര് നീല്. ശരി, രണ്ടാമത് അത് കഴിഞ്ഞാൽ ഇഷ്ടമുള്ളത് ആര്? അതിന് ഇഷ്ടമുള്ളത് മൂന്നാമത് നിനക്ക് ഇഷ്ടമുള്ള ആരെയാ? ഒന്നാമത് അപ്പാപ്പനെ. എടാ ഇവനും അപ്പാപ്പനും എങ്ങനെ ബന്ധം വരുന്നേ? എന്റെ പൊന്നെ അപ്പാപ്പ, ഇവൻ എന്നെ ഇഷ്ടമാണെന്നൊക്കെ അറിഞ്ഞാ ഇപ്പൊ ഞാൻ ഇവനെ എടുത്ത് കളയല്ലോ. കാരണം അറിയാലോ, എനിക്കറിയാലോ കാര്യങ്ങള്. ഇവൻ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അവനെ ഇപ്പൊ എടുത്ത് കളയുമായിരുന്നു ഞാൻ. ശരി, എങ്കിൽ നിനക്ക് ഒരു ചോദ്യം തിരിച്ചു ചോദിക്കാം. ഇഷ്ടമുള്ള ആളെ പറഞ്ഞില്ലേ, ഇതിൽ നിനക്ക് ഇഷ്ടമല്ലാത്ത ഒരാളെ പറ. അങ്ങനെ ഇഷ്ടമല്ലാത്ത ഞാൻ ചോദിക്കട്ടെ, നീ വെളിയിൽ നിന്ന് T47 നിന്ന് കണ്ട സമയത്ത് ഇതിനകത്ത് ഒട്ടും കണ്ടുവിടാത്തത് എന്നെ അല്ലാത്ത വേറെ ആരുണ്ടായിരുന്നു? കണ്ണാപ്പി ഞാൻ ലോല നീ ഇവനോട് പ്രശ്നമാണാ? പിന്നെ മുടി അടിയായിരുന്നല്ലേ? കുണ്ടിയായിരുന്നു. എടാ വേറൊരു കാര്യം കൂടെ പറഞ്ഞോടാ. ഞാൻ വേണ്ടാന്നോ? ജോക്കി പറ. എടാ നമ്മള് തമ്മിൽ ഇങ്ങനെ ഒരു കുടുംബമായിട്ട് കൊണ്ടുപോകുന്നതിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാത്തു സൂക്ഷിക്കുന്ന ഒരു ബന്ധമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പര വഴക്കും ധാരണയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഒരു പരസ്പര വഴക്കും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്നത്. ദൈവത്തെ ഓർത്ത് ഇനിയും കാലാകാലങ്ങളോളം അങ്ങോട്ട് അങ്ങനെ തന്നെ പൊക്കോണ്ടിരിക്കണം. ആരേലും എന്തേലും തമ്മിലൊക്കെ എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രം പറഞ്ഞ് സോൾവ് ആക്കുക. നമ്മൾ തമ്മിലുള്ള ബന്ധമാണ് ഈ കുടുംബത്തിന്റെ ഒരു ബലം. ഡെസ്ട്രോ നിനക്ക് ഞാൻ സബ്ടൈറ്റിൽ ഇട്ട് പിന്നെ പറഞ്ഞുതരാം. അപ്പം ദൈവത്തെ ഓർത്തിട്ട് അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ ആരെ ഇടപെടുത്താതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കുക. മനസ്സിലായോ എല്ലാവർക്കും? ഒരു മിനിറ്റ് അപ്പൊ അവരോടൊന്നും സംസാരിക്കാതായിരുന്നു. ഞാൻ എല്ലാ റിക്രൂട്ട്മെന്റ് കഴിയുമ്പോൾ പറയണത് പോലെ തന്നെ നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാല്, അതായത് T47 ഡിസ്മാൻഡിൽ ആയ സമയത്ത് ഈ ബാക്കി ഇവരുടെ കൂട്ടത്തിൽ T47 ഉണ്ടായിരുന്ന കുറെ പേര് KVL കയറി. ഈ പറയണത് പോലെ കുറച്ച് KVL മാത്രമാണെന്നോ KVL കയറി. പിന്നെ വേറെ കുറച്ച് എന്താ ഗ്യാങ്ങിന്ന് വേറെ കുറെ ഗ്യാങ്ങിന്ന് ഇവർക്ക് കുറച്ച് ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഈ പറയണത് പോലെ മറ്റേ PC-യും അങ്ങനത്തെ കുറെ സെറ്റപ്പും അങ്ങനത്തെ കുറെ ഇതൊക്കെ ഓഫറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതില് അസൻഷിയോ ഇവരെല്ലാം RP നിർത്തുക എന്നുള്ള രീതിയിൽ ഇരിക്കുമായിരുന്നു. അപ്പം നമ്മള് ഇവിടെ ഒന്നും ഓഫർ ചെയ്തല്ല ഇവിടെ ഒരു പ്ലേയേഴ്സിനെയും കൊണ്ടുവരാറുള്ളത്. ഇപ്പോഴേ പറയാണ്, നോർമലി ഇവിടെ TV-യിൽ ഒരു പ്ലെയറിനെ നമ്മൾ റിക്രൂട്ട്മെന്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ അവരോട് പറയണ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അത് നമുക്ക് തരാൻ പറ്റും. ഒരു സ്ട്രീമിംഗ് കരിയറോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനം, അല്ലാതെ PC വാങ്ങിച്ചു തരാം അത് വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഇവിടുത്തെ കുറെ OG ആയിട്ടുള്ള മെമ്പേഴ്സിന് തന്നെ നമ്മൾ എല്ലാവർക്കും PC കൊടുത്ത് വരുന്നതേ ഉള്ളൂ. നമ്മളിത് വരുന്നതേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ കാര്യത്തിൽ ഇതായിട്ട്
പെട്ടെന്ന് വരുന്ന ഒരു പ്ലെയറിനെ പഴയ പ്ലെയേഴ്സിന് കൊടുക്കാതെ പുതിയ ഒരു പ്ലെയറിന് കൊടുക്കുക എന്ന് പറയുമ്പോൾ എനിക്കത് ഫെയർ ഡീൽ ആയിട്ട് തോന്നിയിട്ടില്ല. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പ്ലെയർ വൈസ് ഒരു എക്സ്പോഷർ കൊടുക്കാം. അവർക്ക് ചിലപ്പം ഈ പറയുന്ന പോലെ ഇതിൽ നിന്നൊരു സ്ട്രീമിംഗ് കരിയർ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. അതിനപ്പുറത്തോട്ട് വേറൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ അത് കാര്യം ക്ലിയർ കട്ടായിട്ട് ഞാൻ അസൻഷിയോട് സംസാരിച്ചിട്ടാണ് ഞാനിവിടെ റിക്രൂട്ട്മെന്റ്. കാരണം ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം ഗൈസ്, കറണ്ട്ലി TVക്ക് ഇങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ് ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഈ റിക്രൂട്ട്മെന്റ് എടുത്തേക്കുന്നത് ബ്രാവോയാണ്. TVക്കകത്ത് വന്നതിന് ശേഷം ഒരു ആവശ്യം പോലും ബ്രാവോ എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ പറയല്ല, ഒരു ആവശ്യം പോലും ബ്രാവോ എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ബ്രാവോ സിറ്റുവേഷനുകളൊക്കെ ക്ലോസ് വാച്ച് ചെയ്യുന്നത് കൊണ്ട് T47 ഡിസ്ബാൻഡിലായ സമയത്ത് നമുക്കൊരു പ്ലെയറിനെ വേണം എന്നുള്ള ഇത് പറഞ്ഞത് ബ്രാവോ. അങ്ങനെയാണ് ഈ ഒരു സജഷൻ അസൻഷിയോ എന്ന് പറയുന്ന ഒരു സജഷൻ വരുന്നത്. T47ന്റെ IG-യിലായിരുന്നു അസൻഷിയോ. അപ്പോൾ അങ്ങനെയാണ് ഇത് കൊണ്ടുവന്നത്. അപ്പോൾ PvP സൈഡ് കുറച്ചും കൂടി നമുക്ക് സ്ട്രോങ് ആക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഞാൻ വണ്ടേഴ്സ് ഒന്നും അങ്ങനെ വിശ്വസിക്കുന്നില്ല. അവൻ ഇവിടെ വന്ന്, കാരണം നമുക്കെതിരെ കളിച്ചൊരു ഗ്യാങ്ങിലായിരുന്നു. നിങ്ങൾക്ക് അറിയാമല്ലോ അവിടെ ഞാൻ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ഒരു മാറ്റവും ഇല്ല. T47 എന്ന് പറയുന്ന ഗ്യാങ് ആക്ച്വലി അതിനകത്ത് നമ്മൾ പേഴ്സണൽ ഇഷ്യൂ TVക്കകത്തുനിന്ന് ഇറങ്ങി ഉണ്ടായിരുന്ന ആൾക്കാർ എങ്ങനെയൊക്കെയാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്, ഫീഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ എനിക്കറിയാം. ഇതൊക്കെ ഒറ്റയടിക്ക് ചേഞ്ച് ചെയ്യാൻ വലിയ പാടാണ്. ഗ്രാജുവലി അവനിവിടെ സിങ്ക് ആവുകയാണെങ്കിൽ അവനിവിടെ കളിക്കട്ടെ. അവൻ്റെ ഒരു എൻവയോൺമെൻറ്റ് അവൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവനിവിടെ കളിക്കട്ടെ. ബ്രാവോ എന്നോട് പറഞ്ഞത് പൊട്ടൻഷ്യൽ വൈസ് നല്ലൊരു പ്ലെയറാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ടാണ് ഇവിടെ ചാൻസ് കൊടുത്തത്. അല്ലാതെ ഞാൻ ഇതിനു മുമ്പ് T47 പറ്റി പറഞ്ഞതിൻ്റെ അഭിപ്രായങ്ങളൊന്നും എനിക്ക് മാറ്റി പറയാനില്ല. മനസ്സിലായോ? ദാറ്റ്സ് ഇറ്റ്. അത് ബ്രാവോയുടെ ഒരു സജഷൻ ആയിരുന്നു, അത് നമ്മൾ എടുക്കുന്നു. ആൻഡ് ഇത്രയും സ്ലോട്ട് ഇല്ലാത്ത സമയത്ത് പോലും ഞാനിത് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് പോലും ഞാൻ അങ്ങനെ ഒരു സാധനം കൺസിഡർ ചെയ്തതാണ്. അപ്പോൾ അവൻ്റെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. നന്നായിട്ട് കളിക്കുന്ന പ്ലെയറാണ് അസൻഷിയോ. നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാം. T47 ബിൽഡ് ചെയ്തത് അവനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവനും ഇവർ കുറച്ച് പേരാണ് T47 ബിൽഡ് ചെയ്തത്. അപ്പോൾ ബാക്കി എല്ലാവരും ഇവരുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ഇതാക്കിയപ്പോൾ കളി നിർത്തുക എന്നുള്ള ഡിസിഷനിൽ എത്തിയതായിരുന്നു. പിന്നെ കുറച്ച് പേര് KVയിലോട്ട് പോയപ്പോഴത്തേക്കിന് അവൻ ഇവിടെ കളിക്കാം എന്നുള്ളൊരു ഡിസിഷനിലെത്തി. സോ അപ്പാപ്പൻ കിட்ட സംസാരിച്ചു. ഇപ്പൊ ലോയൽറ്റി പോയിന്റ്സ് എത്ര പേര് இருக்காங்களோ അത്ര പേര് കൂട്ടുമല്ല. സോ ഓരോരുത്തരോட പേഴ്സണൽ ഡേറ്റ വേணும்னு சொல்லி സംസാരിച്ചിട്ടുണ്ട് അപ്പാപ്പൻ கிட்ட. அப்பாப்பன் நம்ம நெக்ஸ்ட் வீக்ல லைக் எவ்ரி வீக் எத்தனை பேர் ஆக்டிவா இருக்காங்கன்றது அறியாம். அப்பாப்பன் அதை ரெடி பண்ணி தரேன்னு பறந்துச்சு. ஓகே 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 சரி அதுதான். அப்ப ஈஸியா இருக்கும் உனக்கு. ஓகே 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 பா. അതെ അണ്ണുവിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാരും കല്യാണം കഴിക്കും. I am happy to see the TV like this. മെയിൻ സിറ്റിയിൽ കയറാനിയോ? മെയിൻ സിറ്റിയിലല്ല, ഇത് സംസാരിച്ചിട്ട് പോകാം ബ്രോ, സംസാരിച്ചിട്ട് പോകാം. എന്താ പറഞ്ഞേ ചമ്പുരാൻ? വീട്ടിലെ പെരിയ വാസവനെ ഞാനിങ്ങനെ പറയായിരുന്നേ, ഇപ്പൊ തലമൂത്ത് നിൽക്കുന്ന ആൾക്കാരുള്ളപ്പോ വാസവന്റെ കല്യാണം ആദ്യം നടത്തുന്നത് മോശമല്ലേ? അത് ശരിയാ. അപ്പാപ്പന്റെ ചാവുന്നതിന് അപ്പാപ്പന്റെ കല്യാണം നടത്തിക്കൊണ്ടു നോക്കി. അല്ല, എനിക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പെണ്ണേട്ടാ ചത്തുപോയി അതിന് പ്രേതമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അയ്യോ രാത്രി കിടന്ന് ഉറങ്ങാൻ പോലും പറ്റൂല ജോക്കി. ചാക്കാലം നടത്തേണ്ട പ്രായത്തിന് കല്യാണം കഴിപ്പിക്കാൻ നമ്മളൊക്കെ ഒരേ പ്രായം മറന്നു വരുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാനില്ലേ കളിക്ക്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അണ്ണന് കുറച്ച് കൂടുതലല്ല ഒരു വെടിയെങ്കിലും. എനിക്ക് കുറച്ച് കൂടുതലാ, ഞാൻ കാണിച്ചുതരാം കുറച്ച് കഴിയട്ടെ. എന്റെ മൂപ്പ ഞാൻ തീർക്കുന്നുണ്ട്. മെയിൻ സിറ്റി അപ്പാണ്, പക്ഷേ സ്ലോട്ട് ഫുൾ ആവാൻ ചാൻസ് ഉണ്ട്. അടിപൊളി അടിപൊളി. പറഞ്ഞുതരാം, പറഞ്ഞിട്ട് സെക്കൻഡ്. നീ എന്താ മുച്ചിരി ഓർഡർ ഇടണം? നീ നമ്മുടെ ബാക്കിയുള്ളവരെ നോക്കാൻ നമ്മുടെ ഇതുപോലെ പറയാ റീസ്റ്റാർട്ട് ആക്കുക. 10 സ്ലോട്ട് ഉണ്ട്. 10 സ്ലോട്ടോ? പിന്നെ വേറെ ഒരു കാര്യം ഇവിടെ, അയ്യോ അത് പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. അത് ഞാൻ മറന്നുപോയി. ഒരു മിനിറ്റ്. എന്തായിരുന്നു? അയ്യോ അല്ല നമ്മളെ ഇപ്പൊ പറയും. ലോയലിറ്റി പോയിന്റ് നമുക്ക് കുറവാണ്. എങ്ങനെ കുറഞ്ഞ്? റീസെറ്റ് ആയില്ലേ?
ആ റിസെറ്റ് അതാണ് അത് കുറവുണ്ടാവും അത് കൂടും അങ്ങനല്ലടാ പറഞ്ഞ മന്ദബുദ്ധി. ലോയലിറ്റി പോയിന്റ് കമ്പാരിറ്റീവ്ലി കൂടുന്നില്ലെന്നാ പറഞ്ഞത്. കാരണം KV ഒക്കെ നമ്മളെ 49 കാർഡ് അവന്മാരുടെ നിന്ന് മേടിച്ചായിരുന്നു. അപ്പൊ നമ്മളത് തിരിച്ചു കൊടുക്കാൻ എത്ര നാള് കഴിഞ്ഞിട്ടും നമ്മൾ തിരിച്ചു കൊടുക്കാനുള്ള കാർഡായില്ല. ആകെ കൊടുക്കാൻ പറ്റിയത് 37 എണ്ണമാണ്. മനസ്സിലായ? 59 കാർഡ് എന്തോ 59 കാർഡ് എന്താണ് നമ്മൾ KVയുടെ നിന്ന് മേടിച്ചത്. അപ്പൊ അവര് ഇനി ഇത് റീസെറ്റ് ആയാലും നാളെ ഒരു ആവശ്യത്തിന് അവർ ചോദിച്ചാൽ നമുക്കത് കൊടുക്കണം. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം അവർക്ക് ഇപ്പോൾ ഒരു ടർഫ് ഇല്ല. അപ്പൊ അവർക്ക് ടർഫ് വിളിച്ചേ പറ്റുള്ളൂ. അപ്പൊ ലോയൽറ്റി പോയിന്റ് കുറവാണ്. അതുകൊണ്ടാണ് ഗ്രൈൻഡിങ് കൂടി കുറച്ച് ഇതാക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ അറ്റ്ലീസ്റ്റ് അത്രയും മണിക്കൂറെങ്കിലും ഇവിടെ ഉള്ളപ്പം ലോയൽറ്റി പോയിന്റ് കുറച്ച് കൂടും. ലോയൽറ്റി പോയിന്റ് ലോയൽറ്റി കാർഡ് നമുക്ക് വേണം. അതിലൊരു 37 കാർഡ് നമ്മൾ MRCക്ക് കടം കൊടുത്തിട്ടുണ്ട്. MRCക്കാരുടെ നമുക്ക് ചോദിക്കാം. ബാക്കി എന്നാലും സ്റ്റിൽ 22 കാർഡ് നമുക്ക് KVക്ക് കൊടുക്കാനുണ്ട്. അപ്പൊ 22 അവരുടെ 37 22 കൂടെ ആവുമ്പോഴത്തേനും 59 കാർഡാവും. അപ്പൊ അത് മേടിച്ച് എന്തായാലും നമുക്കത് കൊടുക്കുക. നമ്മളെ ഒരു ഡൗൺ ടൈമിൽ അവർ സപ്പോർട്ട് ചെയ്തതാണ്. അപ്പം തിരിച്ച് അവർക്കും നമ്മളത് കൊടുക്കണം. ഇനി എന്ത് റീസെറ്റ് ആയാലും പുതിയതാണെന്ന് പറഞ്ഞാലും അത് നമുക്ക് കൊടുക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. അത് കൊടുക്കണം. ഓക്കെ. അപ്പൊ ലോയൽറ്റി പോയിന്റിന്റെ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളാം. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ അപ്പ? ഇത്രേ ഉള്ളു. പിന്നെ സിറ്റുവേഷന്റെ കേസ് ഓൾറെഡി ചന്ദ്രൻ പറഞ്ഞ് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നും എടുക്കാതെ നമുക്ക് എന്താ പറയണ, നമ്മൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ എടുക്കുവാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ ഭാഗത്തായിരിക്കണം ന്യായം എന്ന് ഞാൻ വിശ്വസിക്കാറുണ്ട്. വാസുവൻ എന്താണ് പറയാനുള്ളത് അതിനെ പറ്റി? അത് അപ്പൊ ഇന്ന് ഇസ്റ്റർട്ടിന്റെ ഒരു സിറ്റുവേഷൻ എന്തോ ഉണ്ടായി. എനിക്ക് അതൊന്ന് ചെക്ക് ചെയ്യണം. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടാ നിങ്ങളുടെ അടുത്ത്. നമ്മൾ KVA TVA ഫ്രണ്ട്ലി ആയിട്ട് പൊക്കോണ്ടിരിക്കുവാണ്, അറിയാലോ നിങ്ങൾക്ക്. അപ്പൊ അതിലിപ്പോ T47 പ്ലേയേഴ്സ് കയറിയപ്പോഴും നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ വന്നതുപോലെ ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാണ് അവരെ അവിടെ കളിപ്പിച്ചിരിക്കുന്നത്. അതൊക്കെ പോട്ടെ, ഞാൻ അതല്ല പെട്ടെന്ന് ജസ്റ്റ് അതിന്റെ കൂടെ അഡ്രസ് ചെയ്തേ ഉള്ളൂ. KVA TVA നമ്മൾ ഫ്രണ്ട്ലി ആണെന്ന് കരുതി നമ്മൾ ഒരു ഗ്യാങ്ങിനെ പോലെ ഒരു ഗ്യാങ് ആണെന്നുള്ള രീതിയിൽ ബിഹേവ് ചെയ്യരുത്. ഇതിനു മുമ്പും MRCയുടെ സിറ്റുവേഷനിൽ നമ്മുടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇപ്പം ഇസഡ്30യുടെ സിറ്റുവേഷനിലും 2 ഗ്യാങ്ങിന് ഇൻവോൾവ്മെന്റ് ഉണ്ട്. എടാ അവരൊരു സിറ്റുവേഷൻ ഒരു ഗ്യാങ്ങോട്ടാണെന്ന് കണ്ടാൽ അവിടുന്ന് ലീവ് ചെയ്ത് പോ. വേണ്ട നമ്മൾ അല്ലല്ല അപ്പൊ ഞാൻ പറയുവാ, അങ്ങനല്ല ഞാൻ പറയണത്. ഇന്നത്തെ കാര്യം ഓക്കെ ആയിരിക്കും ചിലപ്പം. ഞാൻ പറയുവാണ് ഇനി ഫ്യൂച്ചറിലാണെങ്കിൽ പോലും ഇൻ കേസ് കാരണം നമ്മുടെ കൂട്ടുകാരായിട്ടുള്ള ആൾക്കാരായിരിക്കും KVക്കകത്തുള്ളത്. അപ്പൊ അവരവിടെ നിന്ന് അടിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ കീഴിൽ നിന്ന് നിങ്ങൾക്ക് വെടികൊണ്ടു എന്ന് പറഞ്ഞ് ഫ്യൂച്ചറിൽ ഒരു സിറ്റുവേഷൻ ഒരേ അറ്റ് എ ടൈം ഒരു ഗ്യാങ്ങിനോട് എടുക്കാൻ പാടില്ല. അതിനി എടുക്കത്തില്ല നമ്മൾ. ഇന്നത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ അതിനെ പറ്റിയല്ല പറയണത്. ഇനി ഫ്യൂച്ചറിൽ അങ്ങനെ വരുവാണെങ്കിൽ അത് എടുക്കാൻ പാടില്ല. KV ഒരു സിറ്റുവേഷനിലാണെങ്കിൽ അവരുടെ അടുത്തുനിന്ന് നമ്മൾ വണ്ടി എടുത്തങ്ങ് പോവുക, അത് മതി. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അല്ലാതെ അവിടെ അല്ലല്ല ശിവ ഞാൻ പറഞ്ഞോ ഒരു മിനിറ്റ്. അപ്പൊ ഫ്രണ്ട്സ് ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും ചോദിക്കാൻ പറ്റില്ല. അവർ വേറൊരു ഗ്യാങ്ങിനെ റെപ്രസെന്റ് ചെയ്ത് കളിക്കുന്ന ആൾക്കാരാ. നമുക്ക് ചോദിക്കാനുള്ള റൈറ്റ് ഇല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഗ്യാങ് ഉണ്ട്, അവർ ചോദിച്ചോളൂ. അത് നമ്മൾ എടാ നിങ്ങൾ സിറ്റുവേഷൻ ആയില്ലേ, നിങ്ങൾ ഡീൽ ചെയ്യും, ഞങ്ങൾ പോയിട്ട് വരാം എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മതി. അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബ്രേക്കിങ്ങും ഇല്ല. ഇന്നത്തെ സിറ്റുവേഷൻ പറഞ്ഞോ സ്റ്റീവേ? പറഞ്ഞു സിറ്റുവേഷൻ അവരും KV അല്ല ആക്ച്വലി നടന്നത്. നമ്മളും KVയും പിന്നെ സിറ്റിസൺസ് അവിടെ ഉണ്ടായിരുന്നു റിപ്പയർ ഏരിയയിൽ. അപ്പൊ ഇവര് കുറെ ഗ്യാങ് കൊണ്ടിട്ട് അവിടെ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. അവർ അവിടുത്തെ സിറ്റിസൺസ് സംസാരിച്ച് കൊണയായി. അവന്മാര് ആ സിറ്റിസനാണ് വെടിവെച്ചത്. പക്ഷെ അതിൽ KVയുടെ സൈഡ് ആൾക്കാർക്ക് വെടികൊണ്ട് മരിച്ചു. നമ്മുടെ സൈഡിൽ കൈ പൊക്കിയിട്ട് വെടിവെക്കല്ലേ പറഞ്ഞ് ഓടിയ ഗോക്കുവും മരിച്ചു. അപ്പൊ ഗോകുവിനെ കൊന്നാണ് നമ്മൾ ചോദിക്കാൻ പോയത്. അപ്പൊ നമ്മൾ ആ ടൈമിൽ KV ആയിട്ട് സംസാരിച്ച് ചോദിച്ചു, ബ്രോ നിങ്ങൾ അടിക്കുന്നുണ്ടോ, എന്താണ് നമ്മൾ അടിക്കാൻ നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു അവരെ കൂട്ടത്തിലുള്ള 2 രൂപമാർ വെറുതെ കൊന്നു. അപ്പൊ അവരും തല്ലാൻ നിൽക്കുമെന്ന് പറഞ്ഞു. അതാണ് സിറ്റുവേഷൻ. അവര് ആവശ്യമില്ലാണ്ട് നമ്മളെ 2 പേരെയും സൈഡിലോട്ടും ഫയർ ചെയ്ത ഓൾറെഡി വേറെ സിറ്റിസൺ ആയിട്ട് അവർ സിറ്റുവേഷൻ നിൽക്കുമ്പോൾ. ഞാൻ സിറ്റുവേഷൻ കണ്ടില്ല. സിറ്റുവേഷൻ എന്തായാലും നോക്കിയിട്ട് അപ്പം നമ്മളത് അഡ്മിനായിട്ട് ചോദിച്ചായിരുന്നു. അപ്പൊ അഡ്മിൻ പറഞ്ഞു വെച്ചാൽ അവരാണ് അത് ഹാൻഡിൽ ചെയ്യേണ്ടത്. കാരണം വേറൊരു സിറ്റിസൺ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഓൾറെഡി നിൽക്കുമ്പം KVനെയും TVനെയും പോയി ഫയർ ചെയ്തു. അപ്പൊ അത് അവര് ഹാൻഡിൽ ചെയ്യണമെന്നാണ് അഡ്മിൻ പറഞ്ഞത്. സെറ്റ്30. അപ്പൊ എന്നിട്ട് ഇവന്മാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ? ചെയ്തപ്പം അവന്മാര് നമ്മൾ 2 ഗ്യാങ് കൂടെ അവരെ ഫോളോ ചെയ്ത് എല്ലാം വേണ്ടിയുള്ള മൈൻഡിൽ നിന്നപ്പം അവന്മാർ നേരെ ഗ്യാങ് ഹൗസ് കയറി വിളിച്ചിരുന്നു. അപ്പൊ അഡ്മിൻ പോയി പറഞ്ഞു ഇങ്ങനെ ഇരിക്കാൻ പാടില്ല, നിങ്ങൾ പുറത്തിറങ്ങി ഹാൻഡിൽ ചെയ്യണമെന്ന്. അവന്മാര് ഗ്യാങ് ഹൗസിനെ പുറത്ത് ഇറങ്ങിയില്ല. അവന്മാർക്ക് ടെമ്പററി സസ്പെൻഷൻ കിട്ടി. സസ്പെൻഷനിലാണ് അവന്മാർ ഇപ്പൊ ടെമ്പററി സസ്പെൻഷനില്ല. മാറ്റിയോ? അപ്പൊ ഈ സിറ്റുവേഷൻ അപ്പൊ കണ്ടിന്യൂ ആവോ? ഇല്ല വാസുമോനെ, അത് KVയുടെ സിറ്റുവേഷൻ കണ്ടിന്യൂ ആയതിനു ശേഷം അവർക്ക് നമ്മുടെ സിറ്റുവേഷന്റെ ബേസിസിലും സസ്പെൻഷൻ വരും ഗ്യാങ്ങിന്. അവന്മാർക്ക് 1 മാസത്തോളം കിട്ടും. 1 അല്ല 7 ദിവസം. ഇല്ല നമ്മുടെ സൈഡിൽ നിന്ന് അപ്പൊ സസ്പെൻഷൻ ഒന്നും കൊടുക്കണ്ട. അപ്പൊ നമുക്ക് ഇല്ല വേണ്ട, സസ്പെൻഷൻ ഒന്നും കൊടുക്കണ്ട. പുതിയ ഗ്യാങ് അല്ലേ, അവരൊന്ന് സെറ്റായി വരട്ടെ.
അപ്പൊ നമുക്ക് സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്തോ. എടാ ഇല്ലടാ കുഴപ്പമില്ല, പോട്ടറാ സ്റ്റീവെ, പോട്ടെ അത് കുഴപ്പമില്ല. അത് അവര് പുതിയ ഗ്യാങ് ആയിട്ട് ഇട്ടതല്ല, അത് കുഴപ്പമില്ല. ഇവിടെ അതറിയാം, കൊണക്ചനുള്ളത് നമുക്ക് അല്ലാതെ കൊടുക്കാം, കൊണക്ഷനുള്ളത് നമുക്ക് അല്ലാതെ സിറ്റുവേഷൻ ആയിട്ട് കൊടുക്കാം. സസ്പെൻഷൻ വേണ്ട, സിറ്റുവേഷൻ ആയിട്ട് എടുത്ത് തീർക്കാം. അടിക്കാം സസ്പെൻഷൻ വേണ്ട, അടിക്കാം. അത് മതി. അത് നമുക്ക് സസ്പെൻഷൻ വേണ്ട, സസ്പെൻഷൻ കൊടുക്കണം. അതെ അത് അതിന്റെ ഡ്യൂട്ടിയാണ്. വിട്ട താളത്തിനോട് എല്ലാം എന്തായാലും കൊള്ളണം. അതെ, നമ്മൾ നാളത്തേക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറയാം മാസോനെ. ഞങ്ങൾ സിറ്റുവേഷൻ എടുത്തോളാം. സസ്പെൻഷൻ വേണ്ട. അല്ല അവർക്ക് അടി കൊണ്ടത് നല്ലൊരു സിറ്റുവേഷൻ വേണോ? അല്ല അപ്പൊ ഞാൻ പറയണ അതല്ല, അവന്മാർ ഈ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യണ്ട. അവന്മാർ കണ്ടിന്യൂ ചെയ്യണമെന്നൊന്നും നമ്മൾ പറയണില്ല. ഞങ്ങൾക്ക് സസ്പെൻഷൻ കൊടുക്കാൻ താല്പര്യമില്ല. സിറ്റുവേഷൻ അവരെടുത്തില്ല, ഞങ്ങൾ വേറെ സിറ്റുവേഷൻ എടുത്ത് തല്ലിക്കോളാം. സസ്പെൻഷൻ കൊടുക്കണ്ട നമ്മുടെ സൈഡിൽ നിന്ന്, നമുക്ക് സിറ്റുവേഷൻ ആയിട്ട് എടുക്കാം. എടാ അപ്പൊ മെയിൻ സിറ്റി കയറി എത്രേ ഉള്ളൂ, മീറ്റിംഗ് ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മെയിൻ സിറ്റി കയറാം. സസ്പെൻസ് കൊടുത്തിട്ട് കാര്യമില്ലടാ. സസ്പെൻസ് കൊടുത്തിട്ട് ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോ തോറ്റാലും ജയിച്ചാലും സിറ്റുവേഷൻ, ഒന്നാമത്തെ കാര്യം സിറ്റുവേഷൻ കിട്ടുന്നില്ല. നന്മമരമൊന്നും അല്ല ഞാൻ. ഈ നന്മമരം കാണിക്കേണ്ട ആവശ്യം എന്തോ എനിക്ക് ഇവരോടത്തൊക്കെ. എനിക്ക് നന്മമരമൊന്നും അല്ല ബ്രോ, ഞാൻ പറയണ അതൊന്നും അല്ല. സിറ്റിയിൽ സിറ്റുവേഷൻ ഇല്ല, ഒന്നാമത്തെ കാര്യം. നിനക്ക് അറിഞ്ഞൂടെ ഇത്ര ലൈനപ്പ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കളിക്കാൻ സിറ്റുവേഷൻ ഇല്ല, കളിക്കാൻ സിറ്റുവേഷൻ ഇല്ല. അപ്പോഴാണ് നന്മവരം. ഞങ്ങൾക്ക് അടിക്കാൻ ആള് വേണ്ടേ? അടിക്കാനല്ലോ, ഇപ്പൊ ജയിച്ചാലും തോറ്റാലും അടിക്കും, സിറ്റുവേഷൻ വേണ്ടേ? അതല്ലേ ഞാൻ ഐപി മാറ്റും. ഓക്കെ ശരി. റീസ്റ്റാർട്ട്. അസൻസിയുടെ ചാനൽ. എടാ അവനങ്ങനെ ലൈവ് ഒന്നും ഇടാത്ത പയ്യനാന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. അവനങ്ങനെ ലൈവ് ഒക്കെ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടാ. ഇനി നീലിനെയൊക്കെ പോലെ മാറിയാലേ ഉള്ളൂ. എനിക്ക് അറിഞ്ഞൂടാ അവൻ ലൈവ് ഒക്കെ ചെയ്യുന്ന പയ്യനാണോ എന്ന്. 30 ഗ്യാങ് ഉണ്ട് ബ്രോ, 30 ഗ്യാങ് ഉണ്ട്, അത് ശരിയാ. പക്ഷെ നമുക്ക് സിറ്റുവേഷൻ ഇല്ല. അതുകൊണ്ടാണ് ഇന്നലെ KP ഒന്നും വെറുതെ വെറുപ്പിച്ച് കത്തിച്ചു പോലും വിടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലായത്. ഞാൻ ഇതിനു മുമ്പത്തെ ലൈവിൽ പറഞ്ഞാൽ നമ്മൾ ഏത് ഗ്യാങ്ങിനാണെങ്കിലും കത്തിക്കുമെന്ന്. പക്ഷെ ഇന്നലെ KP ആയിട്ടുള്ള സിറ്റുവേഷൻ ഒന്നും അത്രയ്ക്ക് നന്നായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് അവര് കത്തിക്ക് പോലും ചെയ്യാൻ. ഇന്ന് ഗ്രൂപ്പ് മൊത്തം ഇതായിരുന്നു. അസൻഷിയോ റിക്രൂട്ട്മെന്റ് ആണ്. ഇതൊക്കെ എങ്ങനെ അറിഞ്ഞെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. നിന്റെയൊക്കെ സമ്മതിക്കണം. നീയൊക്കെ ഡിറ്റക്റ്റീവുകളാണ്, ഡിറ്റക്റ്റീവാ നീയൊക്കെ. അതെനിക്ക് തോന്നുന്നു ഇവൻ മാത്രം എങ്ങ് കേറാതിരുന്നോണ്ടാണ് നിങ്ങളത് ഗസ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടാ. ഇവൻ മാത്രം എങ്ങ് കേറിയില്ല. അതിന്റെ ഇടയ്ക്ക് എന്റെ വായിന്ന് ടങ് സ്ലിപ്പായി റിക്രൂട്ട്മെന്റ് ഒന്ന് വീഴുന്നത്. എന്റെ അമ്മോ, കാസ്ട്രോ പറഞ്ഞോ? കാസ്ട്രോ Anti-street, now the engine purrs like a predator in wait. I don't believe in luck, I just negotiate. അസൻസി ഐജിയലാണ് ബ്രോ, ഐജിയലാണ് അവൻ ഐജിയലാ. എന്നുവെച്ചാ ഞാൻ പറയണെന്ന് പറഞ്ഞാൽ അവന് നേരെ ഉണ്ടെന്ന് ടിവിയുടെ ഐജിയലാക്കാൻ നമുക്ക് പറ്റൂല. അവനിവിടെ വന്നിട്ട് ഇപ്പൊ പറഞ്ഞില്ലേ നീലനും ഇവരൊക്കെ കളിക്കുന്നത് പോലെ അവനൊരു കോൾസും ഇതൊക്കെ സംസാരിച്ച് അവൻ എത്രത്തോളം എഫേർട്ട് ഇട്ട് കളിക്കുന്നത് അനുസരിച്ച് നമുക്ക് ഇതാക്കാൻ പറ്റത്തുള്ളൂ. നമുക്കിപ്പോ പറയല്ലോ, നമുക്ക് ഗോൾ വിളിക്കാൻ ബാക്കപ്പ് പ്ലേയേഴ്സ് എന്തായാലും വേണം. ഇപ്പം എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഇപ്പൊ ആ പൊട്ടൻഷ്യൽ ഉള്ളത് ഹരിയുണ്ട്, മോബിയുണ്ട്, ഇറ്റാച്ചി ഉണ്ട്, അപ്പാപ്പനുണ്ട്, ഇപ്പൊ അസൻഷ്യ ഉണ്ട്. പിന്നെ ഐജിയലായിട്ട് കളിക്കാനാണ് കുറെ പേരുണ്ടറാ. നിങ്ങൾക്ക് അറിയാത്തോണ്ട് ആഷ് നല്ലൊരു ഐജിയല, ആഷിന് നല്ല ഐഡിയ ഉണ്ട്, സ്നൈപ്പ് ഉണ്ട്. ഇവരെല്ലാം സംസാരിക്കും. ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഒരു ഫിക്സഡ് ഐജി. നമുക്കിപ്പം ഇവിടുത്തെ പിള്ളേരെ ട്രസ്റ്റ് ചെയ്ത് ഇപ്പൊ കളിക്കുന്നത് നീലന്റെയാ. നീലൻ എലയോ ഉണ്ടെങ്കിൽ ഇവർക്കൊക്കെ ഭയങ്കര ഒരു കോൺഫിഡൻസാ, മനസ്സിലായ? എല്ലാരും അത്യാവശ്യം കളിക്കും. അങ്ങനെ നമുക്കൊരു ഐജിയൽ പൊസിഷൻ ആയിട്ടല്ല എടുത്തേക്കുന്നത്. അവൻ നല്ലൊരു പ്ലെയറാ. സംസാരിച്ച് കളിച്ചാൽ അവനൊരു ഐജിയൽ പൊസിഷനിലോട്ടൊക്കെ വരാൻ പറ്റുന്ന പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയറാ. വെൽക്കം ടു TVA Asensio.
കൺഗ്രാറ്റ്സ് ഫയറിംഗ് ഏറ്റവും പുതുക്ക് റിപ്പയർ. കൺഗ്രാറ്റ്സ് ബ്രോ. TVS SYT. ഗൈസ് ഒരു സെക്കൻഡ്, ഞാൻ ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാം. സ്പെല്ലിംഗ് അതല്ലായിരുന്നു അവന്റെ SMCയോടെ? അതല്ല. അയ്യോ ഗൈസ്, ഞാൻ ഒന്ന് മുള്ളിയിട്ട് താ വരുന്നത്, പെട്ടെന്ന് വരാവേ. കുറെ നാളായിട്ട് ഓങ്ങി വെച്ചൊരു സാധനം ഉണ്ടായിരുന്നു. മഴ വന്ന് വെള്ളം കൂടിയപ്പോ ക്ലോസറ്റിനൊക്കെ അഹങ്കാരമായി. നേരത്തെ അടിച്ച വെള്ളം പോലും വരില്ലായിരുന്നു, ഇത് പ്രളയം വന്നതുപോലെയായി ബാത്റൂം. ഹലോ ഹലോ. ജോക്കി, എനിക്ക് ജോക്കി എടുത്തൊരു അർജന്റ് കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട്. ചന്ദ്രബോസ് ഉണ്ടല്ലേ? ചന്ദ്രബോസ് ഒരു കാര്യം വാ, നമുക്ക് ഇങ്ങോട്ടൊന്ന് വരണേ, നമുക്കൊന്ന് പോയി സംസാരിക്കാം. ദർശന RP ബ്രോ, ഇന്ന് ദർശന RP ചെയ്യാൻ എനിക്ക് പറ്റൂല. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ കേസ്, MRCയിൽ അവരൊക്കെ എന്നെ കാണാൻ വേണ്ടിയാ വെയിറ്റ് ചെയ്തിരിക്കണം അവര്. എന്ന് വെച്ചാൽ അവർക്ക് ഇന്ന് എന്തോ പരിപാടി ഉണ്ട്, അവർക്ക് പോകണമെന്ന് എന്തോ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ലൈവ് കഴിഞ്ഞിട്ട് അവരെ കോണ്ടാക്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് പറഞ്ഞത്, മനസ്സിലായോ? അപ്പോൾ ഇന്ന് ഓൾറെഡി നമ്മൾ റിക്രൂട്ട്മെന്റ് കഴിഞ്ഞ ദിവസം എടുക്കണമെന്ന് വിചാരിച്ചിരുന്നതാ. അപ്പോൾ ഇത്രയും ഡിലേ ആയിട്ട് അവനെ വെറുതെ പോസ്റ്റ്, ഞങ്ങൾ ശനിയാഴ്ച ഇവനെ റിക്രൂട്ട്മെന്റ് എടുത്ത് സ്ലോട്ടിലിടാന്നുള്ള രീതിയിലായിരുന്നു ഇരുന്നത്. അപ്പോൾ അത് നടന്നില്ല, അത് ഇത്രയും ഡിലേ ആയി. പിന്നെ ഇന്നലെ TVയിലെ പിള്ളേരെല്ലാം വന്നപ്പോഴത്തേനും അങ്ങോട്ട് പോയി, അതുകൊണ്ടാ. ജോക്കി വന്നില്ലേ വെള്ളത്തിൽ? ഒരു മിനിറ്റടാ, ഞാൻ നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ അതിന്. ഞാൻ പറഞ്ഞാണേ, നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ അതിന്. ഇങ്ങനെ ടെൻഷൻ ആവില്ലേ അവസാന? എടാ ചന്ദ്ര, ഞാനൊരു കാര്യം പറയട്ടെ. നീ നേരത്തെ എന്തുവാണ് അവിടെ കാണിച്ച എന്നെ പൊട്ടിച്ചിട്ട് ഞാൻ എന്നെ കൊല്ലാൻ നോക്കിയാണോ നീ? അതിന് പോലും കഴിയില്ല. ഞാൻ പറഞ്ഞത് അതൊക്കെ എടുത്ത് മാറ്റണോന്ന് പറയുമായിരുന്നത്. അവിടെ വാസന കത്തിപ്പോയതാണ്. വാസന കൺഫേം കത്തിപ്പോയതാ. അവൻ കത്തി പോയിട്ടില്ലെങ്കിലോ? കൺഫേം കത്തിപ്പോയതാ. കാരണം അവൻ കത്തി പോയിട്ടില്ലെങ്കിൽ നീ എന്താ പറയുന്നേ? ഞാൻ കോലയുടെ സ്ഥാനം രാജിവെക്കും. കോലയുടെ സ്ഥാനം രാജിവെക്കും. രാജിവെക്ക്. നിക്ക്. കാരണം എന്ന് പറഞ്ഞാൽ എന്താ പറയാ, വാസന എന്തെങ്കിലും പുറത്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കൂല ഇങ്ങനെ. രാജിവെക്ക്, നീ ധൈര്യം ഉണ്ടെങ്കിൽ രാജിവെക്ക്. തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിനക്ക് അച്ഛനില്ല. തിരിച്ചു സ്ഥാനം രാജിവെക്കടാ. അണ്ണൻ കത്തിയിട്ടില്ല. ഹിമലോകമറ്റ ഇവിടെ ഇരുന്നാ മതിയോ? തറയിരിക്കണോ? ജോഗി, എനിക്കൊരു വലിയ പ്ലാൻ ഉണ്ട് ജോഗി. ഞാന് ചന്ദ്ര ഇരിക്കണേ, ചന്ദ്ര ഇരുന്നു. ഞാനൊരു പ്രസന്റേഷൻ പ്രസന്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ ജോഗി, എനിക്ക് വലിയൊരു പ്ലാൻ ഉണ്ട് ജോഗി. ഈ മേയർ ഇലക്ഷൻ എന്തായാലും ഈ മേയർ ഇലക്ഷൻ ജോഗി TV-ന്ന്
ജോഗിക്ക് വേറൊരു ഒപ്പോസിഷൻ നമുക്ക് താല്പര്യമില്ല. അത് ഓൾറെഡി ബോബിനോടും പറഞ്ഞൊരു കാര്യമാണ്. ബോബും പറഞ്ഞ കാര്യമാണ്. ജോഗി ഈ മേയർ ഇലക്ഷൻ നമ്മൾ ജോക്കിയെ ജയിപ്പിക്കും എങ്ങനെ ആണെങ്കിലും. അതിനുള്ള എല്ലാ ക്യാമ്പയിൻ വർക്കും എല്ലാ പരിപാടികളും നമ്മൾ മുന്നിൽ നിന്ന് ചെയ്യും. പക്ഷെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, വേറൊരു കാര്യം ജോക്കിയുടെ അടുത്ത് പറയാനൊരു കാര്യമുണ്ട്. ജോക്കി ഒന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കിയാൽ മതി. ഈ സിറ്റിയില് നമ്മൾ ഈ മേയർ ഇലക്ഷൻ വന്നപ്പോൾ മാത്രമാണ് നമ്മൾ പൊളിറ്റിക്സിനെ പറ്റി സംസാരിച്ചത്. അതെ, നമുക്ക് ഈ സിറ്റിയിൽ ഒരു പൊളിറ്റിക്സ് ഇല്ല. പക്ഷെ ഞാനൊരു കാര്യം പറയണമെന്ന് ജോക്കി, ഈ ഒരു മേയർ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഒന്നിച്ച് നിന്ന് BVK വേണ്ടി പ്രവർത്തിക്കാം. ബോബ് അല്ല JDP നമ്മൾ ജോക്കി മേയർ ഇലക്ഷന് നമ്മളത് കംപ്ലീറ്റ്ലി അത് ഞാൻ പറഞ്ഞല്ലോ ജോക്കി, അതിനകത്ത് ഒരിക്കലും ഒരു അപ്പോസിഷൻ ആയിട്ട് BVK കൊണ്ടുവരത്തില്ല നമ്മള്. പക്ഷേ ഞാൻ പറയണ അതല്ല ജോക്കി, ഞാൻ പറയണ അതല്ല. BVK എന്ന് പറയുന്ന ഒരു പാർട്ടി നമ്മളിവിടെ ഫോം ചെയ്യുക. അപ്പാർട്ട് ഫ്രം ദ ഗ്യാങ് എല്ലാം നമുക്ക് സിറ്റിസൺസിനും ബാക്കിയുള്ള ഗ്യാങ്സിനും വേണ്ടിയിട്ട് സംസാരിക്കാൻ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നമുക്ക് കൊണ്ടുവരണം. ഈ BVK എന്ന് പറയുന്ന സാധനത്തിനകത്ത് എൻ്റെ ഒരു കോൺസെപ്റ്റില് ഞാൻ പറയണമെന്ന് വെച്ചാൽ നമുക്ക് ഏത് ഗ്യാങ്ങിലുള്ള ആൾക്കാർക്കോ ഏത് സിറ്റിസണിനോ ജോയിൻ ചെയ്യാം. ആർക്ക് വേണമെങ്കിൽ ആ പാർട്ടിക്ക് ജോയിൻ ചെയ്യാം. പാർട്ടി എല്ലാ പാർട്ടി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ആക്ച്വലി? അതാ പറഞ്ഞു ജോക്കി, ഞാനത് പറയുക. ഇപ്പൊ കറന്റ് അങ്ങനെ ഒരു പാർട്ടി ഇല്ല ഇവിടെ. അങ്ങനെ ഒരു പാർട്ടി ഫോം ചെയ്തിട്ടില്ല. ഫസ്റ്റ് നമ്മൾ ഒഫീഷ്യലി റൺ ചെയ്യുന്ന പാർട്ടി ഓഫീസ് അടക്കം ഒഫീഷ്യലി റൺ ചെയ്യാൻ പോകുന്ന ഒരു പാർട്ടിയായിട്ട് നമ്മൾ BVK കൊണ്ടുവരാൻ പോവാ. അപ്പൊ ജോക്കി മേയർ ആയതിനു ശേഷമാണെങ്കിൽ പോലും ജോക്കിക്ക് BVK ഇപ്പം നമുക്ക് ക്യാമ്പയിന് വേണ്ടിട്ട് കാശ് മുടക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എടാ ഇല്ല, ഈ മേയർ ഇലക്ഷന്റെ കാര്യം വിട്ടോ. മേയർ ഇലക്ഷൻ നമുക്ക് വേണ്ട. മേയർ ഇലക്ഷനിൽ നമുക്ക് പാർട്ടി ഇൻവോൾവ്മെന്റ് ഇല്ല. മേയർ ഇലക്ഷനിൽ നമ്മൾ ജോക്കിയാ അല്ല, മേയർ ഇലക്ഷനിൽ പാർട്ടി ഇൻവോൾവ്മെന്റ് ആണ് വരുന്നത്. പാർട്ടി വൈസ് ആണ് മേയർ ഇലക്ഷൻ വരുന്നത്. ജോക്കി അത് മനസ്സിലായി ജോക്കി. അതുവരെ നമ്മളിത് അനൗൺസ് ചെയ്യാനോ ഒന്നും പോണില്ല. ജോക്കി ജയിച്ചു കഴിയട്ടെ. ജോക്കി ജയിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒഫീഷ്യലി വർക്ക് ചെയ്യാൻ പോണ ഒരു പാർട്ടി ആയിട്ട് ഫോം ചെയ്യാന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായ കാര്യം പറയട്ടെ. ഇപ്പം ഇത് അണ്ണൂന്റെ ഓപ്പോസിറ്റ് മത്സരിക്കുന്നവരാ? അത് കൊറേ പാർട്ടി വരൂടാ, ഇഷ്ടം പോലെ പാർട്ടി. അവരെല്ലാം വന്നോട്ടെ, ആരൊക്കെ വന്നാലും ഒരു പ്രശ്നമില്ല. അവരൊക്കെ വന്നോട്ടെ, അവരെല്ലാം വരട്ടെ, വരട്ടെ. നമ്മൾ ഇത് ഫോം ചെയ്ത് നമ്മള് ഇപ്പൊ ജോക്കി, ഞാൻ ഒരു കാര്യം പറഞ്ഞു, ജോക്കി വേറെ ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജോക്കിക്ക് വേറെ എന്ത് കാര്യത്തിലാ നമുക്കൊന്നും നോക്കാനില്ല. നമുക്ക് ഞാൻ ഓൾറെഡി ഒരു പാർട്ടി ഫോം ചെയ്യും. ജോക്കി അത് ഓക്കെ, അത് മേയർ ഇലക്ഷന് വേണ്ടിട്ടല്ലേ? അല്ല, മേയർ ഇലക്ഷൻ കഴിഞ്ഞാലും പാർട്ടി ഇവിടെ തന്നെ കാണുമല്ലോ ജോക്കി. ജോക്കി അങ്ങനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ജോക്കി പാർട്ടി ആയിട്ടല്ലോ, ഇൻഡിവിജ്വൽ മെമ്പർ ആയിട്ടല്ലേ? പാർട്ടി ആയിട്ടാണ് മത്സരിക്കേണ്ട ഇലക്ഷന്. അത് ഓൾറെഡി പറഞ്ഞായിരുന്നു. ബ്രാവോ അല്ല സോറി, അപ്പൊ വെളി പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇത് നടക്കൂല ജോക്കി. അല്ലെങ്കിൽ പറ സമ്മതിക്കൂല. എനിക്ക് സമ്മതിക്കില്ല പറയല്ലേ. നാളെ തട്ടാതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. നമുക്ക് ബോംബ് ഹലോ, താഴെ വണ്ടി ഉണ്ടോ? എന്താ ഇതായിരുന്നു സാധനം? ഇതാണോ സാധനം? ഇതാണ് പഴയ ഗൗളാണ്. പഴയ മറ്റേ വണ്ടിയല്ലേ ഇത്? ഗൗള ഇത് ബാറ്റ് ഗൗൾ. ഇവിടെ കസ്റ്റം വണ്ടി ഒരു ഗ്യാങ് വണ്ടി ലുക്ക് പോലെ കേട്ടാ. അത് വലുതാണിത്. അതാണ് എന്റെ അമ്മ. എന്തൊരു ഹൈറ്റ് ആണ്. ചന്ദന്റെ വണ്ടി ചെറുതാണ്. ഇതൊരു ടിപ്പറാണ്. എന്റെ സ്വന്തം വീണ്ടും മാറ്റിയോ? ഞാനൊരു കാര്യം പറയട്ടെ. എന്തിനറിയോ? ഈ ബോബില്ലേ, ബോബ് സ്റ്റാർ ഓൾറെഡി പറഞ്ഞു. ബോബ് സ്റ്റാർ ഇത് നമുക്ക് ലയിപ്പിക്കാൻ, എന്നിട്ട് ബോബ് സ്റ്റാർ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ അധോരമായി പണിയെടുക്കുന്നുള്ള കാര്യം ബോബ് സ്റ്റാർ ഓൾറെഡി പറഞ്ഞായിരുന്നു. അല്ലല്ല, ഇത് ഒരേ ഇതിൽ നിന്ന് രണ്ട് ഇത് വരുന്നത് എനിക്ക് താല്പര്യമില്ല, അവനും താല്പര്യമില്ല ആക്ച്വലി. പിന്നെ മോർ ഓവർ ദാറ്റ്
ജോക്കി ഞാൻ പറയണത് മേയർ ഇലക്ഷന് വേണ്ടിട്ടല്ല ജോക്കി, അത് കഴിഞ്ഞോട്ടെ ജോക്കി മേയർ ആയി കഴിഞ്ഞതിന് ശേഷം. അല്ലടാ, ഈ മേയറിന് ഇലക്ഷന് നിക്കണമെങ്കിൽ ഒരു പാർട്ടി വേണം ജോക്കി. അത് ഓക്കെ, ഞാൻ പറയണത് അതല്ല ജോക്കി. ഞാൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് മൊത്തത്തിലൊന്ന് വർക്കൗട്ട് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് സിറ്റിയില് ഈ മേയർ ഇലക്ഷനിലൂടെ തീരുന്നില്ലല്ലോ ജോക്കി. സിറ്റിയിലെ ആവശ്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് ബാക്കി സിറ്റിയിലെ ആൾക്കാരുടെ പാർട്ടി അല്ലേ ഇതൊക്കെ ചെയ്ത് കൊടുക്കണ്ടേ ആക്ച്വലി. മലയൊക്കെ ഓടിത്തരണം അങ്ങോട്ട് ഓഫ് റോഡ് വണ്ടിയില്ലേ പയ്യെ സ്മൂത്തായിട്ട് ഓടിച്ചിട്ട് വീലൊക്കെ സസ്പെൻഷൻ കുലുക്ക് നോക്കി. നല്ല രസമാണ് വണ്ടിയെ ടയർ പഴയ ഇതാടാ ഗാങ് വെഹിക്കിളാ ഇത്. പണിഞ്ഞു അങ്ങനെ ടയറൊക്കെ കുലുക്കുന്നുണ്ടോ? അത് സമ്മതിക്കുമല്ലോ സത്യം. ശബ്ദം ചെയ്യാൻ പറ്റില്ല, ശബ്ദം നമുക്ക് ഇവിടെ കുറെ ലിമിറ്റേഷൻ ഉണ്ട്. ഇനി ഒരു ഞാൻ എന്റെ കണക്കൂട്ടിലാണെങ്കിൽ ഒരു 15 പാർട്ടിയാണ് ഇവിടെ. 15 പാർട്ടി നമുക്കെതിരെ കാണും. പക്ഷെ ജോക്കി പറയണ ഒരു പോയിന്റ് ഉണ്ട്. ജോക്കി ഇപ്പം നിന്ന് ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ടിയാണല്ലോ ഇതെല്ലാം ചെയ്യണ്ടേ. അതെ. അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, JDP BVK അലയൻസ് ചെയ്യാൻ പറ്റുമോ? അലയൻസ് ആണ് ഇപ്പൊ ഞാൻ കൂടെ പ്ലാൻ ചെയ്തേക്കുന്നത്. അത് നിന്റെ അടുത്ത് പറയാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. ഒരു ഗ്യാങ്ങിൽ 2 ആൾക്കാര് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കേണ്ടത് ഞാൻ പറയത്തോ. ഇല്ല 2 സ്ഥാനാർത്ഥി ഇല്ല ചന്ദ്ര, 2 സ്ഥാനാർത്ഥി ഇല്ല. BVK ഈ വട്ടത്തെ മേയർ ഇലക്ഷന് മത്സരിക്കുന്നില്ല. അതായത് മേയർ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ മുന്നോട്ടുള്ള കാര്യമാണ് പറയുന്നത്. ജോക്കി ഞാൻ ഇത് പറയണ ഒരു കാര്യം ജോക്കി ശ്രദ്ധിക്കും ജോക്കി. ഞാൻ ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ജോക്കി. ജസ്റ്റ് ആലോചിച്ചാൽ മതി, നമ്മളിപ്പോ ഗ്യാങ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഗ്യാങ്ങിലുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതൊരു പാർട്ടി ആയിട്ട് ബാക്കിയുള്ള ഗ്യാങ്ങിലെ മെമ്പേഴ്സിനെയൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറെ ആൾക്കാരായിട്ട് സംസാരിക്കാം, ഇന്ററാക്ട് ചെയ്യാം, കുറെ കഴിവുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാം. ഞാൻ സീരിയസ് ആയിട്ട് പറയാം ജോക്കി. പാർട്ടി മീറ്റിംഗ് ബാക്കി ഇതൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് വെളിയിലുള്ള ഗ്യാങ്ങിൽ നിന്നും സംസാരിക്കാൻ താല്പര്യമുള്ള ഗ്യാങ്ങിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാർ ഒരുപാട് വരും. അപ്പൊ അവരുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്ത് നല്ല കുറെ സിറ്റുവേഷൻസ് കൊണ്ടുപോകാം. ആഴ്ചയിൽ ഒരിക്കൽ ഒരു പാർട്ടി മീറ്റിംഗ്. പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പാർട്ടി രൂപീകരിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു റെസ്ട്രിക്ഷൻ ഇല്ല, ഏത് ഗ്യാങ് മെമ്പറിനോ ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. അപ്പൊ ഞാനിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോബ്സ്റ്റാർ വെട്രിക്കഴകം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലയിച്ചിട്ട് ഈ പാർട്ടിയുടെ പ്രചരണ പരിപാടി ഫുള്ള് ബോബ്സ്റ്റാർ നോക്കിക്കോളാന്നാണ് ബോബ്സ്റ്റാർ പറയുന്നത്. ഞാൻ ഓക്കെ ജോക്കി, എന്നാ ഞാൻ ഒരു ജോക്കിയുടെ തൊറ്റ കാര്യം ചോദിക്കട്ടെ ജോക്കി. അപ്പൊ ജോക്കിയുടെ ഇതിന്റെ പാർട്ടിയുടെ പേര് JDP-യോ? JDP ഇലക്ഷനിൽ നിന്ന് ജയിക്കുന്നു എന്ന് വിചാരിച്ചോ? JDP ജയിച്ചു. JDP ജയിച്ചതിന് ശേഷം BVK വേണ്ടി പ്രവർത്തിക്കാൻ ബോബ് ഉണ്ടാവും. അതിൽ ജോയിൻ ചെയ്യുന്ന മെമ്പേഴ്സും ജോക്കിയുടെ ജോയിൻ ചെയ്യുന്ന മെമ്പേഴ്സും അലയൻസ് ആയിട്ട് നമ്മൾ ഒരുമിച്ച് ഈ സിറ്റിയിലെ പ്രശ്നങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ഇതാക്കും. അപ്പം ആ പാർട്ടി BVK പ്രൊമോട്ട് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ ബോബിന് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാലും മേയർ ആവുകയാണെങ്കിൽ ബോബാണ് പ്രസിഡന്റോ അങ്ങനത്തെ തസ്തികയ്ക്ക് നിൽക്കുന്നത് ആക്ച്വലി. ഞാനിത് പറയാൻ ഒരു കാരണമുണ്ട് ജോക്കി. അവൻ നല്ല രീതിയിൽ ഇത് ചെയ്യുന്നുണ്ട്. ജോക്കി ഇങ്ങനെ ജോക്കി ചെയ്യുന്നില്ല, നല്ല ജോക്കി. ജോക്കി കോമ്പറ്റീഷൻ ജോക്കി അതാ പറഞ്ഞ ജോക്കി കോമ്പറ്റീഷൻ വെക്കാൻ നമുക്ക് താല്പര്യമില്ല. ചന്ദ്രൻ പോടാ അവിടുന്ന്. ജോക്കി ഞാൻ പറയണ കാര്യം ജോക്കി മനസ്സിലാക്കി. ജോക്കിക്ക് കോമ്പറ്റീഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. ജോക്കി നന്നായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. നമ്മൾ പറയണ ജോക്കി സ്ട്രെങ്ത് എന്ന് പറയണ ഒരു സാധനം വേറെയാ. സിറ്റിയിലെ ബാക്കിയുള്ള ഗ്യാങ്ങുകൾ ജോക്കിക്കെതിരെ പാർട്ടി തുടങ്ങും. നമുക്ക് അലയൻസ്ഡ് ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റിയ നമുക്ക് 2 പാർട്ടിയിലെ മെമ്പേഴ്സിന്റെ കൗണ്ട് വെച്ച് നോക്കിയാൽ നമുക്ക് സ്ട്രെങ്ത് ഉണ്ടാവും. സ്ട്രെങ്ത് ഈസ് പവർ ജോക്കി. അത് ചിന്തിക്കും. ഞാൻ അതാ പറയുന്നേ. അത് ബോബ് നല്ല രീതിയിൽ അത് ഇപ്പൊ ഒപ്പോണന്റ് ആയിട്ട് ബോബ് നിൽക്കുവാണെങ്കിൽ തന്നെ ജോക്കി അവനത് നന്നായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന. ജോക്കി ആയതുകൊണ്ട് മാത്രമാണ് അവൻ അതിനകത്തുനിന്ന് മാറിയത്. മനസ്സിലായ? ജോക്കി ആയതുകൊണ്ട് മാത്രമാണ്. അണ്ണു മേയർ ആവുകയാണെങ്കിലേ നമുക്ക് ഇല്ലീഗൽസ് ഒക്കെ ചെയ്യാൻ പെർമിഷൻ തരുമോ? ഇല്ല. അപ്പൊ ജോക്കി ഇതിന് ശേഷം മേയർ ഇലക്ഷന്റെ ജോക്കിക്ക് വേണ്ടി എടോ വലോ ഞങ്ങൾ ഉണ്ടാവും. ഞാൻ ഉണ്ടാവൂല.
ഞാൻ ഉണ്ടാവും ജോക്കി, നമ്മളെല്ലാം ടിവിയിൽ എല്ലാരും ഉണ്ടാവും. ചന്ദ്ര, ഞാൻ നിന്നെ ഒരു വ്യക്തിയായിട്ട് പോലും കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ അത് ഒരു കൺഫ്യൂഷനും വേണ്ട. നമ്മൾ അത് കഴിയുമ്പോ ഉള്ള കാര്യമാണ് പറഞ്ഞേ. ബോബിന്റെ വഴിക്ക് വിട്ടിട്ട് അവൻ അത് ഫോം ചെയ്തോട്ടെ. എന്നിട്ട് BBKയും നമുക്ക് JDPയും കൂടെ നമുക്കൊരു അലയൻസിൽ ഒരു ഈ സിറ്റി കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു കിടില പാർട്ടി പരിപാടി അങ്ങ് നടത്താം നമ്മള്. ജോക്കി മറ്റേ അതിനകത്ത് എമ്പുരാനിലെ മറ്റേ പുള്ളിയായിട്ട് വരണം, ടോവിനോ പോലെ. ആദ്യം വന്നിട്ട് എനിക്ക് മലയാളം അറിയില്ല, അങ്ങനത്തെ സാധനല്ലേ അത്. എന്നിട്ട് ജോക്കി മലയാളത്തിൽ ഒരു മറ്റേ മൂർച്ചയുള്ള വാക്കുകൾ തുപ്പുന്ന ഒരു പ്രസംഗം നമുക്ക് കാച്ചണം. ആക്ച്വലി ഞാൻ എന്തോന്നറിയോ, നമ്മുടെ യൂത്ത് വിങ്ങിന്റെ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ ഇറ്റാച്ചി സ്നൈപ്പും ഒക്കെയാണ്. പക്ഷെ ഞാൻ ബോബിനെ ഈ ഇലക്ഷന് ഞാൻ ബോബിനെ അങ്ങ് ഏൽപ്പിച്ചു കംപ്ലീറ്റ് ആയിട്ട്. യൂത്ത് ഇവന്മാര് 3 പേരും കൂടെ നോക്കി നടത്തിക്കോട്ടെന്ന്. കാരണം 3 പേരും അങ്ങ് നടത്തി കഴിഞ്ഞാൽ തന്നെ യൂത്ത് നമ്മുടെ ഇരിക്കും. ഞാനൊരു കാര്യം പറയട്ടാണ്, എനിക്ക് കുറച്ച് ഇല്ലീഗൽസ് പരിപാടി സിറ്റിയിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഇത് കിട്ടിയിട്ട് പറയാന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. ഗോഡ് ഫാദറിന്റെ റോള് നമുക്ക് ഇടാൻ പറ്റത്തില്ലല്ലോ. പോയി മറിച്ച് കഴിഞ്ഞ് ഗണ്ണല്ല ഞാൻ പറഞ്ഞത്. അതായത് അണ്ണു ഇപ്പൊ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് മേയറായി കഴിഞ്ഞാൽ അണ്ണൂര് നമുക്ക് ഗണ്ണല്ല അല്ലാത്ത ചില വെട്ടുവീഴ്ചകളൊക്കെ ചെയ്തു തരണം. കണ്ണടക്കണം. പോലീസൊക്കെ അണ്ണൂന്റെ ചെലപ്പടിക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. എന്ത് മനസ്സിലായി? ഇപ്പൊ ഞാൻ എക്സാമ്പിൾ നമ്മുടെ കണ്ണല്ല, വേറൊരു ഗ്യാങ്ങിന്റെ കണ്ണെന്ന് വിചാരിച്ചോ. വേറൊരു ഗ്യാങ്ങിനെ കണ്ട. അപ്പൊ ആ കണ്ണ് പോലീസ് പിടിച്ചത് വിചാരിക്കുക. അപ്പൊ അണ്ണു വിളിച്ച് പറയാണ്, ഹലോ ഇവനോട് ഫ്രീ കിട്ടിയതല്ലോ എപ്പോഴും സംസാരിക്കുന്നത് ഇത് അത് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ് അങ്ങനെയൊക്കെ പറഞ്ഞ്. മനസ്സിലായില്ലേ? കാര്യം മനസ്സിലായ? അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ആലോചിക്കാം. ഇവിടെ സിറ്റിയിൽ എല്ലാരും വിഷയമാണ്. സിറ്റിയില് എല്ലാ ഗാങ്സ് KVA വിഷയമാണ്, MX13 വിഷയമാണ്, ഇടിവെട്ട് സുഗുണം വിഷയമാണ്. നമ്മുടെ TV ഓഡിയൻസ് എല്ലാരും വിഷയമുണ്ടോ നിനക്ക്? ഓ പറഞ്ഞേക്കാം. ഓക്കെ പറഞ്ഞേക്കാം. അപ്പം ഇനി ഹാപ്പി 40s, ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ 40 വയസ്സായേ പിന്നിക്ക്. മനുഷ്യരൊക്കെ എന്ത് പെട്ടെന്നാ വളരണേ, എന്ത് പെട്ടെന്നല്ലേ മനുഷ്യരൊക്കെ വളരണേ. എനിക്ക് 15 വയസ്സുള്ളപ്പോ പുള്ളിക്ക് 30 വയസ്സുണ്ട്. ഇപ്പൊ പുള്ളിക്ക് ഒരു 40-42 വയസ്സായി. ജോക്കി ഹലോ, ഒരു മിനിറ്റ്. സീരിയസ്ലി ചേട്ടാ ചുമ്മാടാ. ജോക്കി മെന്നിക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും ജോക്കി? 35 അല്ലേ? 35. 35ാമത്തെ വയസ്സിലും എന്നാ ഒരു അടിയാടാ. 35ാമത്തെ വയസ്സിൽ അങ്ങ് അടിക്കണ അടിയൊക്കെ കണ്ടാ. അപ്പൊ പറഞ്ഞു നോക്കി. അല്ല ഇവനെ ഇല്ലീഗലിന്റെ അത് നീ പറ. നീ ഇവൻ ഇല്ലീഗലിനെ എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. ജോക്കി മേയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ജോക്കി ജില്ലക്കകത്തെ വിജയാണ്. നമ്മൾ പറയണതൊന്നും ജോക്കി അങ്ങനെ ഒന്നും ചെയ്തു തരത്തില്ല. ജോക്കി നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ഇലക്ഷനിൽ നിൽക്കുമ്പോ തോക്കുന്നത് നമ്മുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന പ്രശ്നമല്ലേടാ ചന്ദ്ര. നമുക്ക് ജയിച്ച് നമുക്ക് ഉപകാരം ഉണ്ടാവണ്ടേ? എടാ ചില കാര്യങ്ങളൊക്കെ ജോക്കി കണ്ണടയ്ക്കും. സിറ്റിയിലെ മേയറായിട്ട് ഇപ്പൊ വാസന വിചാരിക്കാം, അണ്ണു സിറ്റിയിലെ മേയറായിട്ട് ഇരിക്കുന്നു. അണ്ണനെ പോലീസ് ജയിലിൽ കൊണ്ടിടുന്ന കാര്യം ആലോചിച്ച് നോക്കിയേ. അതിലിപ്പോ നാളെക്കാണോ നമ്മുടെ കുടുംബത്തിന്? എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പോയി ഇൻവോൾവ് ആവാൻ പറ്റൂല. ജോക്കിക്ക് അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അതൊക്കെ പറ്റി മേയറിനുള്ള പവർ ഉണ്ടെന്ന്. എടാ മേയർ ചില കാര്യങ്ങളൊക്കെ ജോക്കി കണ്ണടയ്ക്കും. അത് നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് അടപ്പിക്കാം. ഒരു മിനിറ്റ്. ജോക്കിയുടെ കണ്ണടയൂല്ലേ ജോക്കി? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് പണ്ട് മുതലേ പൊട്ടനാണോ അതോ ഗ്യാങ് കേറി കഴിഞ്ഞിട്ട് പൊട്ടനായതാണോ? ഇവന് ഞാൻ പറഞ്ഞില്ലേ, ഇവന് ബുദ്ധി ഇല്ലാത്ത കൂട്ടത്തിലേ ഇവൻ പണ്ടേ.
ഇവനെ കൊച്ചിലെ അനാഥാലയത്തിൽ അവർക്ക് കിട്ടുമ്പോ അവരെന്തോ പറയുന്നത്, പക്ഷെ കമ്പാരിറ്റീവ്ലി ഇവന് മാത്രം വെയിറ്റ് കുറവായിരുന്നു ഒന്ന് കുറച്ച്. കാരണം തലയ്ക്കകത്തൊന്നുമില്ല, ബ്രെയിൻ ഇല്ലായിരുന്നല്ലോ. ഇതിന്റെ ഒരു വെയിറ്റ് കുറവുണ്ടായിരുന്നു ഇവന്. എപ്പോഴും പറയും പള്ളിയിലെ ഫാദർ എപ്പോഴും പറയും അവനാണ് കിട്ടിയ സമയത്ത് ഇവന് ഒട്ടും വെയിറ്റ് ഇല്ലായിരുന്നു. അതാ പറഞ്ഞേ, പുള്ളിക്ക് ആ പണ്ടിട്ടുള്ളത് നമുക്ക് ഒരു ദിവസം കൊണ്ട് ഫീഡ് ചെയ്യാൻ പറ്റൂല. എന്ത് ചെയ്യാൻ പറ്റും ജോക്കി, അത് മനസ്സിലാവട്ടെ. ചന്ദ്ര എന്താണ് എന്തായാലും കോൺവെർസേഷൻ? അണ്ണാ ഇന്നെന്റെ ബർത്ത്ഡേ ആണ്, എന്നെ ആരും വിഷ് ആക്കിയില്ല അണ്ണാ. ബ്ലൈൻഡ് ഓപ്പി മോനെടാ മെനി ഹാപ്പി ഗൈസ്. അവനെ ആരും വിഷ് ചെയ്തില്ല, ഒന്ന് വിഷ് ചെയ്ത ഗൈസ്. അവനെ ബ്ലൈൻഡ് ഓപ്പി മോനെ മെനി ഹാപ്പി ബ്രോ. വ്യക്തിപരമായ താല്പര്യമാണ് ഈ പാർട്ടി ആൾക്കാർ ജയിപ്പിക്കുന്നത്. അവസാനം വ്യക്തിപരമായ താല്പര്യമാണ് അത്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ വോട്ട് ചെയ്തതൊക്കെ നിന്റെ ഇഷ്ടമാണ് ചന്ദ്ര. പക്ഷെ നമ്മൾ എൻഡ് ഓഫ് ദി ഡേ ടി വി എന്ന് ഒരാള് നിൽക്കുന്ന സമയത്ത് നമ്മളെ ജയിക്കണോന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി തന്നെ ഇറങ്ങി തിരിച്ച് ജയിക്കുകയും ചെയ്യും. മനസ്സിലായോ? ഞാൻ തോപ്പിക്കട്ടാണ് എന്നെ. നീ അങ്ങ് തോപ്പിക്ക്. ഉറപ്പാണേ. ജോക്കി ഒരു മിനിറ്റ് ഒന്ന് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയില്ല ജോക്കി. ഒറ്റ ബുദ്ധിയാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, കയ്യില് നാട്ടുകാരെ പറ്റിച്ച് ഇഷ്ടം പോലെ കാശുണ്ട്. ഇലക്ഷന്റെ തലേന്ന് എല്ലാവർക്കും പൈന്റും ഉടുപ്പും ലാപ്ടോപ്പും ഒക്കെ കൊടുത്ത് ആരാ? സ്റ്റാഫ് ഗുരു. ജോക്കി സ്നാപ് ഗുരു ഒക്കെ ശരിയാ, ഫണ്ട് ഓക്കെ, എനിക്ക് മനസ്സിലാവും. പക്ഷെ ഉരുട്ട് ബുദ്ധിയിൽ ഇവൻ കുറച്ച് സീനാണ് ജോക്കി. എനിക്ക് ഇവനെ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുക. ഞാൻ പറഞ്ഞ ആ കാര്യത്തിൽ അവൻ ഇച്ചിരി പ്രശ്നക്കാരനാ. അവനെ അധികം അങ്ങ് വെറുപ്പിക്കണ്ട. ഒരു ഡീസന്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഇതാക്കാം. ഹലോ, ഇങ്ങോട്ട് വന്ന വേറൊരു കാര്യമുണ്ട്. വേറെ കാര്യമുണ്ടോ? ഈ ഇലക്ഷനൊക്കെ ഇവിടെ നിക്കട്ടെ, ഇലക്ഷനെ കാണാൻ പോണ്ടേ. അന്ന് പോയിട്ടൊന്നും നടന്നില്ലായിരുന്നു കേട്ടോ. ഇത് ഞാനൊരു കാര്യം പറയട്ടെ, ആ കൊച്ചിന് സത്യം പറഞ്ഞാൽ നിന്നെ കുറിച്ചൊന്നും അറിയത്തില്ല. ഞാനാണെങ്കിൽ ഇന്ന് ഗ്യാങ്ങിലെ പിള്ളേരുടെ അടുത്തൊക്കെ ചോദിച്ചു, ഒരു കല്യാണം തക്കുടുവാ വീട്ടിൽ ഒരു കല്യാണം നടത്തുന്നതിനെ കുറിച്ച് പിള്ളേർക്കെല്ലാം താല്പര്യമുണ്ട് കേട്ടോ. എനിക്ക് കല്യാണം ഒന്നും കഴിക്കണ്ട ജോക്കി. പിന്നെ ജോക്കി എനിക്ക് പ്രേമിച്ച് നടക്കാൻ പറ്റിയിട്ടില്ലല്ലോ കുറച്ച് നാളോ. അപ്പൊ പെട്ടെന്ന് കല്യാണം ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത് മാനേജ് ചെയ്യാൻ അറിഞ്ഞൂടാ. ഒന്നും ചുറ്റിലുണ്ടോന്ന് ചോദിച്ചു നോക്കുക. ഇന്ന് പറ്റില്ല. ഇന്ന് മറ്റേ ഉണ്ടല്ലേ. കാര്യം പറയട്ടെ, നിന്നെ അടുത്ത് അറിയത്തില്ല കേട്ടോ കുട്ടിക്ക്. നമുക്ക് അല്ലാതെ ഒരു ദിവസം കാണാം. ഹലോ സുഖാണോ? നിന്നോട് ഇവിടെ ഫോണില് ഞാൻ പറഞ്ഞ് നാക്ക് വായിലോട്ട് ഇട്ടതേ ഉള്ളായിരുന്നേ ജോക്കി ദർശനെ പറ്റി. അല്ലല്ല വേറൊരു കാര്യം, ഇങ്ങനെ പൊതുവെ ഇങ്ങനെ അല്ലാതെ ഒരു ഉണ്ടാക്കി പറ്റി പറഞ്ഞോണ്ടിരുന്നപ്പോ ദർശനെ പറ്റി പറഞ്ഞതാ. ദർശന ഞാൻ ഇത്തിരി നേരോടെ ഉള്ളു സിറ്റിയില്. ഞാനിപ്പോ ഇറങ്ങാൻ നാളെ ഉറപ്പായിട്ട് കാണാം. ജോക്കി എന്തോ സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ ജോക്കി കൂടെ നാളെ ഒന്ന് കാണാം. പ്രശ്നമില്ല ഓൾ കൂട്ടാണ്. ഇത് അല്ല പുള്ളി വേറെന്തോ സംസാരിക്കാൻ, എന്തോ അർജന്റ് കാര്യം സംസാരിക്കാൻ എന്തോ ആണ്. എടാ അവരൊക്കെ ലൈവ് ആടാ. അവര് ലൈവ് ആടാ, പുള്ളിക്കാരി ലൈവിന്റെ ഇടയ്ക്ക് എങ്ങനെയാടാ മെറ്റ അടിച്ച് കളിക്കണത്? ലൈവ് ആയിരിക്കും അവരൊക്കെ. നിങ്ങൾ ചുമ്മാ അറിയാത്ത കാര്യം പറയല്ലേ ഗൈസ്. ആദ്യമായിട്ട് എന്റെ മാക്കാച്ചി കുത്ത് വർക്കാവുന്നേ. അവനെ കൊന്നോ? അറിയാതെ ഞാനൊന്ന് കൺട്രോള് പിടിച്ചൊന്ന് മുട്ടി നോക്കിയാടാ, ചത്തുപോയി. ഇതെങ്ങനെയാ മാക്കാച്ചി കുത്ത്? അങ്ങനല്ല അതാണ് ഇങ്ങനെ എന്നിട്ട് കൈവച്ചിട്ട് ചത്തുവോ? ഒരു മിനിറ്റ് കൈ വെച്ചിട്ട് റിയൽ ലൈഫില് ചന്ദ്രനെ കാണണോ അണ്ണാ? വെയിറ്റ് ഇപ്പൊ കാണിച്ചേ അണ്ണന്റെ ഫ്രണ്ടിൽ കറക്റ്റ് ഫ്രണ്ടിൽ നിന്ന് കാണണം. റിയൽ ലൈഫിൽ ഓസിയിൽ ചന്ദ്രനാണ് ഇത്. നോക്കിയോ സത്യമല്ലേ? അതുപോലൊക്കെ ഉണ്ട്.
നോക്കൂ മസിലൊക്കെ ഇപ്പൊ ഉള്ളതുകൊണ്ട് ഒന്നും കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല ജോക്കി നമുക്ക്. സത്യം ഇതേപോലെ ഈ കാര്യത്തിൽ അവരെ താറ്റാനൊന്നും പറ്റില്ല. സത്യം ഗൺസാണ് രണ്ടുപേരും. സത്യം കുറച്ച് മാറി എന്ന് പറയാവേ നമുക്കിത്. ചില അച്ചിപ്പട്ടികൾ കേട്ടോണ്ടിരിക്കുവായിരിക്കും. റേഡിയോ എന്തോ വള്ളി ചെയ്യുന്ന 51 കയറിക്ക് ഉച്ചിരി എന്തോ വള്ളിയായിരുന്നു. വള്ളി ആയില്ലല്ലോ. ഹലോ എന്തോ കോൾ വെച്ചപ്പോ എന്താ വള്ളി വല്ലോ ആയോ? ഇല്ല ഒരു വള്ളിയിലെണ്ണ റേഡിയോയില് കോള് കേൾക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. ലക്ഷു നീ സ്ഥലം ഓർത്തിരിക്കണം, എന്നെ ഇവിടെ ഒന്ന് പിക്ക് ചെയ്യണം കേട്ടാ. പിന്നെ എന്ത് പാടണ ജോക്കി, ഞാൻ അങ്ങോട്ട് ഇറങ്ങുവാണേ ജോക്കി. ആ എടാ ഞാൻ ഇറങ്ങുവാ, എനിക്ക് പോണം. ഇല്ലടാ ഇന്നില്ല, ഞാൻ വിളിക്കാം അവരെ. ഇവര് വന്നതിന് ശേഷം നാളെ എറണാകുളത്തല്ലേ? ആ അതെ അതെ അതെ. അണ്ണ നാളെ മൊബൈൽ PC ആണ് ടോക്കിയോ അവിടെ വെച്ചിട്ട് റിവീൽ. നാളെയാണോ മൊബൈൽ PC? നാളെ നാളെ എല്ലാം എടുക്കുന്നത്. നാളെ നാളെത്തൊട്ട് 300 FPS മോബി. നാളെ ഇവിടെ വരുമോ അവൻ? അവ എത്തി, ബോബിന്റെ അവിടെ ഉണ്ട് ഓൾറെഡി. എറണാകുളത്ത് എത്തി, ഗുജറാത്തിൽ നിന്ന്. അവനോട് എന്നെ വന്ന് കണ്ടിട്ട് പോകാൻ പറയണേ, ഞാൻ വിളിച്ചോളാം. അവിടെ ഉണ്ട്, ബോബിന്റെ അവിടെ ഉണ്ട്. സെറ്റ് ഒരുത്തനൂടെ സെറ്റായി. 300 FPS ആണല്ലോ ഇപ്പൊ എല്ലാരും. പിന്നെ അല്ല ചന്ദ്ര, ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം. ഓക്കെ അളിയ, പോണം. ഇന്ന് വണ്ടി ഓടിക്കാൻ ഞാൻ ചിലപ്പോഴേ വരത്തില്ല കേട്ടോ, കുറച്ച് പണിയുണ്ട്. MRC-ലല്ല, അവരെല്ലാം എറണാകുളത്തുണ്ടോ, അപ്പൊ അവരിങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് വരുന്നുണ്ടോ? നീ തലസുണ്ടോ ചന്ദ്ര? തലസുണ്ട്, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിർത്തും. അപ്പൊ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദ RP ആൻഡ് എന്തായാലും എല്ലാവർക്കും റിക്രൂട്ട്മെന്റ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് നമ്മള് ഇന്ന് ഇങ്ങനത്തെ ഒരു പരിപാടി ഉള്ളതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. കുറച്ച് നേരത്തെ പോണത്. നാളെ തൊട്ട് നമ്മൾ നാളെ വിത്തൗട്ട് എനി എക്സ്ക്യൂസ് 007 നാളെ തൊട്ട്